ലോകത്തിൽ 6 പ്രശസ്തമായ നദീതട സംസ്കാരങ്ങളായിരുന്നു. നൈൽ നദിയുടെ തീരത്ത് ഈജിപ്ഷ്യൻ സംസ്കാരം, സുമേറിയൻ സംസ്കാരം, ബബലോണിയൻ സംസ്കാരം, അസീറിയൻ സംസ്കാരം, പേർഷ്യൻ സംസ്കാരം, പിന്നെ സൈന്ധവ നദിയുടെ സംസ്കാരം തുടങ്ങി പിന്നെ ചൈനയിലെ ഹൊയാഫയുടെ തീരത്തുള്ള സംസ്കാരങ്ങളാണ്. ഇതിലേറ്റവും പഴക്കമുള്ളത് ഏതാണ്? ഇപ്പോൾ ശാസ്ത്രം കണ്ടെത്തിയിരിക്കുന്നു സൈന്ധവ നദിയുടെ സംസ്കാരമാണ് ബാബലോണിനേക്കാളും ഈജിപ്തിനേക്കാളും പഴക്കമുള്ളത്. കാരണം മൊഹൻജദാരോയിലെ ഖനനങ്ങൾ നടത്തി 30 മീറ്റർ താഴെ വരെ എത്തിയപ്പോൾ തന്നെ നമുക്ക് 5000-6000 വർഷം പഴക്കമുള്ള അവശിഷ്ടങ്ങൾ കിട്ടി. എന്നാൽ പിന്നീട് താപ്പോട്ട് തപ്പിയപ്പം 115 മീറ്റർ താഴെ വരെ സിൽട്രേഷനാണ്. അവിടെ നിന്ന് സാധനങ്ങൾ തെരഞ്ഞെടുത്തപ്പോഴാണ് സൈന്ധവ നദിയുടെ സംസ്കാരം 10000 വർഷത്തോളം പഴക്കമുണ്ട് എന്ന് ഊഹിക്കപ്പെടുന്ന ഒരു സിറ്റുവേഷൻ ഉള്ളത്. ബാക്കി ഗവേഷണം നടത്തിയെങ്കിലേ കണ്ടെത്താനായിട്ട് പറ്റുകയുള്ളൂ. പക്ഷേ സൈന്ധവ നദീ സംസ്കാരത്തിന്റെ സീലുകൾ മോർട്ടിമർ വീൽ കണ്ടെത്തുകയും അതിനെപ്പറ്റി ഗവേഷണം നടത്തുകയും ചെയ്തു. അതിൽ തിരിച്ചറിയാൻ പറ്റിയ സീൽ മഹാദേവന്റേതാണ്. അതിനെ പശുപതി എന്നാണ് വിളിക്കുന്നത്. പരമശിവന് 18 ഫോംസ് ആണുള്ളത്. അതിൽ പശുപതി ഫോമായിട്ടാണ് യോഗാസനത്തിലിരിക്കുന്ന ശ്രദ്ധേയമായ പശുപതി ഭാവത്തിലെ മഹാദേവന്റെ സീൽ കിട്ടിയിട്ടുള്ളത്. അപ്പോൾ 10000 വർഷങ്ങൾക്ക് മുമ്പുള്ള ഗോപക്കി തെക്കയും കരാളി തെപ്പയും 8000 വർഷങ്ങൾക്ക് മുമ്പുള്ള കാസ്പീരം കണ്ടതിലെ തീരത്തുള്ള മഹാദേവ പ്രതിഷ്ഠകൾ, കുർസ്കിലെ പ്രസിദ്ധമായ ശിവലിംഗം പ്രതിഷ്ഠയുള്ള ക്ഷേത്രം 6000 വർഷങ്ങൾക്ക് മുമ്പ് ചെല്ലുമ്പോൾ സൈന്ധവ നദിയുടെ സംസ്കാരത്തിന്റെ ഭാഗമായി മഹാദേവനെ ആരാധിച്ചിരുന്ന പശുപതി സീൽ കിട്ടിയിരിക്കുകയാണ്. ഇൻഡസ് വാലി സിവിലൈസേഷൻ ഇന്ന് വൈഷ്ണവ ഭാവമോ ശാക്തേയ ഭാവമോ ഒന്നും കിട്ടിയിട്ടില്ല. പക്ഷെ മഹാദേവ ഭാവം കിട്ടിയിരിക്കുകയാണ്. തെക്കനേഷ്യൻ രാജ്യങ്ങളെല്ലാം തന്നെ വളരെ കൃത്യമായ മഹാദേവ ആരാധനയുടെ കേന്ദ്രങ്ങളായിരുന്നു. എന്നാൽ ഹിമാലയ പർവ്വതം കഴിഞ്ഞ് വടക്കോട്ട് പോയി കഴിഞ്ഞാൽ ഏറ്റവും വടക്കുള്ള ക്ഷേത്രം കിട്ടിയിരിക്കുന്നത് ചൈനയുടെ തലസ്ഥാനമായ പിക്കിങ്ങിൽ നിന്ന് ഒരു 100 കിലോമീറ്റർ തെക്കാണ്. ആ ക്ഷേത്രം മഹാദേവ ക്ഷേത്രമാണ്. തെക്കൻ ചൈനയിൽ നിന്ന് 4000-ഓളം ക്ഷേത്രങ്ങൾ കണ്ടെത്തിയിട്ടുണ്ട്. അതിലേറ്റവും പ്രസിദ്ധമായ ക്ഷേത്രമാണ് കാൻഡൻല ക്ഷേത്രം. കാൻഡൻല ശിവക്ഷേത്രം സിദ്ധന്മാരിൽ 3ാമനായ ഹോഗർ തമിഴ്നാട്ടിൽ നിന്ന് പോയി ചൈനയിൽ പണിഞ്ഞ ക്ഷേത്രമാണ്. ഹോഗർ കാൻഡൻല ക്ഷേത്രം പണിഞ്ഞ ശേഷം തിരിച്ചു വന്നിട്ടാണ് പളനിയിലെ പ്രസിദ്ധമായ ക്ഷേത്രം പണിയുന്നത്. പളനിയിൽ ഉള്ള ക്ഷേത്രത്തിന്റെ അതേ മോഡലാണ് കാൻഡൻ ക്ഷേത്രം. പക്ഷെ കാൻഡൻ ക്ഷേത്രത്തിൽ പ്രതിഷ്ഠിക്കപ്പെട്ടിരിക്കുന്നത് മഹാദേവനാണ്, ശിവക്ഷേത്രമാണ്. ചൈനയുടെ തെക്കൻ ചൈനയിലെ ക്ഷേത്രം. ധർമ്മ ഹിന്ദുവ രാജ്യമായിരുന്നു. മലേഷ്യ ഇപ്പം മുസ്ലിം രാജ്യമാണ്, പക്ഷെ അത് ഹിന്ദുവ രാജ്യമായിരുന്നു. തൊട്ടപ്പുറത്താണ് തായ്ലൻഡ്. തായ്ലൻഡ് അന്നും ഇന്നും ഹിന്ദുമത രാഷ്ട്രമാണ്. 80% ഹിന്ദുമത രാഷ്ട്രമാണ് തായ്ലൻഡ്. തായ്ലൻഡിന്റെ പഴയ പേര് സയാം എന്നാണ്. സയാം എന്ന വാക്ക് വരുന്നത് സംസ്കൃതത്തിൽ നിന്നാണ്. ശ്യാമദേശം സയാം. അവിടുത്തെ രാജവംശം ശൈവാരാധനക്കാരായ രാജവംശമായിരുന്നു. പിന്നീട് ആ രാജവംശം ശ്രീരാമഭക്തിയിലേക്ക് പോയി. ഏറ്റവും അവസാനത്തെ രാജാവ് ഭൂമിബോൾ അതുല്യ തേജ്, ഭൂമിയുടെ രാജാവ്, അതുല്യ തേജസ്സുള്ള ഭൂമി രാജാവ് എന്ന രാജാവിന്റെ പേര് ഭൂമിബോൾ അതുല്യ തേജ്. ആ രാജ്യങ്ങളെയൊക്കെ ജയ ശ്രീവിജയ എന്നാണ് വിളിച്ചിരുന്നത്. അതങ്ങോട്ട് അപ്പുറത്ത് ചെല്ലുമ്പോഴാണ് കംബോഡിയ എന്ന് പറയുന്ന രാജ്യം, കംബൂച്ചിയ ഒരു ഹിന്ദുമത രാഷ്ട്രമായിരുന്നു. കംബോഡിയയിലാണ് ലോകത്തിലെ ഏറ്റവും വലിയ ഹിന്ദു ക്ഷേത്രം. ലോകത്തിൽ ഇന്ത്യയിലുള്ള ഹിന്ദുമത ക്ഷേത്രങ്ങളെക്കാളൊക്കെ വളരെ വലുതാണ് കംബോഡിയയിലെ ഹിന്ദുമത ക്ഷേത്രം. അങ്കോർ വാറ്റ് 10.5 ചതുരശ്ര കിലോമീറ്റർ വിസ്തൃതിയിൽ 5500 ഏക്കറിലാണ് ഒരു ക്ഷേത്രം പണിഞ്ഞിരിക്കുന്നത്. അത് പണിഞ്ഞത് ജയദേവൻ 2 മുതൽ ജയദേവൻ 7 വരെയുള്ള രാജാക്കന്മാരാണ്. ഈ രാജാക്കന്മാര് നാഗർ രാജവംശത്തിന്റെ രാജാക്കന്മാരായി. നാഗന്മാരുടെ പ്രസിദ്ധമായ നേതാവായിരുന്നു തക്ഷൻ. അദ്ദേഹം പണിഞ്ഞ പട്ടണമാണ് തക്ഷശില. തക്ഷശിലയായിരുന്നു പ്രസിദ്ധമായ യൂണിവേഴ്സിറ്റി. ആ തക്ഷന്റെ കയ്യിൽ തന്നെയായിരുന്നു ഡൽഹി. തക്ഷന്റെ കയ്യിൽ നിന്ന് ഭഗവാൻ കൃഷ്ണനും അർജുനനും കൂടി പിടിച്ചെടുത്ത് ചുറ്റുമുള്ള കണ്ടവനെ നശിപ്പിച്ച് ഇന്ദ്രപ്രസ്ഥം പണിഞ്ഞു, ഡൽഹി പണിഞ്ഞു.
ത്രിവേണി സംഗമം അത് നാഗരുടെ കയ്യിലായിരുന്നു. ആ നാഗര് അവിടുന്ന് തെക്കോട്ട് വന്ന് മഹാരാഷ്ട്രയിലൊക്കെ നാഗ്പൂർ ഉണ്ടാക്കി, മധ്യപ്രദേശിലെ പ്രസിദ്ധമായ നാഗക്ഷേത്രങ്ങളും ശിവക്ഷേത്രങ്ങളും ഉണ്ടാക്കി. അതിനുശേഷം അവര് കർണാടകത്തിലേക്ക് വന്നു. കർണാടകത്തിൽ വരുന്ന BC 300-ാം ആണ്ടില് ചന്ദ്രഗുപ്ത മൗര്യൻ ഭരണം അവസാനിച്ച ശേഷം കർണാടകത്തിൽ വന്ന് ചന്ദ്രഗിരിയിൽ താമസിച്ചു. ചന്ദ്രഗുപ്ത മൗര്യൻ താമസിച്ചു എന്നാണ് ചന്ദ്രഗിരി എന്ന സ്ഥലത്തിന് പേര് വരുന്നത്. ഇപ്പൊ നമ്മളെ സ്ഥലത്തെ വിളിക്കുന്ന ശ്രാവണ ബെല്ലോഗള എന്നാണ്. അവിടുന്ന് നാഗർ കേരളത്തിലേക്ക് വന്നു. കേരളത്തിൽ നാഗർ വന്നപ്പോൾ നമ്മളവരെ നായർ എന്ന് വിളിക്കാൻ തുടങ്ങി. നാഗരാണ് പിന്നെ നായരായത്. ഈ നാഗരാജവംശം നാഗര് തമിഴ്നാട്ടിൽ പോയി. അവിടെ നാഗർകോവിൽ, നാഗരൂര്, നാഗപട്ടണം തുടങ്ങി വിശാലമായ പട്ടണങ്ങൾ ഉണ്ടാക്കി. അവിടുന്ന് ഒരു നാഗരാജവംശം കംബോഡിയയിലേക്ക് പോയി. കംബോഡിയയിൽ പോയ ആ നാഗരാജവംശത്തിന്റെ ഒരു രാജകുമാരി തമിഴ്നാട്ടിൽ നിന്ന് പോയ ഗണാഠ്യൻ എന്ന ഒരു ബ്രാഹ്മണനെ വിവാഹം കഴിച്ചു. അങ്ങനെയാണ് കംബോഡിയൻ രാജവംശം ഉണ്ടായത്. ആ കംബോഡിയൻ രാജവംശത്തിൽ ജയവർമ്മൻ 2 മുതൽ ജയവർമ്മൻ 7 വരെയുള്ള രാജാക്കന്മാർ 1215 മുതൽ 1400 വരെയുള്ള ഒരു കാലഘട്ടത്തിൽ അങ്കൂർ വാട്ട് പണിയാണ്. തറയിൽ നിന്നാൽ അത് മുഴുവൻ കാണാൻ കഴിയില്ല. ഒരു ഹെലികോപ്റ്റർ കയറി താപ്പത്ത് നോക്കണം. 10.5 ചതുരശ്ര കിലോമീറ്ററിൽ ഒരു ക്ഷേത്രം എങ്ങനെ നിൽക്കുന്നു എന്നുള്ളതാണ്. ലോകത്തിലെ ഏറ്റവും വലിയ ഹിന്ദു ക്ഷേത്രമാണ്. ഒരുപക്ഷെ ലോകത്തിൽ ഒരു മതത്തിനും അത്രയും വലിയൊരു ക്ഷേത്രമില്ല. പക്ഷെ അങ്കോർ വാട്ടിലെ ക്ഷേത്രം ആർക്കാണ് ദൃശ്യപ്പെട്ടിരിക്കുന്നത്? മഹാദേവനാണ്. മഹാദേവന്റെ കഥ മുഴുവൻ അങ്കോർ വാട്ടിൽ കൊത്തിവെച്ചിട്ടുണ്ട്. പിന്നെ രാമായണവും മഹാഭാരതവും ഒക്കെ താഴെ കൊത്തിവെച്ചിട്ടുണ്ട്. വളരെ കൃത്യമായ വിവരണം നമുക്ക് ലഭിക്കുക. വിജയ, ശ്രീവിജയ, അങ്കോർ രാജവംശങ്ങൾ. അത് കഴിഞ്ഞ് നമ്മളങ്ങോട്ട് ചെല്ലുമ്പോൾ വിയറ്റ്നാമാണ്. വിയറ്റ്നാമിന് വിയറ്റ്നാം എന്ന് പേര് കിട്ടി 250 വർഷമായിട്ടുള്ളൂ. അതിനു മുമ്പ് ആ രാജ്യത്തിന്റെ പേര് ചമ്പ എന്നാണ്. ചമ്പ അതൊരു ഹിന്ദു രാജ്യമാണ്. വിയറ്റ്നാം ഒരു ഹിന്ദു രാജ്യമായിരുന്നു. വിയറ്റ്നാം വഴി നമ്മളങ്ങോട്ട് പസഫിക് സമുദ്രത്തിലേക്ക് ഇറങ്ങിയാൽ പസഫിക് സമുദ്രത്തിലെ 14 ദ്വീപസമൂഹങ്ങൾ ശ്രീരാമേന്ദ്ര ഭഗവാന്റെ പേരിലാണ് പേരിട്ടപ്പെട്ടിരിക്കുന്നത്. രാമായണത്തിൽ ശ്രീരാമേന്ദ്ര ഭഗവാന്റെ പേരിലാണ് 14 രാജവംശങ്ങൾ. അതിന്റെ വടക്കാണ് ഈസ്റ്റർ ഐലൻഡ്. സൈന്ധവ നഗരി സംസ്കാരത്തിന്റെ ലിപി ഇന്ത്യക്ക് പുറത്തുനിന്ന് കിട്ടിയ 2 സ്ഥലത്ത് നിന്നാണ്. ഒന്ന് ഈസ്റ്റർ ഐലൻഡ്, മറ്റേത് തായ്ലൻഡ്. അപ്പൊ സൈന്ധവ നഗരി സംസ്കാരം ഇൻഡസിന്റെ തീരത്ത് മാത്രമായിരുന്നില്ല, സൗത്ത് ഈസ്റ്റ് ഏഷ്യ വഴി അങ്ങ് ജനറേറ്റർ ഉണ്ടോ? ഈസ്റ്റ് ഐലൻഡ് വരെ, ഇൻഡസ് വാലി തൊട്ട് തായ്ലൻഡ് തൊട്ട് അങ്ങ് ഇൻഡസ് വാലി ഈസ്റ്റ് ഐലൻഡ് വരെ ഉള്ളതാണ് പ്രസിദ്ധമായ സൈന്ധവ നഗരി സംസ്കാരം. അതിൽ ഈസ്റ്റ് ഐലൻഡിൽ പസഫിക്കിൽ നിന്ന് വടക്കേറ്റത് ഹാവായി ദ്വീപുകളുടെ അടുത്തായിട്ടുള്ള ഈസ്റ്റ് ഐലൻഡിൽ നമുക്ക് കല്ലിൽ കൊത്തിയ വലിയ വിഗ്രഹങ്ങൾ കണ്ടിട്ടുണ്ട്. അതിനടുത്തായി ശിവലിംഗ പ്രതിഷ്ഠയുള്ള ക്ഷേത്രങ്ങൾ കണ്ടെത്തി. പസഫിക് സമുദ്രത്തിൽ ഏറ്റവും വലിയ രാജ്യം ഇന്തോനേഷ്യ. 22,000 ദ്വീപുകളുള്ള ലോകത്തിലെ ഏറ്റവും വലിയ ഇസ്ലാമിക രാഷ്ട്രം എന്നറിയപ്പെടുന്ന രാജ്യമാണ് ഇന്തോനേഷ്യ. ആ ഇന്തോനേഷ്യയിലാണ് ലോകത്തിലെ ഏറ്റവും നീളമുള്ള ഹിന്ദു ക്ഷേത്രം ബൊറോബുദൂർ. 1.5 കിലോമീറ്റർ നീളമാണ്. ക്ഷേത്രത്തിന്റെ മെയിൻ ഗേറ്റിൽ കൂടെ കയറിയാൽ 1.5 കിലോമീറ്റർ പോയെങ്കിലേ ക്ഷേത്രത്തിന്റെ ബാക്കിൽ പോയി ഇറങ്ങാൻ പറ്റുള്ളൂ. ലോകത്തിൽ ഒരു മതത്തിനും അത്രയും നീളമുള്ള ഒരു ആരാധനാലയമില്ല ബൊറോബുദൂർ. ആ ബൊറോബുദൂർ ഒറിജിനലി മഹാദേവ ക്ഷേത്രമാണ്. ശിവലിംഗ പ്രതിഷ്ഠ ഉൾപ്പെടെയുള്ള സംഭവമുണ്ട്. പിന്നീട് ബൊറോബുദൂർ ഒരു ബുദ്ധമത കേന്ദ്രമായി മാറി. വളരെ ശ്രദ്ധേയമായ ഭാവം. പസഫിക് സമുദ്രത്തിൽ ഇറങ്ങി നമ്മൾ അങ്ങേ അറ്റത്ത് ചെല്ലുമ്പോൾ ഓസ്ട്രേലിയയാണ്. ഓസ്ട്രേലിയൻ ന്യൂസിലൻഡ്. അവിടുത്തെ ജനവിഭാഗങ്ങളുണ്ട്. അവരെ മവോറികൾ എന്നാണ് അറിയപ്പെടുന്നത്. അവർക്കൊരു പുണ്യക്ഷേത്രം ഉണ്ടായിരുന്നു. ആരും അകത്തോട്ട് കയറ്റുകയില്ല. പക്ഷെ 1988 വലിയൊരു ഇടിമിന്നലേറ്റ് അതിന്റെ റൂഫ് മുഴുവൻ തകർന്നു പോയി. റിപ്പയർ ചെയ്യാൻ വേണ്ടി ആളുകൾ അകത്ത് കയറിയപ്പോൾ ഈ മവോറികൾ പുണ്യമായി സൂക്ഷിക്കുന്ന ഒരു സാധനമാണ്. അതൊരു മണിയാണ്. ആ മണി എടുത്ത് പരിശോധിച്ചപ്പോൾ ആ മണിയിൽ പരമശിവന്റെ പേര് തമിഴ് ഭാഷയിൽ കൊത്തിവെച്ചിരിക്കുകയാണ്. അത് ആയിരക്കണക്കിന് വർഷത്തിന് മുമ്പ് മവോറികൾ ശൈവാരാധനക്കാരായ ആളുകൾ ഇവിടുന്ന് ഇന്ത്യയിൽ നിന്ന് പോയവരാണ്.
അങ്ങനെ മൗറികളുടെ രക്തം എടുത്തിട്ട് DNA ടെസ്റ്റ് ചെയ്തു. DNA ടെസ്റ്റ് ചെയ്തപ്പോൾ കേരളത്തിലെ ഉള്ളാടന്മാരുടെയും തമിഴ്നാട്ടിലെ ഇരുളരുടെയും DNA ആണ് മൗറീസിൻ്റെത്. അപ്പോൾ ശൈവാരാധന അല്ലെങ്കിൽ മഹാദേവ ആരാധന എന്ന് പറയുന്നത് അങ്ങ് തുർക്കിയും യുക്രൈനും റഷ്യയും തൊട്ട് കസാഖിസ്ഥാനും ഉൾപ്പെടെയുള്ള 6 സ്ഥാനുകളും കടന്ന് അഫ്ഗാനിസ്ഥാനും പാകിസ്ഥാനും ഇന്ത്യയും ബർമയും തൊട്ട് സൗത്ത് ഈസ്റ്റ് ഏഷ്യ മുഴുവൻ കടന്ന് ഇന്തോനേഷ്യ വഴി ഓസ്ട്രേലിയ വരെ കിടക്കുന്ന ഒരു വിശ്വാസസമിതിയാണ് മഹാദേവ ആരാധന. ഇന്ത്യയിലെ ഹിന്ദു മതത്തിന്റെ വൈഷ്ണവാരാധനയോ ശാക്ത ആരാധനയോ മറ്റ് ആരാധനാഭാവങ്ങളോ അതിനേക്കാൾ വലുതാണ് 46 രാജ്യങ്ങളിൽ പരന്നു കിടക്കുന്ന മഹാദേവനെ പറ്റിയുള്ള ആരാധന സമ്പ്രദായം. ഇത് ഹിന്ദുമതത്തിലെ അല്ലെങ്കിൽ സനാതന മതത്തിന്റെ ഒരു അത്ഭുതമാണ്. മഹാദേവന്റെ ആരാധന 4 ഭൂഖണ്ഡങ്ങളിലായി 46 രാജ്യങ്ങളിൽ പരന്നു കിടക്കുന്ന ഒരു വിശ്വാസസമിതിയാണ്. ഈ വിശ്വാസസമിതി അതിനുശേഷം ലോകത്തിൽ ആദ്യമായി എഴുതപ്പെട്ട ഋഗ്വേദം എന്ന പുസ്തകത്തിലേക്ക് എത്തുകയാണ്. 5000 കൊല്ലമെങ്കിലും പഴക്കമുള്ള ഋഗ്വേദം. അത് ലിഖിത രൂപത്തിലായിട്ട് തന്നെ 3500 വർഷമായി. പക്ഷേ ശ്രുതിയും സ്മൃതിയുമായി ഒരു 1500ഓളം വർഷം നിലനിന്ന ശേഷമാണ് അത് ലിഖിത രൂപത്തിലേക്ക് എത്തുന്നത്. ഋഗ്വേദം തുറക്കുമ്പോൾ നമ്മൾ മഹാദേവനെ ഋഗ്വേദത്തിൽ കാണുന്ന പേര് രുദ്രം എന്നാണ്. ഈ ക്ഷേത്രത്തിൽ രുദ്ര യജ്ഞം നടക്കുമ്പോൾ ഋഗ്വേദത്തിൽ ഭഗവാനെ വിളിച്ച പേരിലാണ് ഈ യജ്ഞം നടക്കുന്നത്. അപ്പോൾ ശിവലിംഗ പ്രദേശമുള്ള കരാളിത്തപ്പിയും ഗോപക്കിത്തപ്പിയും ഇൻഡസ് വാലി സിവിലൈസേഷൻ എത്തുമ്പോഴേക്കും അത് പശുപതിയായി. പശുപതി കഴിഞ്ഞ് ഋഗ്വേദത്തിൽ എത്തുമ്പോഴേക്കും രുദ്രൻ എന്ന പേരിൽ ഭഗവാൻ അറിയപ്പെടുകയാണ്. വേദകാലത്തെ രുദ്രാരാധനയും അതിൻ്റെ ഭാവങ്ങളും വളരെ കൃത്യമായി നമ്മൾ മനസ്സിലാക്കി കഴിയുമ്പോഴാണ് നമ്മൾ ആദ്യ കാവ്യത്തിലേക്ക് എത്തുന്നത്. ആദ്യ കാവ്യം രാമായണമാണ്. ലോകത്തിൽ ആദ്യമായി എഴുതപ്പെട്ട എപ്പിക് എന്ന് പറയുന്ന ഇതിഹാസം. രാമായണം തുറന്ന് വായിക്കുമ്പോൾ യുദ്ധത്തിലേക്ക് പ്രവേശിക്കാൻ പോവുകയാണ്. ആ സമയത്ത് ശ്രീരാമചന്ദ്ര ഭഗവാൻ മഹാദേവനെ സ്തുതിച്ചുകൊണ്ട് ഒരു യാഗം നടത്തുന്നത് കൃത്യമായി നമുക്ക് കാണാൻ പറ്റും. എന്നാൽ ശ്രീരാമൻ യുദ്ധം ചെയ്യുന്ന രാവണൻ, അദ്ദേഹം ഭയങ്കര പരമശിവ ഭക്തനായി. സൈന്യം യുദ്ധത്തിൽ ഇറങ്ങുമ്പോൾ രാവണന്റെ സൈന്യം എന്താ വിളിച്ചു പറയുന്നത്? ഹർ ഹർ മഹാദേവ്. മഹാദേവനെ സ്തുതിച്ചുകൊണ്ടാണ് രാവണന്റെ സൈന്യം യുദ്ധഭൂമിയിലേക്ക് വരുന്നത്. യുദ്ധത്തിൽ പോകുന്ന ശ്രീരാമൻ മഹാദേവനെ സ്തുതിച്ചിട്ട് യാഗം അർപ്പിച്ചിട്ടാണ് യുദ്ധത്തിലേക്ക് പോകുന്നത്. അപ്പൊ ആദികാവ്യമായ രാമായണത്തിലെ ശ്രീരാമേന്ദ്ര ഭഗവാനും രാവണനും രണ്ടുപേരും മഹാദേവ പൂജ ചെയ്യുന്നതായിട്ട് നമ്മൾ കൃത്യമായിട്ട് കാണുകയാണ്. അത് രാവണന്റെ രാക്ഷസ സൈന്യമാണ് മഹാദേവ ഭക്തിയിൽ വളരെ മുമ്പിട്ട് നിൽക്കുന്ന ഒരു ജനവിഭാഗം. രാമായണം കഴിഞ്ഞ് നമ്മൾ മഹാഭാരതത്തിലേക്ക് എത്തുമ്പോൾ നമ്മൾ മഹാദേവന്റെ പരമശിവന്റെ വിശാലമായ വർണ്ണനകൾ കാണാൻ പറ്റും. എത്രയോ സ്ഥലത്ത് പലരും മഹാദേവ സ്തുതി ചെയ്യുന്നതും പരമശിവനെ സ്തുതിക്കുന്നത് കാണാൻ പറ്റും. പക്ഷെ നമ്മെ ഏറ്റവും അമ്പരപ്പിക്കുന്ന ഭാഗം മഹാഭാരതത്തിലെ അനുശാസന പർവ്വത്തിലാണ്. രാമായണം എഴുതി വാൽമീകി യുധിഷ്ഠിരനെ കാണാൻ വരികയാണ്. യുധിഷ്ഠിരനെ കാണാൻ വരുമ്പോൾ യുധിഷ്ഠിരൻ എന്തോ അത്യാവശ്യ കാര്യം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. രാജപദവിയൊക്കെ ഏറ്റെടുത്തിട്ട് ഇരിക്കുകയാണ്. വാൽമീകി വന്നിട്ട് യുധിഷ്ഠിരനോട് ചോദിച്ചു, യുധിഷ്ഠിര, നീ രാജാവല്ലേ? നീ ഇന്ന ദിവസം ഒന്നും നിനക്കറിയാവോ? നീ എന്താ ഇങ്ങനെ ഇരിക്കുന്നതെന്ന് ചോദിച്ചു. അന്ന് ഈ പഞ്ചാംഗവും കലണ്ടറും ഒന്നുമില്ല, രാജാവിന് അത്ര വലിയ വിവരമൊന്നുമില്ല. യുധിഷ്ഠിരൻ ചോദിച്ചു, എന്താ വാൽമീകി ഇന്നത്തെ പ്രത്യേകത? വാൽമീകി പറഞ്ഞു, ഇന്ന് ശിവരാത്രിയാണ്. നിനക്ക് പരമശിവൻ ആരാണെന്ന് അറിയാമോ? പരമശിവനെ പൂജിക്കേണ്ട എങ്ങനെയാണെന്ന് അറിയാമോ? എന്നങ്ങോട്ട് തുടങ്ങിയിട്ട് വാൽമീകി മഹർഷി യുധിഷ്ഠിരന് ഒരു ക്ലാസ്സാണ്. അതാണ് അനുശാസന പർവ്വം 18-ാം അധ്യായം. അനുശാസന പർവ്വം 18-ാം അധ്യായത്തിന്റെ 8-ാം ശ്ലോകം ആരാണ് പരമശിവൻ, ഹൂ ഈസ് പരമശിവൻ എന്നൊരു എക്സ്പ്ലനേഷനാണ്. ഉഗ്രൻ എക്സ്പ്ലനേഷനാണ്. പരമശിവൻ ആരാണെന്ന് ഒറ്റ ശ്ലോകത്തിൽ ഡിഫൈൻ ചെയ്ത ശേഷം എങ്ങനെയാണ് ശിവരാത്രി ആഘോഷിക്കേണ്ടത് എന്ന വിശദമായ ക്ലാസ്സാണ്. അപ്പൊ ശിവരാത്രിയില്
8 മന്ത്രങ്ങളാണ് ചൊല്ലുന്നത്. എല്ലാവരും ശിവരാത്രി ആഘോഷിക്കും, പക്ഷെ എല്ലാവരും ചൊല്ലുന്ന മന്ത്രം ഒന്നല്ല, ചൊല്ലുന്ന മന്ത്രം വ്യത്യസ്തമാണ്. അപ്പോൾ വാൽമീകി പറയുകയാണ്, ഇന്നലെ വൈകിട്ട് 4 മണി തൊട്ട് നാളെ വൈകിട്ട് 4 മണി വരെ നീ ഉറങ്ങാതെ ചെയ്യേണ്ട ഒരു സംഭവമാണ് ഈ സംഭവം. അപ്പോൾ മക്കളില്ലാത്തവർ സന്താന ഗോപാല മന്ത്രം ചൊല്ലും. ഐശ്വര്യം വേണം, എന്ത് ചെയ്യും? വളരെ ശിവഗായത്രി മന്ത്രം ചൊല്ലണം. നമ്മൾ നോർമൽ കേൾക്കുന്ന ഒരു ഗായത്രി മന്ത്രമുണ്ട്, അതിൽ നിന്ന് വ്യത്യസ്തമാണ് ശിവഗായത്രി, പരമശിവന്റെ ഗായത്രി. ആ ശിവഗായത്രി മന്ത്രങ്ങൾ ചൊല്ലണം. കല്യാണം നടക്കാത്ത ആളുകളാണെങ്കിൽ കല്യാണം നടക്കാൻ വേണ്ടി ചൊല്ലേണ്ട ഒരു മന്ത്രമുണ്ട്. അപ്പോൾ ഒരേ ശിവരാത്രി, പക്ഷെ ശിവരാത്രിയിൽ പങ്കെടുക്കുന്ന ആളുകൾ ചൊല്ലുന്ന 8 ഡിഫറെന്റ് മന്ത്രങ്ങളാണ്. അതിൽ ആരാണ് ഏത് മന്ത്രം ചൊല്ലണം? മക്കളില്ലാത്തതിലുള്ള മന്ത്രം, കല്യാണം കഴിക്കാത്ത കല്യാണം നടക്കാൻ ചെയ്യുന്ന മന്ത്രം, ഐശ്വര്യം കിട്ടാൻ വേണ്ടി ശിവഗായത്രി ചൊല്ലുന്നു. ഇങ്ങനെ എങ്ങനെ ശിവരാത്രി ആഘോഷിക്കണം? വാൽമീകി മഹർഷി യുധിഷ്ഠിരന് ക്ലാസ് എടുക്കുകയാണ് അനുശാസനപൂർവ്വം 18-ാം അധ്യായത്തിൽ. ഞാനൊരു ക്രിസ്ത്യാനിയാണ്, പക്ഷെ ഞാൻ ആ അധ്യായം വളരെ മെനക്കെട്ടിരുന്നു ശ്ലോകം വഴി ശ്ലോകം വായിച്ച് മനസ്സിലാക്കി. മഹാദേവ സങ്കല്പം എത്ര ഗംഭീരമാണ് നമ്മളെ പറഞ്ഞ് മനസ്സിലാക്കുന്ന ഭാഗമാണ് അനുശാസനപൂർവ്വം 18-ാം അധ്യായം. രാമായണവും മഹാഭാരതവും കഴിഞ്ഞ് പിന്നെ വരുന്നത് പുരാണങ്ങളാണ്. 18 പുരാണങ്ങളും 18 ഉപപുരാണങ്ങളും ഉണ്ടായി. അതിൽ 3 പുരാണങ്ങളെയാണ് നമ്മൾ ഭാഗവതങ്ങൾ എന്ന് വിളിക്കുന്നത്. അതിലൊന്ന് ശ്രീമദ് ഭാഗവതം, വിഷ്ണു ഭഗവാന്റെ ദശാവതാര കഥ പറയുകയാണ് ശ്രീമദ് ഭാഗവതം. 12 സ്കന്ധങ്ങളിലായി, 335 അധ്യായങ്ങളിലായി, 18,000 ശ്ലോകങ്ങളിലൂടെ ദശാവതാര കഥ പറയുകയാണ്. മത്സ്യം, കൂർമ്മം, വരാഹം, നരസിംഹം, വാമനൻ, രാമോ, രാമച്ച, രാമ, കൃഷ്ണ, കൽക്കി കഥ വരികയാണ്. 2ാമത്തെ ഭാഗവതം ദേവി ഭാഗവതമാണ്. ദേവിയുടെ ദശാവതാരം, വിഷ്ണു ഭഗവാന്റെ ദശാവതാരം പോലെ ദേവിക്ക് ദശാവതാരം. അപ്പൊ ദേവിയുടെ ദശാവതാര കഥ ദേവി ഭാഗവതത്തിൽ 12 സ്കന്ധങ്ങളിൽ 312 അധ്യായങ്ങളിലായിട്ട് 18,335 ശ്ലോകങ്ങളിൽ പറയുകയാണ്. 3ാമത്തെ പുസ്തകം നമ്മൾ ശിവപുരാണം എന്ന് വിളിക്കും, അവിടെ ശിവഭാഗവതം എന്ന് വിളിക്കും. ശ്രീമദ് ഭാഗവതം, ദേവി ഭാഗവതം, ശിവഭാഗവതം. ശിവപുരാണം ആദ്യം വേദവ്യാസൻ എഴുതിയപ്പോൾ 98,000 ശ്ലോകങ്ങളുള്ള ഒരു പുസ്തകമാണ്. 12 പുസ്തകം ചേർന്നിട്ട് 98,000 ശ്ലോകങ്ങളിൽ 457 അധ്യായങ്ങളിലായിട്ട് എഴുതിയിട്ടുള്ളതാണ്. ഗംഭീരം. പരമശിവന് 18 അവതാരങ്ങളാണ്, അഷ്ടദശാവതാരങ്ങൾ. പിന്നെ കണ്ടസ്റ്റഡ് ഒരെണ്ണമുണ്ട്, 19 ഉണ്ടെന്ന് വാദിക്കുന്ന ക്ലെയിംസ് ഉണ്ടെങ്കിലും അഷ്ടദശാവതാരങ്ങൾ അംഗീകരിക്കപ്പെട്ടാണ് 18 അവതാരങ്ങൾ. വേദവ്യാസൻ എഴുതിയ ശേഷം വേദവ്യാസൻ രോമഹർഷണ മഹർഷിയെ കാണാൻ പറ്റും. രോമഹർഷണൻ വേദവ്യാസൻ പറഞ്ഞു, എന്റെ വ്യാസ, നീ ഇങ്ങനെയൊക്കെ പുസ്തകം എഴുതിയാൽ ഞങ്ങൾ കറങ്ങിപ്പോകും. നീ ഒരു മഹാഭാരതം എഴുതി 1,27,000 ശ്ലോകം, നീ ശിവപുരാണം എഴുതി 98,000 ശ്ലോകം, ഇങ്ങനെ നീ എഴുതിയ സാധാരണക്കാരെന്ത് ചെയ്യും? വേദവ്യാസൻ പറഞ്ഞു, ഓഹോ, നീളം കൂടിപ്പോയല്ലേ, ഞാൻ കുറച്ചുതരാം. വേദവ്യാസൻ ശിവപുരാണം 24,000 ശ്ലോകമുള്ള ഒരു പുസ്തകമായിട്ട് എഴുതിയുണ്ടാക്കി. അതിൽ 280 അധ്യായങ്ങൾ, 280 അധ്യായം. 457-നെ 280 കൊണ്ട് നിർത്തി. 98,000 ശ്ലോകത്തെ 24,000 ശ്ലോകങ്ങളിൽ കൊണ്ട് നിർത്തി. എന്നിട്ട് അഷ്ടദശാവതാരങ്ങൾ കൃത്യമായി ശിവപുരാണം ഇങ്ങനെ എഴുതി വരികയാണ്. 18 അവതാരങ്ങളിൽ 12 മനുഷ്യരൂപമാണ്, 6 മൃഗരൂപങ്ങളാണ്. നന്ദിയായിട്ട് വരുമ്പോൾ പശുവായിട്ട് വരും, കുരങ്ങനായിട്ട് വരും. അങ്ങനെ ജന്തുക്കളായിട്ട് വരുന്നത്, മൃഗങ്ങളായിട്ട് വരുന്ന 6, മനുഷ്യനായിട്ട് വരുന്ന ഒരു 12. ഈ 18 അവതാരങ്ങളെ വളരെ ഭംഗിയായി ശിവപുരാണം വിവരിക്കുകയാണ്. എൻ്റെ കയ്യിൽ 2 പുസ്തകമുണ്ട്. അത് കൂടാതെ ബംഗാളുകാർ ഇറക്കിയ ഒരു ശിവപുരാണമുണ്ട്. അപ്പോ രോമകൃഷ്ണൻ വെട്ടിക്കുറച്ച് 24,000 ശ്ലോകമുള്ള 24,000 ശ്ലോകങ്ങളുണ്ട്. ഒറിജിനൽ 98,000 ശ്ലോകങ്ങളുണ്ട്. ബംഗാളുകാർ ഇറക്കിയ 297 അധ്യായമുള്ള ഒരു ശിവപുരാണം. നമ്മൾ ഈ ശിവപുരാണത്തിൽ നിന്ന് കമ്പയർ ചെയ്യുമ്പോഴാണ് അതിന്റെ സെൻട്രൽ ലൈൻ ഒരുപോലെയാണ്, പക്ഷെ അതിനകത്ത് കഥകൾ മാറി മാറി വരികയാണ്. ആ ശിവപുരാണം വായിക്കുമ്പോഴാണ്
18 അവതാരങ്ങളിലൂടെ ഭഗവാൻ നമുക്ക് കാണിച്ചു തരുന്ന ആരാണ് മഹാദേവൻ, ആരാണ് പരമശിവൻ എന്ന് കൃത്യമായി നമ്മളെ മനസ്സിലാക്കി തരുകയാണ്. അപ്പോൾ പരമശിവനെ മനസ്സിലാക്കുമ്പോൾ, ഈ രുദ്രയജ്ഞത്തിൽ നമ്മൾ പങ്കെടുക്കുമ്പോൾ നമ്മൾ ശ്രദ്ധേയമായി മനസ്സിലാക്കേണ്ടത്, പരമശിവനെ നമ്മൾ ധ്യാനിക്കുമ്പോൾ നമ്മൾ അറിഞ്ഞിരിക്കേണ്ട മഹാദേവ ഭാവം എന്താണ് എന്നുള്ളതാണ്. അത് മനസ്സിലാക്കണമെങ്കിൽ നമ്മൾ ശിവ സഹസ്രനാമം വായിക്കണം. മറ്റു മതങ്ങളിലൊക്കെ ഈശ്വരൻ ഒരു പേരേ ഉള്ളൂ. യഹൂദന്മാർക്ക് യാവേ, ഞങ്ങൾക്ക് യേശു ക്രിസ്തു, മുസ്ലിങ്ങൾക്ക് അള്ളാഹു, ഒരു പേരേ ഉള്ളൂ. ഹിന്ദുക്കൾക്ക് അങ്ങനെയല്ല. ഹിന്ദുക്കൾക്ക് പരമശിവനെ കൊണ്ടെടുത്താൽ 1000 പേര് ശിവ സഹസ്രനാമ സ്തോത്രം. പിന്നീട് പരമശിവനാൽ കൊല്ലപ്പെട്ട അമ്മായിപ്പൻ ദക്ഷന്റെ വായിൽ കൂടിയാണ് ഈ ശിവസഹസ്രനാമം വരുന്നത്. വിഷ്ണു ഭഗവാനെ എടുത്താലോ, വിഷ്ണു സഹസ്രനാമ സ്തോത്രം. ഭീഷ്മർ ശരശയ്യ കിടക്കാണ്. ഭീഷ്മർക്ക് ഉത്തരായന കാലത്തെ മരിക്കാൻ പറ്റും. അതുകൊണ്ടാണ് ദുര്യോധനൻ ദക്ഷിണായന കാലത്തോട് യുദ്ധം നടത്തിയത്. പക്ഷേ ഭഗവാൻ കൃഷ്ണൻ ഭീഷ്മരെ വീഴ്ത്തി. ഭീഷ്മർ ഇങ്ങനെ ശരശയ്യ കിടക്കാണ്, എന്നിട്ട് യുദ്ധം ജയിച്ചു. അപ്പോൾ ഭീഷ്മർക്ക് ഉത്തരായന കാലം തുടങ്ങുന്നത് മകരസംക്രാന്തിക്കാണ്. ഭഗവാൻ കൃഷ്ണൻ അറിയാം മകരസംക്രാന്തിയിലാണ് ഭീഷ്മർ മരിക്കാൻ. ഭഗവാൻ നേരെ ശരശയ്യ ഭീഷ്മർ എടുത്തു. ഭഗവാനെ കണ്ടോണ്ട് ഭീഷ്മർ പറഞ്ഞു, എന്റെ കൃഷ്ണ, നീ വിഷ്ണു ഭഗവാനാണെന്ന് എനിക്ക് പണ്ടേ അറിയാവുന്ന കൃഷ്ണ എന്ന് പറഞ്ഞിട്ട് ഭീഷ്മ ഭഗവാനെ സ്തുതിച്ചുകൊണ്ട് വിഷ്ണു സഹസ്രനാമ സ്തോത്രം, വിഷ്ണു ഭഗവാന്റെ 1000 പേരുകൾ. ഭഗവാൻ പറഞ്ഞു, നീ ഒരുപാട് കഴിവുള്ള മനുഷ്യനായിരുന്നു, പക്ഷെ എനിക്കൊരു ചെറിയ തെറ്റുണ്ടായി. ആ തെറ്റ് കൊണ്ട് നീ ഇങ്ങനെ സംഭവിച്ചു പോയതാണ്. പക്ഷെ നീ പൂർണ്ണതയിലേക്ക് എത്തണം. അതുകൊണ്ട് ഞാൻ നിനക്ക് വിശ്വദർശനം കാണിക്കാം. അങ്ങനെ വിശ്വദർശനം കാണിച്ചപ്പോൾ ഭീഷ്മ പൂർണ്ണതയിലെത്തി സ്വർഗാരോഹണം ചെയ്തു. ആ മകരസംക്രാന്തിയാണ് ഞങ്ങൾ ക്രിസ്ത്യാനികൾ ക്രിസ്മസ് ആഘോഷിക്കുന്നത്. AD 352 മകരസംക്രാന്തി ഡിസംബർ 25-നായിരുന്നു. അതുകൊണ്ട് ഞങ്ങളുടെ ക്രിസ്മസ് തന്നു. എപ്പോൾ 4 കൊല്ലം കൂടുമ്പോൾ ഓരോ ലീപ്പ് ഇയർ ഇങ്ങനെ അഡ്ജസ്റ്റ് ചെയ്തിട്ട് ഈ മകരസംക്രാന്തി ഇപ്പം ജനുവരി 14-ലേക്ക് എത്തി. പക്ഷെ ക്രിസ്ത്യാനികൾ മാറ്റിയില്ല, ഞങ്ങളിപ്പോഴും പല സ്ഥലത്ത് നിൽക്കുകയാണ്. അപ്പൊ ഈ മകരസംക്രാന്തിയുടെ അന്ന് കൊടുക്കുമ്പോൾ ഭീഷ്മർ ചൊല്ലുന്നതാണ് വിഷ്ണു സഹസ്രനാമം. ഭഗവാൻ കൃഷ്ണൻ 4 വിശ്വരൂപങ്ങളെ കാണിക്കുന്നത്. ഓരോ വിശ്വരൂപങ്ങളും പ്രത്യേകം ശ്രദ്ധിക്കുമ്പോൾ അതിന്റെ അർത്ഥം മനസ്സിലാക്കുന്നു. ആദ്യം ചെറുപ്പത്തി പോലെ കുസൃതിയെ കാണിച്ച്, അപ്പോ യശോദാമ്മ വടിയെടുത്ത് അടിക്കാനേ ഭഗവാൻ വാ തുറന്ന് കാണിച്ചു കൊടുത്തു. വായ്ക്കകത്ത് വിശ്വരൂപം കണ്ടു യശോദാമ്മ. യശോദാമ്മയ്ക്ക് മനസ്സിലായി ഇത് കൊച്ചു പയ്യനല്ല, ഭഗവാനാണെന്ന് മനസ്സിലായി. രണ്ടാമത് മഹാഭാരത യുദ്ധം ഒഴിവാക്കാൻ വേണ്ടി ഭഗവാൻ കൃഷ്ണൻ ഹസ്തിനപുരത്തിൽ ദൂതിന് പോയി. അപ്പൊ ശകുനി ദുര്യോധനോട് പറഞ്ഞു, ഈ കൃഷ്ണൻ അപ്പുറത്തെ സൈഡിലുണ്ടെല്ലാം യുദ്ധം ജയിക്കാൻ പറ്റിയില്ല, നമുക്ക് ഈ കൃഷ്ണനെ അറസ്റ്റ് ചെയ്താകത്തില്ല, അപ്പൊ നമ്മൾ രക്ഷപ്പെടുള്ളൂ. അങ്ങനെ കൃഷ്ണനെ അറസ്റ്റ് ചെയ്യാൻ വേണ്ടി ഭഗവാന്റെ അടുത്തോട്ട് ശകുനിയും ദുര്യോധനനും കർണനും കൂടെ വന്നു. അപ്പൊ ഭഗവാൻ വിശ്വരൂപം കാണിച്ചു. ദുര്യോധനനും ശകുനിയും മലമൂത്ര വിസർജനം ചെയ്ത് പേടിച്ചു. മൂന്നാമത് ഭഗവത്ഗീത ഉപദേശിക്കുകയാണ്. 9-ാം അധ്യായം എത്തിയപ്പോഴേക്കും അർജുനൻ പറഞ്ഞു, എന്റെ ഭഗവാനെ, അങ്ങയുടെ വിശ്വരൂപം എനിക്കൊന്ന് കാണിച്ചു തരാമോ? ഭഗവാൻ പറഞ്ഞു, അതിനുള്ള കപ്പാസിറ്റി എനിക്ക് ആയിട്ടൊന്നും തോന്നുന്നില്ല. പിന്നെ 9ഉം 10ഉം അധ്യായങ്ങളിൽ അർജുനനെ വിശ്വരൂപം കാണിക്കാൻ വേണ്ടി തയ്യാറാക്കിയ ഭഗവാൻ. എന്നിട്ട് 11-ാം അധ്യായത്തിൽ അർജുനന് വിശ്വരൂപം കാണിച്ചു കൊടുത്തു. അപ്പോഴാണ് കോടി കോടി സൂര്യപ്രഭ എന്ന് പറയുന്ന പ്രസിദ്ധമായ വിശ്വരൂപ ദർശനം വരുന്നത്. ലോകത്തിൽ ആദ്യമായി ആറ്റം ബോംബ് പൊട്ടിക്കുകയാണ് മെക്സിക്കോയിൽ. K-25 8 കിലോമീറ്റർ അകലെ ഒരു സ്റ്റീൽ ടവറിന് മുകളിൽ ഇരുന്ന് ഓപ്പൻഹീമറും എല്ലാം കൂടി ഇത് കണ്ടുകൊണ്ടിരിക്കുകയാണ്. ആറ്റം ബോംബ് കൊണ്ട് പൊട്ടി. ഓപ്പനുകൾക്ക് അറിയാവുന്ന ജർമ്മൻ ഭാഷയിലോ ഫ്രഞ്ച് ഭാഷയിലോ ഇംഗ്ലീഷ് ഭാഷയിലോ ആറ്റം ബോംബ് പൊട്ടുന്നതിന് വിവരിക്കാൻ പറ്റിയില്ല. പക്ഷെ ഓപ്പൻഹീമർ ബെർലിൻ യൂണിവേഴ്സിറ്റിയിൽ സംസ്കൃതം പഠിക്കുന്ന ഇൻഡോളജി സെക്ഷനിൽ ഒരു സ്റ്റുഡന്റാണ്. ഓപ്പൻഹീമർ എന്തെന്നറിയാമോ? ആറ്റം ബോംബ് പൊട്ടിനെ വർണ്ണിക്കുന്നത് ശ്രീമദ് ഭാഗവത്തിലെ ഭഗവത്ഗീതയിലെ 11-ാം അധ്യായത്തിലെ വിശ്വരൂപ ദർശനം പറയുന്ന കോടി കോടി സൂര്യപ്രഭ എന്നാണ് വർണ്ണിക്കുന്നത്. ഓപ്പനിങ് നിശബ്ദമായ സിനിമയിൽ അത് കാണിക്കുന്നത്. 4-ാമത് വിശ്വരൂപം കാണിക്കുന്നത് ഭീഷ്മർ അടുത്താണ്. ഭഗവാൻ ഓരോ വിശ്വരൂപത്തിലും കാണുന്ന ആളിന്റെ സൈക്കോളജി കാണിക്കുന്നത്. യശോദാമയെ വിശ്വരൂപം കാണിച്ച യശോദാമ പാവം സ്ത്രീ പേടിച്ചു പോകത്തില്ലേ? ഭഗവാൻ വാതർന്ന് കാണിച്ചപ്പോൾ സസ്യശ്യാമമായ പ്രകൃതി, പൂക്കൾ, സുഗന്ധങ്ങൾ, പ്രകൃതി രമണീയതയാണ്.
പക്ഷെ ആ വിശാലത കണ്ടപ്പോൾ യശോദയ്ക്ക് മനസ്സിലായി ഭഗവാനാണ്. ദുര്യോധനെ കാണിച്ചപ്പോഴെന്നറിയാമോ, ദ്രഷ്ടങ്ങളുള്ള ഭീകര രൂപങ്ങൾ വിശ്വരോ കാണിച്ചു. ദുര്യോധനും ശകരിയും മർമ്മത്ത് പ്രസന്നം പേടിച്ചു. എന്നാൽ അർജുനെ കാണിച്ചപ്പോഴോ ആകാശ ഗംഗയും ഗ്രഹങ്ങളും വിഗ്രഹങ്ങളുടെ വലിയ രൂപം കൊണ്ട് കാണിക്കാൻ. ഭീഷ്മരെ കാണിച്ചപ്പോൾ ജീവിതം പൂർണ്ണമാകുന്നതിന്റെ മോക്ഷപ്രാപ്തിയുടെ ഒരു വിശ്വരവ് കാണിക്കുന്നത്. ഭഗവാൻ ഓരോരുത്തരെയും ഓരോ ഭക്തന്റെയും സ്റ്റാറ്റസ് അനുസരിച്ചേ കാണിക്കുള്ളൂ. അങ്ങനെ വിശ്വരൂപം കാണിച്ചപ്പോഴാണ്, അതിനു മുമ്പാണ് ഭീഷ്മർ വിഷ്ണു സഹസ്രനാമം ചൊല്ലുന്നത്. നമ്മളൊരു ദേവീക്ഷേത്രത്തിലാണ് പോകുന്നത്. നമ്മൾ ദേവിയെ സ്തുതിച്ചുകൊണ്ട് ലളിത സഹസ്രനാമം ചൊല്ലും. ദേവിയുടെ ലളിത സഹസ്രനാമം ബ്രഹ്മാണ്ഡ പുരാണത്തിൽ 7-ാം അധ്യായത്തിൽ വരുന്ന ലളിത സഹസ്രനാമം. ഹിന്ദുക്കൾക്ക് സുബ്രഹ്മണ്യ സഹസ്രനാമമുണ്ട്, ഗണപതി സഹസ്രനാമമുണ്ട്, ഹനുമാൻ സഹസ്രനാമമുണ്ട്, അയ്യപ്പ സഹസ്രനാമമുണ്ട്. അങ്ങനെ 10 സഹസ്രനാമങ്ങൾ. അതിൽ പ്രത്യേക ശ്രദ്ധിക്കാനുള്ളത്, കാരണം 10 സഹസ്രനാമമുള്ളതിൽ 5 മഹാദേവ കുടുംബത്തിൻ്റെതാണ്. മഹാദേവന് ശിവസഹസ്രനാമം, ഭഗവതിക്ക് ലളിത സഹസ്രനാമം, മൂത്തമോൻ സുബ്രഹ്മണ്യത്തിന് സുബ്രഹ്മണ്യ സഹസ്രനാമം, ഇളയമോൻ ഗണപതിക്ക് ഗണപതി സഹസ്രനാമം. ഇനി പരമശിവന് മോഹിനിയിലുണ്ടായ അയ്യപ്പ ഭഗവാന്റെ ഭാവത്തിൽ അയ്യപ്പ സഹസ്രനാമം. മഹാദേവ കുടുംബത്തിന് മാത്രം എല്ലാ അംഗങ്ങൾക്കും സഹസ്രനാമം. ഓരോ സഹസ്രം എടുത്ത് വായിക്കണം. അപ്പോഴാണ് നമുക്ക് മഹാദേവൻ ആരാണെന്ന് മനസ്സിലാവുന്നത്. അപ്പോൾ നിങ്ങൾ രുദ്രയജ്ഞത്തിന്റെ ഭാഗമായി മഹാദേവ ക്ഷേത്രങ്ങളിലൊക്കെ ഈ ശിവസഹസ്രനാമം ചൊല്ലും. സാങ്ക്യം പരിമിതവിധം പ്രഭിന്ന പ്രസ്ഥാനം എന്നങ്ങോട്ട് തുടങ്ങിയാൽ ഓരോ വാക്യം എടുക്കുമ്പോൾ നമ്മൾ പരമശിവൻ ആരാണെന്ന് മനസ്സിലാക്കാൻ, മഹാദേവൻ ആരാണെന്ന് മനസ്സിലാക്കണമെങ്കിൽ ആ മഹാദേവന്റെ ഓരോ പേരും 1000 പേരങ്ങോട്ടെടുത്ത് ഓരോ പേരെടുത്തിട്ട് അതിൻ്റെ അർത്ഥം ഡിക്ഷണറിയിൽ ചെക്ക് ചെയ്ത്, ലെക്സിക്കണിൽ ചെക്ക് ചെയ്ത്, ആ പേരിലുള്ള പുരാണ ഭാവം താൻ ചെക്ക് ചെയ്ത് പഠിക്കണം. 2 ആഴ്ച എടുക്കും. പഠിക്കുമ്പം മഹാദേവൻ ആരാണെന്ന് മനസ്സിലാവും. അപ്പൊ ഈ സഹസ്രനാമം ചൊല്ലിയാൽ എന്ത് സംഭവിക്കും? അത് ശാസ്ത്രജ്ഞന്മാർ കൃത്യമായി മനസ്സിലാക്കിയിരിക്കുകയാണ്. സഹസ്രനാമം ചൊല്ലി പഠിക്കുന്ന ഒരാളിന് വളരെ കൃത്യമായി സാഹിത്യം പഠിക്കാനുള്ള അറിവുണ്ടാവും. സാഹിത്യത്തിന്റെ അസാധാരണ ഭാഷ സംസ്കൃതത്തിൻ്റെതാണ്. ആ സംസ്കൃതത്തിലെ സാഹിത്യത്തിന്റെ അപാര സാധ്യതകൾ എടുത്തിട്ടാണ് ശിവസഹസ്രനാമം എഴുതപ്പെട്ടിരിക്കുന്നത്. അതുകൊണ്ട് ശിവസഹസ്രനാമം ചൊല്ലിപ്പഠിക്കുന്ന ഒരു കുട്ടിക്ക് പിന്നീട് സാഹിത്യം പഠിക്കാം. ഇംഗ്ലീഷ് സാഹിത്യമോ ഹിന്ദി സാഹിത്യമോ തമിഴ് സാഹിത്യം, ഏത് സാഹിത്യം പഠിക്കാൻ പോയാലും ഗംഭീരമായിട്ട് ആ സാഹിത്യം പഠിക്കാൻ പറ്റും. രണ്ടാമതായി സഹസ്രനാമം ചൊല്ലിയാൽ ഗ്രാമർ അല്ലെങ്കിൽ വ്യാകരണം കൃത്യമായിട്ട് മനസ്സിലാവും. ലോകത്തിലെ ഏറ്റവും ബെസ്റ്റ് ഗ്രാമർ സംസ്കൃതത്തിൻ്റെതാണ്. പാണിനി അഷ്ടാധ്യായി എന്ന കൃതിയിൽ എഴുതിയിട്ടുള്ളതാണ്. ഈ പാണിനി ഒരു നാഗരാണ് കേട്ടോ, നായന്മാരുടെ അകന്ന ബന്ധുവാണ് ഈ പാണിനി. പതഞ്ജലി യോഗസൂത്രം എഴുതിയ പതഞ്ജലി ഒരു നാഗരാണ്, കാളിദാസൻ ഒരു നാഗരാണ്. ഇവരെല്ലാം നായന്മാരുടെ ഡിസ്റ്റന്റ് റിലേറ്റീവ്സ് ആണ്. ഈ പാണിനി അഷ്ടാധ്യായി എഴുതി. അപ്പോൾ 1930 കഴിഞ്ഞപ്പോഴേക്കും ചോംസ്കിയും ബ്ലൂംഫീൽഡും വളരെ പ്രത്യേകമായ ട്രാൻസാക്ഷണൽ ഗ്രാമർ കണ്ടുപിടിച്ചു. അവന്മാർ പറഞ്ഞു, ഞങ്ങൾ ഗ്രാമറിന്റെ തലത്തൊട്ടപ്പന്മാരാണ്. അങ്ങനെ ഇരിക്കും 1936 ലണ്ടനിൽ വെച്ചിട്ട് ഒരു ലിംഗ്വിസ്റ്റിക് കോൺഫറൻസ് നടക്കാൻ. ഇന്ത്യയിൽ നിന്ന് സംസ്കൃത പണ്ഡിതന്മാർ പോയി. അവരെന്ത് ചെയ്യുന്നറിയാമോ? പാണിനി അഷ്ടാധ്യായി 1961 ഏഷ്യാറ്റിക് സൊസൈറ്റിയിൽ അലക്സാണ്ടർ കണ്ണിഹാം ഇംഗ്ലീഷിലേക്ക് തർജ്ജമ ചെയ്തു. അതിൻ്റെ ഒരു 3 കോപ്പി മാറ്റിക്കൊണ്ട് പോയി. ഒരു കോപ്പി കൊണ്ട് എന്നിട്ട് ചോംസ്കി കൊടുത്തു, ഒരു കോപ്പി കൊണ്ട് ബ്ലൂംഫീൽഡിന് കൊടുത്തു. അവന്മാരെഴുത് വായിച്ച് 2 ദിവസം കഴിഞ്ഞ് ലിംഗ്വിസ്റ്റിക് കോൺഫറൻസ് തുടങ്ങുകയാണ്. ചോംസ്കിയുടെ പ്രസംഗം തുടങ്ങുന്നു. പാണിനീസ് അഷ്ടാധ്യായി ഈസ് ദ മോണുമെന്റ് ഓഫ് ഹ്യൂമൻ ഇന്റലിജൻസ് ഓൺ ദ സർഫസ് ഓഫ് ദ എർത്ത്. ഭൂമിയിൽ മനുഷ്യന് തലച്ചോറിന് എത്ര ബുദ്ധിയുണ്ടെന്ന് അറിയണോ? പാണിനി അഷ്ടാധ്യായി വായിച്ചാൽ മതി എന്നാണ്. ബ്ലൂംഫീൽഡ് തലത്തട്ടപ്പനാണ് നടക്കുകയാണ്. ബ്ലൂംഫീൽഡ് ഒന്ന് പ്രസംഗം തുടങ്ങുകയാണ്. വാട്ട് എവർ വി ഇൻവെന്റഡ് ഇൻ ഗ്രാമർ ഈസ് നത്തിങ് ബട്ട് ഫുട് നോട്ട്സ് ടു ദാറ്റ് ഗ്രേറ്റ് വർക്ക്. ഞങ്ങൾ കണ്ടുപിടിച്ച ഗ്രാമർ അല്ല, ഈ പാണിനി അഷ്ടാധ്യായിയുടെ പേജിന് അടിയിൽ എന്നുള്ള സാധനമേ ഉള്ളൂ എന്ന് 2 സമ്മതിച്ചു. ഈ പാണിനി അഷ്ടാധ്യായി എടുത്തിട്ടാണ് ശിവസഹസ്രനാമം എഴുതപ്പെട്ടിരിക്കുന്നത്. അതുകൊണ്ട് ആ ശിവസഹസ്രനാമം പഠിച്ചാലുണ്ടല്ലോ, ആ പഠിക്കുന്ന കുട്ടി ഗ്രാമറിന്റെ മാസ്റ്ററായി. അവൻ ഇംഗ്ലീഷ് ഗ്രാമർ പഠിച്ചാൽ, തമിഴ് ഗ്രാമർ പഠിച്ചാൽ, അറബി ഗ്രാമർ പഠിച്ചാൽ അങ്ങേറ്റം മനസ്സിലാവും. മൂന്നാമത് എന്ത് സംഭവിക്കും? 1000 പേരുള്ള ശിവസഹസ്രനാമം ചൊല്ലുന്നൊരു കുട്ടിക്ക് അപാര ഓർമ്മശക്തിയായിരിക്കും.
നമ്മുടെ കുട്ടി ഒരു ഡോക്ടർ ആണെങ്കിലേ അവൻ നീറ്റ് പരീക്ഷയ്ക്ക് വീഴുന്നാൽ നീറ്റ് പരീക്ഷയ്ക്ക് 1 മിനിറ്റ് കൊണ്ട് ഒരു ചോദ്യം എഴുതണം, ഉത്തരം എഴുതണം. ചോദ്യം വായിക്കാൻ 35 സെക്കൻഡ് പോകും. ആ കറുത്ത കോളം കറുപ്പിക്കണമെങ്കിൽ ഒരു 10 സെക്കൻഡ് പോകും. ചിന്തിക്കാൻ കിട്ടുന്ന 15 സെക്കൻഡാണ്. ആ 15 സെക്കൻഡ് കൊണ്ട് ഉത്തരം തരച്ചുള്ള ഓർമ്മ വന്നില്ലെങ്കിൽ നമ്മുടെ കുട്ടി ഒരിക്കലും നീറ്റ് പരീക്ഷ പാസ്സാകാൻ ഡോക്ടറാവാൻ പറ്റില്ല. എന്നെ പോലെ IAS പരീക്ഷ പാസ്സാവണമെങ്കിലേ പ്രിലിമിനറി പരീക്ഷ കയറി ഇരുന്നാൽ 10 സെക്കൻഡ് കൊണ്ട് ഉത്തരം കിട്ടണം. 1 മിനിറ്റ് കൊണ്ട് ഒരു ഉത്തരം കിട്ടണം. 10 സെക്കൻഡ് ഉത്തരം ഓർമ്മ വന്നില്ലെങ്കിൽ പ്രിലിമിനറി പാസ്സാവും. പ്രിലിമിനറി പാസ്സായില്ലെങ്കിൽ IAS പരീക്ഷ എഴുതാൻ പറ്റുമോ? പക്ഷേ ശിവസഹസ്രനാമം ഒരു കുട്ടി ചെറുപ്പത്തിലെ ചൊല്ലി അങ്ങോട്ട് പഠിച്ചാണ്ടല്ല, 1000 പേരിങ്ങനെ തുടർച്ചയായിട്ട് ഓർത്തിരിക്കുന്ന ഈ സാങ്ക്യം പരിമിതം പ്രഭിന്റെ പ്രസ്ഥാനം തുടങ്ങി ചൊല്ലി പഠിച്ചാണ്ടല്ല, ആ കുട്ടിയുടെ ഓർമ്മശക്തി ഗംഭീരായിരിക്കും. ആ കുട്ടി ഏത് പരീക്ഷ പാസ്സാകും. 4 സംഭവിക്കും. 4 ഈ സഹസ്രാമത്തിലുണ്ടെങ്കിൽ ഓരോ വാക്ക് കറക്റ്റ് ഉച്ചരിക്കണമെങ്കിൽ നമ്മുടെ ശബ്ദ പേടകത്തിന്റെ എല്ലാ ടെൻഡൻസിനും എക്സസൈസ് കിട്ടും. അങ്ങനെ എക്സസൈസ് കിട്ടിക്കഴിഞ്ഞാൽ ആ കുട്ടി നല്ല ശബ്ദ ഗംഭീരായി. മൈക്ക് കിട്ടിയാൽ കുട്ടി ഗംഭീരമായിട്ട് പ്രസംഗിക്കും. ആ കുട്ടിക്ക് ശബ്ദ സ്ഫുടത കിട്ടും. ഓരോ വാക്ക് ഉച്ചരിച്ച് പഠിച്ചിട്ട് ഏത് ഭാഷയുടെ ഏത് വാക്ക് പറഞ്ഞാലും കേൾക്കുന്നതിന് മനസ്സിലാവും എന്താണ് ആൾ പറയുന്നത്. 3, ഇത് ചൊല്ലണമെങ്കിൽ ഒരു താളത്തിൽ, ഒരു രാഗത്തിലേ പോകാൻ പറ്റുള്ളൂ. ആ താളത്തിൽ, ആ രാഗത്തിൽ അങ്ങോട്ട് ചൊല്ലുമ്പോൾ ആ കുട്ടിയുടെ ശബ്ദത്തിന് ശബ്ദ മാധുര്യം ഉണ്ടാവും. ആ കുട്ടി കർണാടക സംഗീതം ചൊല്ലി പാടിയാൽ നല്ല സുന്ദരമായിരിക്കും. ഹിന്ദുസ്ഥാനി മ്യൂസിക് പഠിച്ചാൽ സുന്ദരമായിരിക്കും. കുട്ടി ഇനി ഇംഗ്ലീഷ് മ്യൂസിക് പഠിക്കാൻ പോയാൽ ഡോമറേമി ഫസൽ ആത്തോദ കുട്ടി ഭംഗിയായിട്ട് ചൊല്ലും. ഈ ശിവസഹസ്രനാമം ചൊല്ലി പഠിച്ചാൽ ശബ്ദ മാധുര്യം, ശബ്ദ സ്ഫുടത, ശബ്ദ സംഗീതാത്മകമായ ശബ്ദം ഉണ്ടാവും. ഇനി 5 സംഭവിക്കും. 5 സംഭവിക്കുന്നത് വലിയ വലിയ കസര ഇരിക്കണമെങ്കിൽ ഒരു മനുഷ്യനൊരു കഴിവാണ് കമ്പാരറ്റീവ് അനാലിറ്റിക്കൽ പവർ. ഒന്നിനെ മറ്റൊന്നിനോട് താരതമ്യപ്പെടുത്തി തലച്ചോറ് ഓർക്കാൻ പറ്റും. ഒരാൾ ഡോക്ടറായി, ഡോക്ടറുടെ ഒരു പേഷ്യൻ്റ് എന്ന് പറയും, ഡോക്ടറെ എനിക്കൊരു തലവേദന. ഡോക്ടറെ പെട്ടെന്ന് ആലോചിക്കും, തലവേദന വരാൻ കാരണമാണ് 20 രോഗം, അതിലേതാണ് ഈ മനുഷ്യന് വരാൻ സാധ്യത. ഡോക്ടറെ ചിന്തിക്കണം. ഡോക്ടറുടെ മരുന്ന് കുടിക്കണം. എല്ലാ മരുന്നിനും സൈഡ് എഫക്റ്റ് ഉണ്ട്, എല്ലാ മരുന്നിനും കോൺട്രാ ഇൻഡിക്കേഷൻ ഉണ്ട്. ഇത് കമ്പയർ ചെയ്യാൻ പറ്റാത്ത ഡോക്ടർ മരുന്ന് കുടിച്ചാൽ രോഗി ചത്തുപോകും. എന്നെ പോലെ IAS പരീക്ഷ പാസ്സായി ഒരു ജില്ലയിൽ കളക്ടർ എക്സ്പേർട്ട് വരിക. ഒരു ജില്ലയിൽ 200 ഗ്രാമവും, ഓരോ ഗ്രാമത്തിലും ജനസംഖ്യ എത്ര, അവിടെ ഏത് മതക്കാർക്ക് ഭൂരിപക്ഷം, ഏത് ജാതിക്ക് ഭൂരിപക്ഷം, അവിടെ സ്ഥിരം ആ ഗ്രാമത്തിൽ വല്ല പ്രശ്നമുണ്ടോ, ഇതറിയാൻ മേത്രക്ക് കളക്ടർ എസ് പി ആവാൻ പറ്റിയല്ല. സഹസ്രനാമം ചൊല്ലി പഠിക്കുമ്പം ആ പഠിക്കുന്ന കുട്ടിക്ക് ഗംഭീരമായി കഴിവുണ്ടാവുകയാണ്. കുട്ടി വിഷ്ണു സഹസ്രനാമം നോക്കി തലയിലോട്ട് നോക്കുമ്പോൾ കേശവ, ഭഗവാൻ കൃഷ്ണൻ ഇഷ്ടംപോലെ തലമുടിയാണ്, ഇഷ്ടംപോലെ തലമുടിയുള്ള ഭഗവാനെ എന്ന് വിളിക്കാം. ഇനി ശിവസഹസ്രനാമം കുട്ടി ചൊല്ലുന്നെങ്കിലോ ഗംഗാധര, തലയിൽ ഗംഗാനദിയെ വഹിക്കുന്നവനെ, ചന്ദ്രധാര, തലയിൽ ചന്ദ്രക്കല ഉള്ളവനെ എന്ന് വിളിക്കും. ഇനി കയ്യിലോട്ടാണ് നോക്കുന്നെങ്കിലോ വിഷ്ണു സഹസ്രനാമാണെങ്കിൽ ഗദാചക്രവാണി, ഒരു കൈയിൽ ഗതയും മറ്റൊക്കെ ചക്രവും പിടിച്ചുകൊണ്ടുവന്നാണ്. ലളിത സഹസ്രനാമാണെങ്കിൽ വീണ പുസ്തകധാരണി, ഒരു കൈയിൽ വീണയും മറ്റൊക്കെ പുസ്തകം പിടിച്ചുകൊണ്ടിരിക്കുന്ന ഭഗവതി എന്ന് വിളിക്കും. അപ്പൊ ഈ സഹസ്രനാമത്തിനകത്ത് ഈ ഭഗവാനെ വർണ്ണിക്കുന്ന വർണ്ണനെ അത് ചൊല്ലിപ്പഠിക്കുന്ന കുട്ടിക്ക് അസാധാരണമായ കമ്പാർട്ട് അനാറ്റിബിൾ ഉണ്ടാവും. അപ്പൊ വിഷ്ണു സഹസ്രനാമം ശിവസഹസ്രനാമത്തിൽ പരമശിവനെ വർണ്ണിക്കുന്ന ഭാഗം വള്ളത്തോൾ നാരായണ മേനോൻ മലയാള ഭാഷയിലേക്ക് തർജ്ജമ ചെയ്ത് സംസ്കൃതം. വള്ളത്തോൾ എങ്ങനെയാ വർണ്ണിക്കുന്നത്? കൊട്ടാക്കി പാല വട്ട തിരുവിഴി ജടയെ കാറൊളി ചാര് കൂന്തൽ കെട്ടാക്കി കേതകിപ്പൂതിന്റെ വടിവാക്കി പരം ചന്ദ്രകണ്ഠം മട്ടൊക്കെ തന്നെ മാറി പൃഥ്വിയുടെ സുതനായി കാട്ടിൽ ഉൾപ്പൊക്കു വൈര്യമിട്ട കാട്ടാളനെ കൈതൊഴുന്നേൻ. പരമശിവനെ വർണ്ണിക്കുന്ന ആ ഭാഗം മനസ്സിലാക്കണമെങ്കിൽ ആ കുട്ടി 16 കാര്യം ശ്രദ്ധിക്കണം. ഭഗവാൻ എങ്ങനെ ഇരിക്കുന്നു, ഇവിടെയാണ് ശിവസഹസ്രനാമത്തിന്റെ കളി. അപ്പോൾ ഒരു പ്രാർത്ഥനയിലൂടെ ഭക്തന്റെ ബുദ്ധിശക്തി വർദ്ധിപ്പിക്കുന്നു, ഭാഷാശക്തി വർദ്ധിപ്പിക്കുന്നു, ഗ്രാമറ്റിക്കൽ പവർ ഉണ്ടാക്കുന്നു, ഓർമ്മശക്തി വർദ്ധിപ്പിക്കുന്നു. ചുമ്മാ പ്രാർത്ഥിക്കുകയല്ല, ആ പ്രാർത്ഥന ചെയ്യുന്ന കുട്ടിക്ക് വളരെ ചെറുപ്പത്തിലെ ജീവിത വിജയത്തിനുള്ള കഴിവുകൾ സൃഷ്ടിച്ചു കൊടുക്കുകയാണ് ഹിന്ദു മതത്തിന്റെ ഓരോ പ്രാർത്ഥനയും. അതിൽ മഹാദേവനെ സ്തുതിച്ചുകൊണ്ടുള്ള പ്രസിദ്ധമായ ശിവസഹസ്രനാമം അതിലെ അഗ്രഗണ്യമായ ഒരു കൃതിയാണ്. അപ്പോൾ മഹാദേവൻ ആരാണെന്ന് മനസ്സിലാക്കണമെങ്കിൽ ശിവസഹസ്രനാമം പഠിച്ച് മഹാദേവൻ ആരാണെന്ന് മനസ്സിലാക്കണം. ഇനി മഹാദേവൻ ആരാണെന്ന് മനസ്സിലാക്കുമ്പോഴാണ് മഹാദേവന്റെ കുടുംബത്തെ മനസ്സിലാക്കേണ്ടത്.
മഹാദേവന്റെ കുടുംബത്തെ ഈ ക്ഷേത്രത്തിൽ ഉണ്ടോ എന്ന് എനിക്ക് അറിഞ്ഞൂടാ. നമ്മളൊരു മഹാദേവ ക്ഷേത്രത്തിൽ ചെല്ലുമ്പോൾ ക്ഷേത്രത്തിന്റെ ഭിത്തിയിൽ മഹാദേവന്റെ കുടുംബം ഇങ്ങനെ വരച്ചു വെച്ചേക്കാം. മഹാദേവൻ ഒരു കാളയുടെ പുറത്ത് ഇങ്ങനെ ഇരിക്കാം. തൊട്ടപ്പുറത്ത് ഭഗവതി ഒരു സിംഹത്തിന്റെ പുറത്തിരിക്കുക. ഈ സ്കൂളിൽ പഠിക്കുന്ന പിള്ളേർ പറയും, അമ്മേ ഇതെന്തൊരു പണിയായി പോയി, പരമശിവൻ സിംഹത്തിന് പുറത്തിട്ട് പാർവതിക്ക് കാളെ കൊടുത്താൽ പോരായിരുന്നു. കുട്ടിയുടെ ബുദ്ധി ഇപ്പോഴത്തെ പിള്ളേരുടെ തല വയ്ക്കുന്നത് അങ്ങനെയാണ്. പക്ഷെ പരമശിവൻ എന്ത് ചെയ്തു? പരമശിവന്റെ ഐഡന്റിറ്റി വാഹനമല്ല. പരമശിവനാണ്. ഏത് മൃഗത്തിന് പുറത്തിരുന്നാലും പരമശിവന് കുഴപ്പമൊന്നുമില്ല. പക്ഷേ പാർവതിക്ക് ഒരു സ്റ്റാറ്റസ് ഉണ്ടായിരിക്കണം. അതുകൊണ്ട് എന്ത് ചെയ്തു? പാർവതിയെ സിംഹത്തിന്റെ പുറത്തിരുത്തി. ഭർത്താവ് അംബാസഡർക്കാരി പോയാലും കുഴപ്പമൊന്നുമില്ല, ഭാര്യയ്ക്ക് മിനിമം ഒരു ഇന്നോവ കൊടുക്കണം, ആ സ്റ്റാറ്റസ് കൊടുക്കണം. ഭഗവാൻ അതുകൊണ്ട് നല്ല വണ്ടി ഭാര്യ കൊടുത്തിട്ട് അദ്ദേഹം ഒരു കാളപ്പുറത്തിരിക്കുകയാണ്. ഈ പാർവതിയുടെ വാഹനമായ സിംഹം ഇടയ്ക്കിടയ്ക്ക് കാളെ നോക്കും. കിട്ടിയ പിന്നെ ബെസ്റ്റ് സാധനം. ഈ സിംഹത്തിന് കാളയുടെ ഇറച്ചി വലിയ ഇഷ്ടമാണ്. പക്ഷെ പാർവതിയുടെ വാഹനം ഒരിക്കലും പരമശിവന്റെ വാഹനമായ കാളെ ആക്രമിക്കുകയില്ല. അപ്പൊ ഞാൻ കല്യാണം ചെയ്ത് എന്തുണ്ടായി? ഞാൻ കല്യാണം കഴിച്ചപ്പോൾ എൻ്റെ ഭാര്യ മിസസ് അലക്സാണ്ടർ ജേക്കബ്, കോളേജ് പ്രിൻസിപ്പളാണ്. പക്ഷെ അലക്സാണ്ടർ ജേക്കബ് സാറിന്റെ ഭാര്യ. പരമശിവൻ ചെയ്താ ഇല്ല. പരമശിവൻ എന്ത് ചെയ്തു? ഉമാമഹേശ്വരൻ, ഉമയുടെ മഹേശ്വരൻ, പാർവതി വല്ലഭൻ. പാർവതിയെ പരമശിവൻ മിസസ് പരമശിവൻ ആക്കിയ ഇല്ല. പരമശിവൻ സ്വയം വിളിച്ചു പാർവതി വല്ലഭൻ. പാർവതിയെ കല്യാണം കഴിച്ച ഗൗരി ശിവൻ, ഗൗരിയുടെ ശിവൻ. ഇതാണ് പരമശിവൻ ചെയ്തത്. ഭാര്യയുടെ കെയർ ഓഫിൽ പരമശിവൻ സ്വയം വിളിച്ചു. പരമശിവന് കുഴപ്പമൊന്നുമില്ല, പക്ഷെ ഭാര്യയുടെ കെയർ ഓഫിൽ സ്വയം വിളിക്കാൻ ഉമാമഹേശ്വരൻ, പാർവതി വല്ലഭൻ, ഗൗരി ശിവൻ എന്ന് വിളിക്കാൻ. ഇത് ഭാര്യാഭർത്തൃ ബന്ധത്തിൽ നമ്മൾ അറിഞ്ഞിരിക്കേണ്ട ഒരു ഭാവമാണ്. നിങ്ങൾ ഗൗരീശിവൻ, തിരുവനന്തപുരത്ത് ഗൗരീശിവ ക്ഷേത്രമാണ്. ഗൗരീശിവ ക്ഷേത്രം, അവിടെ ക്ഷേത്രത്തിന് മുമ്പിൽ കൂടെ നോക്കിയാൽ, ആദ്യം ഗേറ്റിൽ കൂടെ നോക്കിയാൽ പരമശിവനെ ഇങ്ങനെ കൊത്തി വെച്ചിരിക്കുകയാണ്. പക്ഷെ അവിടെ നിന്ന് 50 മീറ്റർ അപ്പുറത്ത് ചെന്നിട്ട് അപ്പുറത്തെ കഥയിൽ കൂടെ നോക്കിയാൽ പാർവതിയെ മാത്രമേ കാണത്തുള്ളൂ. ഒരേ കൃഷ്ണശിലയിൽ 1000 വർഷങ്ങൾക്ക് മുമ്പ് ഒരു മുഖം പരമശിവന്റെയും അതേ കല്ലിന്റെ മറ്റൊരു മുഖം പാർവതി, ഗൗരി ശിവൻ. അപ്പൊ ശിവഗൗരി അല്ല, ഗൗരി ശിവൻ വരച്ചു വെച്ചിരിക്കുകയാണ്. 1000 കൊല്ലത്തിന് മുമ്പ് ഒരു കൃഷ്ണശിലയിൽ നിന്ന് ആ വിഗ്രഹം ഉണ്ടാക്കിയ മഹാനായ പേരറിയാൻ പറ്റുന്ന ശില്പി ഉണ്ടല്ലോ, സമോവാദം എന്നെ പറയാൻ പറ്റുള്ളൂ. അപ്പൊ ഈ പാർവതി എങ്ങനെയാണ് ഗൗരിയായത്? പുരാണത്തിലെ കഥ വളരെ പ്രസിദ്ധമാണ്. പാർവതി വന്ന് പരമേശ്വരനോട് പറഞ്ഞു, പാർവതിന്റെ നിറം ഇച്ചിരി കറുപ്പാൻ. പാർവതി പറഞ്ഞു, ഭഗവാനെ എന്റെ തൊലി ഒന്നും വെളുപ്പിച്ച. ഈ മതാമ്മയന്മാരെ ആരെയും കാണാത്ത കാലത്ത് പാർവതിക്ക് എങ്ങനെ ഈ ആഗ്രഹം ഉണ്ടായിരുന്നെങ്കിൽ മനസ്സിലാവുന്നില്ല. പക്ഷെ തൊലി ഒന്ന് വെളുത്തണമെന്നൊരാഗ്രഹം. പരമശിവൻ ആലോചിച്ചു, ഭാര്യമാർ ഭയങ്കര സുന്ദരിമാരാണെങ്കിൽ ഭർത്താക്കന്മാരുടെ കഷ്ടകാലമാണ്. സീതാദേവി സുന്ദരിയായിപ്പോയി, ശ്രീരാമൻ അനുഭവിച്ച കഷ്ടപ്പാട് ഭയങ്കര. ഹെലന ട്രോയ് ഭയങ്കര സുന്ദരിയായിരുന്നു. 10 കൊല്ലത്തും ട്രോയ് യുദ്ധം ഉണ്ടായി, ലക്ഷക്കണക്കിന് ആളുകൾ മരിക്കുന്ന അവസ്ഥ ഉണ്ടായി. ഭാര്യമാർ സുന്ദരിമാരാണെങ്കിൽ ഭർത്താക്കന്മാരുടെ കഷ്ടകാലം. ചില സമയത്ത് പുരുഷന്മാർ കൊല്ലപ്പെട്ട് കിടക്കാണ്, കേസ് അന്വേഷിച്ചിട്ട് തുമ്പൊന്നും കിട്ടുന്നില്ല. അപ്പൊ കൂടുതൽ പേര് അറിയാൻ വേണ്ടി വീട്ടിൽ ചെന്ന് മൊഴിയെടുക്കാൻ ചെല്ലുമ്പോൾ ഭാര്യയെ കാണുമ്പോൾ ഭാര്യ സുന്ദരിയാണെങ്കിൽ അപ്പോഴും ഞങ്ങൾക്ക് മനസ്സിലാവും ഈ ഭാര്യയെ കയ്യിലാക്കാൻ വേണ്ടി ആരോ ഇവനെ തട്ടിയിരിക്കുകയാണ്. അന്വേഷിച്ചില്ലും കറക്റ്റ് സുന്ദരിയായ ഭാര്യയെ തട്ടിയെടുക്കാൻ വേണ്ടി ഭർത്താവ് കൊല്ലപ്പെട്ടിരിക്കുകയാണ്. പരമശിവനത് അറിയാം, ഭാര്യ ഭയങ്കര സുന്ദരിയാണെങ്കിൽ ഭർത്താവിന്റെ കഷ്ടകാലം. പക്ഷെ ഭാര്യ ഒരു കാര്യം റിക്വസ്റ്റ് ചെയ്തല്ലേ, ചെയ്തുകൊണ്ട് കഴിക്കാൻ പറ്റുമോ? പരമശിവൻ ആലോചിച്ചു. പരമശിവൻ എന്ത് ചെയ്തു? പാർവതിയെ ഗൗരിയാക്കി. ഗൗരി എന്ന് പറഞ്ഞാൽ ചെമ്പിന്റെ നിറമുള്ളവർ, പൂർണ്ണ വെളുപ്പല്ല. ഈ നോർവേ, സ്വീഡൻ, ഡെൻമാർക്കിലെ പോലെ ഭയങ്കര സുന്ദരി മദാമ ആക്കിയില്ല. ഇറ്റലിയിലും സ്പെയിനിലും ഒക്കെ ഉള്ള പോലെ ഇച്ചിരി ചുമന്ന കളറുള്ള ഒരു മദാമയുടെ പരിവായി കൊടുത്തു. ഗൗരി ആക്കി കൊടുത്തു, ചെമ്പ് നിറവുകളാക്കി കൊടുത്തു. ഇപ്പൊ ഭാര്യമാർ ബ്യൂട്ടീഷ്യന്റെ അടുത്ത് പോകാൻ 50 രൂപ വേണമെന്ന് പറയുമ്പോൾ അയ്യോ ഞാൻ തരത്തില്ല എന്ന് പറഞ്ഞു കളയരുത്. കാര്യം ബ്യൂട്ടീഷ്യന്മാരുടെ തലത്തൊട്ടപ്പൻ പരമശിവനാണ്. സ്വന്തം ഭാര്യ കിട്ടാണ് ആദ്യം പ്രയോഗിച്ചത്, ബ്യൂട്ടീഷ്യൻ പരിപാടി പ്രയോഗിച്ചത്. അപ്പൊ ഭാര്യമാർ സുന്ദരിയാവാൻ ആഗ്രഹിക്കുമ്പോൾ ഭർത്താക്കന്മാർ അവരെ സഹായിക്കണമെന്നും പരമശിവൻ നമ്മളെ പഠിപ്പിച്ചു തരാണ്. സ്വന്തം ഭാര്യയ്ക്ക് സഹോദരൻ ഉണ്ടാക്കി കൊടുത്ത, ഗൗരിയാക്കി കൊടുത്ത കഥ നമ്മളെ പഠിപ്പിക്കുക. അപ്പൊ പാർവതിയുടെ ഭർത്താവ് സ്വയം അറിയപ്പെട്ടു പരമശിവൻ. അങ്ങനെ പരമശിവനും പാർവതിയും കൂടി ഭാര്യാഭർത്തൃ ബന്ധത്തിലിരിക്കുകയാണ്. ഭർത്താവിന്റെ രൂപം മാറുമ്പോൾ ഭാര്യയും രൂപം മാറും. പരമശിവൻ കാളയാവുമ്പോൾ പാർവതി കാളയാവും,
പരമശിവൻ ആനയാവുമ്പോൾ പാർവതി ആനയാവും. പരമശിവൻ കുരങ്ങനാവുമ്പോൾ പാർവതി കുരങ്ങനാവും. പരമശിവന്റെ 18 അവതാരം വരുമ്പോൾ പാർവതി രൂപം മാറുകയാണ് ഓരോ തവണയും. നിങ്ങളെ പുരാണത്തിൽ ശ്രദ്ധിച്ചിട്ടുണ്ട്, ശിവപുരാണത്തില്. അതാണ് പരമശിവൻ പറഞ്ഞ് കാണിച്ചു തരുന്നത്. ഭർത്താവിന്റെ മനസ്സനുസരിച്ച് മാറാൻ ഒരു ഭാര്യയ്ക്ക് കഴിഞ്ഞിരിക്കണം. ഇത് പരമശിവൻ നമ്മളെ കൃത്യമായി പഠിപ്പിക്കുകയാണ്. അങ്ങനെ പരമശിവൻ കാളപ്പുറത്തിരിക്കുന്നു, പാർവതി സിംഹത്തിന്റെ പുറത്തിരിക്കുന്നു. പക്ഷേ ഭാര്യമാർ ഭർത്താക്കന്മാരുടെ കഴിവിനെ മനസ്സിലാക്കിയിരിക്കണം. പാലാഴിമാർ നടക്കാൻ, പാലാഴിമാർ നടന്ന് ഹലാഹല വിഷം അങ്ങോട്ട് വാസുകി അങ്ങോട്ട് അങ്ങോട്ട് ഇട്ടു കൊടുത്തു. ചതിച്ചിട്ട് കൊടുത്താൽ ആ വിഷം ഭൂമി പരന്നാൽ ജീവജാലങ്ങളും മനുഷ്യരും മരിക്കും. പരമേശ്വരൻ എന്ത് ചെയ്തു? ആ വിഷം എടുത്തിട്ട് അങ്ങോട്ട് കുടിച്ചു. പാർവതി നോക്കി നിൽക്കുകയാണ്, ഭർത്താവ് വിഷം കഴിക്കുന്നു. പാർവതി ഒറ്റ ചാട്ടത്തിന് ഒരു ഭാര്യയും ഭർത്താവിൻ ശരീരത്തിൽ ഞെക്കി പിടിക്കാൻ പാടാത്തൊരു സ്ഥലമുണ്ട്, കൊങ്ങ. അവിടെ കയറി ഒറ്റ ഞെക്കൻ വെച്ചു. ഇപ്പോഴത്തെ ഭർത്താക്കന്മാരാണ് അടി പാഴ്സൽ ചെവിക്കല്ലിൽ കിട്ടും. ഭർത്താവിന്റെ കൊങ്ങ കയറി പിടിച്ചാല് പരമേശ്വരൻ ചിരിച്ച്, പരമേശ്വരൻ വിവരം കേട്ട ഭാര്യയുടെ വിവരക്കേട് കണ്ട് ചിരിച്ചുപോയി. കാരണം ബ്രഹ്മാവ് സൃഷ്ടിയും വിഷ്ണു ഭഗവാൻ പരിപാലനവും, പരമശിവൻ സംഹാരത്തിന്റെ ദേവനാണ്. സംഹാര ദേവനായ പരമശിവൻ മരണമുണ്ടോ? മരണമില്ല. ഭാര്യയ്ക്കത് മനസ്സിലായില്ല. പരമശിവനും മരണമില്ലാത്ത ദേവനാണെന്ന് മനസ്സിലായില്ല. അതുകൊണ്ട് സ്വാർത്ഥത വെച്ചിട്ടാണ് പരമശിവന്റെ കൊങ്ങി കയറി ഞെക്കി. അപ്പൊ വിഷം അവിടെ കൺസോൾഡേറ്റ് ചെയ്യപ്പെട്ടു. അങ്ങനെ അദ്ദേഹം നീലകണ്ഠനായതല്ലോ പരമശിവൻ. അദ്ദേഹം നീലകണ്ഠൻ. അപ്പോ ഭാര്യമാർക്ക് ഭർത്താക്കന്മാരുടെ കഴിവിനെ അറിഞ്ഞിരിക്കണം. കേരളം മുഴുവൻ ആദരിക്കുന്ന ഒരു പ്രാസംഗികനുണ്ടായിരുന്നു. ഞാനൊക്കെ അദ്ദേഹത്തെ കാണുമ്പോൾ കാലത്തൊട്ട് വന്നിക്കും. ഞങ്ങൾ ഒരിക്കൽ ഒരു മീറ്റിങ്ങിൽ പ്രസംഗിച്ച മീറ്റിംഗ് തീർന്നപ്പോൾ ഒരു 10:15 മണിയായി. അപ്പൊ അദ്ദേഹം പറഞ്ഞു, അയ്യോ എനിക്ക് വീട്ടിൽ പോകാൻ വണ്ടിയില്ല, നിങ്ങളൊരു വണ്ടി പിടിച്ചു തരണമെന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ പറഞ്ഞു, അങ്ങ് ടാക്സി ഒന്നും പിടിക്കാണ്ട് ഞാൻ എൻ്റെ വണ്ടി കൊണ്ട് വിട്ടേക്കാം. അങ്ങനെ 3 സ്റ്റാറുള്ള DGPയുടെ വണ്ടിയിൽ ഞാൻ അദ്ദേഹത്തിന്റെ വീട്ടിൽ കൊണ്ടുചെന്ന് മണിയടിച്ചു. ഭാര്യയും ഇറങ്ങി. ഇവിടെ പോയി കിടക്കുകയെന്നുള്ള ഇയാൾ ഇതുവരെ ഞാനൊന്നും കിട്ടിപ്പോയി. കേരളം മുഴുവൻ ആദരിക്കുന്ന സമാരാധനായ ഒരു മനുഷ്യൻ ഭാര്യയ്ക്ക് കാശിനിട്ടങ്ങാരെ. ഇത് പല ഭാര്യമാരുടെ കുഴപ്പമാണ്. ഭർത്താക്കന്മാരുടെ കഴിവ് ഭാര്യമാർക്ക് അറിയാതെ വരുന്ന കുഴപ്പമാണ്. പാർവതിക്കുണ്ടായിരുന്ന ഈ കുഴപ്പം. മരണമില്ലാത്ത പരമശിവൻ മരിക്കുമെന്ന് പറഞ്ഞ് കയറി കൊങ്ങയ്ക്ക് പിടിച്ചു. നീലകണ്ഠനായി മാറി. ആ നീലകണ്ഠനായ പരമശിവന്റെ ആ നീലകണ്ഠത്തിൽ കയറി പിടിച്ചു ഗണപതി ഭഗവാൻ. ഗണപതി ഭഗവാൻ ഇളയ മോനല്ലേ, ഇങ്ങനെ കളിച്ചു നടക്കുക. അപ്പൻ ധ്യാനത്തിലിരിക്കുക. അപ്പന്റെ കഴുത്തിലൊരു കറുപ്പ്. ഗണപതി ഭഗവാൻ തൊട്ടു നോക്കി. എന്നിട്ട് പാർവതിയോട് ചോദിച്ചു, നമ്മൾ അപ്പന്റെ കഴുത്തിലൊരു നീല നിറമുണ്ടല്ലോ. അപ്പോ പാർവതി കഥ പറഞ്ഞു കൊടുത്തു. പാലാഴി മതം നടന്നപ്പോൾ ഇങ്ങനെ വിഷം ഛർദ്ദിച്ചപ്പോഴേ അദ്ദേഹം അതിനകത്ത് കഴിച്ചു. മരണമില്ലാത്ത ദേവനാണെന്ന് എനിക്ക് അറിഞ്ഞുകൂടായിരുന്നു. ഞാൻ കയറി കൊങ്ങയ്ക്ക് പിടിച്ച് അവിടെ കൺസോൾട്ടേറ്റ് ചെയ്തിട്ടുള്ളതാണ്. അതുകൊണ്ട് പൊന്നു മോനെ ഗണപതി, ഭൂമിയിൽ വിഘ്നം ഉണ്ടാവുമ്പോൾ അത് പരിഹരിക്കാൻ വേണ്ടിയാണ് പരമശിവൻ അത് ചെയ്തത്. പരമശിവൻ ഈ ഭൂമിയിൽ വിഘ്നങ്ങളിൽ നിന്ന് അന്ന് രക്ഷിച്ചതുപോലെ നീ ലോകത്തിലെ ഏത് മനുഷ്യന് വിഘ്നം ഉണ്ടായാലും അത് പരിഹരിക്കാൻ നീ തയ്യാറാവണം. അതുകൊണ്ട് നീ ഉണ്ടല്ലോ വിഘ്നേശ്വരനായി തീരാൻ ഭഗവതി അനുഗ്രഹിക്കാൻ. ഗണപതി ഭഗവാൻ വിഘ്നേശ്വരനാവാൻ കാരണഭൂതമായ നീലകണ്ഠ ഭാവം എങ്ങനെയുണ്ടായി? ഭാര്യയ്ക്ക് ഭർത്താവിനെ മനസ്സിലാക്കാൻ പറ്റിയില്ല. പരമശിവന്റെയും പാർവതിയുടെയും കുടുംബ ബന്ധം നമ്മൾ കൃത്യമായിട്ട് മനസ്സിലാക്കണം. തൊട്ടപ്പുറത്ത് സുബ്രഹ്മണ്യ ഭഗവാനാണ്. സുബ്രഹ്മണ്യ ഭഗവാൻ ഒരു മയിലിന്റെ പുറത്തേക്ക് ഇരിക്കുകയാണ്. മയിലിന്റെ പുറത്ത് സുബ്രഹ്മണ്യ ഭഗവാൻ ജനിച്ച കഥയൊക്കെ നിങ്ങൾക്ക് അറിയാമല്ലോ. അദ്ദേഹത്തെ അമ്മയപ്പനും എല്ലാം ചെറുപ്പത്തിൽ വളർത്തിയത്. കൃതികൾ എടുത്തുകൊണ്ട് പോയി വളർത്തി. വളർത്തിയോണ്ട് അദ്ദേഹത്തിന് കാർത്തികേയൻ, കൃതികൾ വളർത്തിയ മകനായിട്ട് കാർത്തികേയൻ എന്ന് പേര് കിട്ടി. 6 കൃതികൾ എടുത്ത് വളർത്തിയ കാരണം സുബ്രഹ്മണ്യ ഭഗവാന് 6 മുഖങ്ങളുണ്ടായി. അതുകൊണ്ട് ഷൺമുഖൻ എന്ന് വിളിച്ചു. മലയാളത്തിൽ നമ്മൾ അറുമുഖൻ എന്ന് വിളിക്കും. അറുമുഖനെ ചേർത്ത് പ്രസിദ്ധമായ പാട്ടല്ലേ, സുന്ദരമായ പാട്ടാണ് അറുമുഖൻ. പിന്നെ ആ മുഖമെല്ലാം കൂടെ ഒന്നായി. നിങ്ങൾക്കറിയാവുന്ന കഥ അനുസരിച്ച് ഒന്നായി. അത് കഴിഞ്ഞ് പാർവതി പറഞ്ഞു, പൊന്നുമോനെ, നിന്നെ വളർത്തേണ്ട പ്രായത്തിന് നിങ്ങൾ വളർത്തിയില്ല, നിന്നെ കൃതികളെടുത്ത് വളർത്തിയതാണ്. അതുകൊണ്ട് ഞാൻ നിനക്കൊരു വരം തരാൻ പോവാണ്. ഒരമ്മ പെൺകുട്ടിയെ കൊണ്ട് നിന്റെ അടുത്തൊന്ന് പ്രാർത്ഥിച്ച ആ പെൺകുട്ടി വലിയ സുന്ദരിയായി തീരും. ഏത് പുരുഷൻ കണ്ടാലും ആഗ്രഹിക്കുന്ന ഒരു പെൺകുട്ടിയായി അവൾ വളർന്നു വരും. അദ്ദേഹത്തിന് ഈ വരം കെട്ടിക്കഴിഞ്ഞപ്പോൾ
ഹിന്ദുക്കളുടെ കുടുംബങ്ങളിൽ എവിടെയെങ്കിലും പെൺകുട്ടി ജനിച്ചാൽ ഉടൻ തന്നെ പെൺകുട്ടിയെ കൊണ്ട് ഏറ്റവും അടുത്ത സുബ്രഹ്മണ്യൻ സ്വാമിയുള്ള ക്ഷേത്രം കണ്ടുപിടിക്കും. അവിടെ പോയി പ്രാർത്ഥിക്കും. സുബ്രഹ്മണ്യ സ്വാമിയോട് പ്രാർത്ഥിച്ചാൽ പെൺകുട്ടികൾ ഏത് പുരുഷനും ആകർഷിക്കപ്പെടുന്ന പെൺകുട്ടിയായി മാറും. അമ്മ പറഞ്ഞു, മോനെ, നീ ഉണ്ടായ സമയത്ത് നിന്നെ ഗർഭത്തിലിട്ട് വളർത്തി പ്രസവിച്ച് വളർത്താനുള്ള ഭാഗ്യം എനിക്കുണ്ടായില്ല. അതുകൊണ്ട് ഞാൻ നിനക്കൊരു വരം തരികയാണ്. ഏതെങ്കിലും ഒരു ഗർഭിണി നിന്റെ അടുത്തുനിന്ന് പ്രാർത്ഥിച്ചാൽ ആ ഗർഭത്തിന് ഛിദ്രം ഉണ്ടാവുകയോ ആ പ്രസവത്തിൽ ഒരു കുഴപ്പം ഉണ്ടാകാതെ സുഖപ്രസവം ഉണ്ടാവാൻ ഉള്ള വരം ഞാൻ നിനക്ക് തരികയാണ്. അതുകൊണ്ട് ഹിന്ദു സ്ത്രീ ഗർഭിണിയായാൽ സ്ത്രീ എന്ത് ചെയ്യും? സുബ്രഹ്മണ്യ സ്വാമിക്ക് പോകും. സുബ്രഹ്മണ്യ സ്വാമിയുടെ അടുത്ത് നിന്ന് ഗർഭിണി പ്രാർത്ഥിച്ചാൽ അതിനൊരു ഛിദ്രം ഉണ്ടാവില്ല, ഒരു സിസേറിയനും ഉണ്ടാവില്ല, സുഖപ്രസവം ഉണ്ടാവും. അപ്പൊ പെൺകുട്ടികളെ സുന്ദരികളാക്കുന്ന ഈ ഭഗവാന് ഇരിക്കാൻ എന്ത് ചെയ്തു? സൗന്ദര്യമുള്ള ഒരു പക്ഷിയെ കൊടുത്തു. പീലി വിടർത്തി ആടുന്ന ആൺമയിലിനെ കണ്ടു നിൽക്കാത്ത ഏതെങ്കിലും ഒരു പുരുഷൻ ഭൂമിയിലുണ്ടോ? ഏതെങ്കിലും ഒരു മനുഷ്യൻ ഭൂമിയിലുണ്ടോ? സൗന്ദര്യത്തിന്റെ ഭാവമാണ് ആ പീലി. ഭഗവാൻ കൃഷ്ണൻ നെറ്റിയിൽ മയിൽപ്പീലി അണിഞ്ഞുകൊണ്ട് നടന്നു. ഞങ്ങളുടെ വേദവത്തിൽ ശലോമോൻ രാജാവ് ഒരു ദേവാലയം പണിയണം. ആ ദേവാലയത്തിന്റെ മദ്ബഹ മയിൽപ്പീലോട് അലങ്കരിക്കാൻ തീരുമാനിച്ചു. പക്ഷെ ജെറുസലേമിലോ ഈജിപ്തിലോ അങ്ങനെ മയിൽപ്പീലി ഉണ്ടാകും. അതുകൊണ്ട് ഇന്ത്യയിലെ കേരളത്തിൽ നിന്നുള്ള കപ്പൽക്കാരോട് പറഞ്ഞു, നിങ്ങൾ ഈ മയിൽപ്പീലി കൊണ്ടുവരാൻ പറഞ്ഞു. അങ്ങനെ തർസീസ് കപ്പലുകൾ കൊണ്ടുവന്ന് വേദോസരപ്പെടുകയാണ്. തുറവശർ എന്ന് പറഞ്ഞാൽ നാവികരുണ്ട് കേരളത്തിൽ, ഇന്ത്യയിലെ, അവരാണ് കൊണ്ടുപോയത്. ആ മയിൽപ്പീലി ജെറുസലേം ദേവാലയത്തിന് ബദ്ബഹാലങ്കരിച്ചു. ആ മയിൽപ്പീലിയെ 3000 കൊല്ലത്തിന് സുറിയാനി വേദോസത്തിൽ വിളിച്ചു, തൂക്കി എന്ന് വിളിച്ചു. എവിടുന്നാണ് തൂക്കി വരുന്നത്? തമിഴ് ഭാഷയിൽ ആ മയിലിന്റെ പേരാണ് തോഗേ. ആ തോഗേ എന്ന വാക്കാണ് 3000 വർഷത്തിന് മുമ്പ് ഞങ്ങളുടെ സുറിയാനി വേദപുസ്തകത്തിൽ തൂക്കിയായി മാറിയത്. അപ്പൊ പൂജാദ്രവ്യങ്ങൾ വെക്കാൻ വേണ്ടി ആനക്കൊമ്പ് കൊണ്ട് അലങ്കരിച്ച ഒരു മേശ ഉണ്ടാക്കി. ആനക്കൊമ്പ് എവിടെ നിന്ന് വന്നു? ജെറുസലേമിൽ ആനയുണ്ടാകും. ഇന്ത്യയിൽ കേരളത്തിൽ നമ്മൾ കൊണ്ടുപോയി, കൊടുങ്ങല്ലൂർ നാണെന്നോ വിഴിഞ്ഞത്താണെന്നോ അറിഞ്ഞൂടാ, കൊണ്ടുപോയി. ആ ആനക്കൊമ്പനെ വേദപുസ്തകത്തിൽ വിളിച്ചു കാളഫ്, KLEPH. എവിടെ നിന്ന് ഈ കാളഫ്? സംസ്കൃതത്തിൽ ആനയുടെ പേരാണ് കളഫം. അതാണ് സുറിയാനിയിൽ വേദപുസ്തകത്തിൽ കാളഫ് എന്ന് പ്രയോഗിച്ചിരിക്കുന്നത്. ഈ നാവികർ ഒരു മൃഗത്തിന്റെ കളിയൊക്കെ പറ്റി പറഞ്ഞപ്പോൾ ശലോമോൻ പറഞ്ഞു, ആ മൃഗത്തെ ഒന്ന് കൊണ്ടുവരാൻ പറഞ്ഞു. അടുത്തവണ മൃഗത്തെ കൊണ്ടുപോയി. അതൊരു കുരങ്ങനായിരുന്നു. കുരങ്ങന്റെ കളിയെ കണ്ട് ശലോമോന് വളരെ ഇഷ്ടപ്പെട്ടു. ആ കുരങ്ങനെ വേദപുസ്തകത്തിൽ 3000 കൊല്ലത്തിന് സുറിയാനി ഭാഷയിൽ വിളിച്ചു കപി, KPHI. സംസ്കൃതത്തിൽ കുരങ്ങന്റെ പേരാണ് കവി. അതുകൊണ്ടാണ് നമ്മൾ ഹനുമാനെ കബീന്ദ്രൻ എന്ന് വിളിക്കുന്നത്. ആ കവി വരുന്നത് സംസ്കൃതത്തിൽ നിന്നാണ്. ഇങ്ങനെ 22 വാക്ക് ഞങ്ങളുടെ വേദോത്സവത്തിലുണ്ട്, ഈ തമിഴും സംസ്കൃതത്തിൽ. അതിൽ ഏറ്റവും പ്രധാനമാണ് ഈ മയിൽപ്പീലി, സൗന്ദര്യ ലക്ഷണം. അതുകൊണ്ട് പെൺകുട്ടികളെ സുന്ദരികളാക്കുന്ന സുബ്രഹ്മണ്യ ഭഗവാന് സൗന്ദര്യമുള്ള മയിലിനെ വാഹനമായി കൊടുത്തു. അമ്മ 2 പേരും അങ്ങോട്ട് കൊടുത്തപ്പോഴേ അപ്പം പുറകോട്ട് മാറാൻ പറ്റുമോ? അപ്പം പറഞ്ഞു, മോനെ, ഞാൻ നിനക്ക് അനുഗ്രഹം തരാണ്. നീ ഭൂതങ്ങളെ എവിടെയിട്ടും പിടിക്കാനുള്ള ഭൂതനാഥനായി ഞാൻ നിനക്ക് വരം തരാണ്. അപ്പൊ ഭൂതശല്യം ഉണ്ടെങ്കിൽ സുബ്രഹ്മണ്യ സ്വാമിയെ പൂജിച്ചാൽ മതി. സുബ്രഹ്മണ്യ സ്വാമി ഭൂതത്തെ പിടിക്കാം. അപ്പൊ ഭൂതം പറന്നങ്ങ് പോയി കഴിഞ്ഞാൽ ഓടിച്ചെന്ന് പിടിക്കേണ്ടവനെ. താഴെ പോകുന്ന കാളയുടെ ചുമത്തിനെ പുറത്ത് ഭൂതത്തെ പിടിക്കാൻ പറ്റുമോ? മയിലിന്റെ പുറത്ത് പാറമേന്ന് ഭൂതത്തെ ഒരു പിടിയങ്ങ് പിടിക്കും. അതുകൊണ്ട് പറക്കാനുള്ള പക്ഷിയെ സുബ്രഹ്മണ്യന് വാഹനമായി കൊടുത്തു. പാർവതിയുടെ വാഹനമായി സിംഹ ഇടയ്ക്കിടയ്ക്ക് തിരിഞ്ഞ് നോക്കും. ഈ മയിലിനെ കിട്ടിയ തിന്നാൻ ബെസ്റ്റ് സാധനമാണ്. സിംഹ മയിലിനെ പിടിക്കുന്ന നിങ്ങൾ ഡിസ്കവറി ചാനൽ കണ്ടിട്ടുണ്ടാവും. സിംഹ ഓടി വന്ന് മയിലിനെ കഴുത്തപ്പിച്ച് കുടയും കുടയും, അത് മയിൽ എത്തും, പിന്നെ മയിലിനെ ഭക്ഷിക്കും. പക്ഷെ പാർവതിയുടെ വാഹനമായി സിംഹ ഒരിക്കലും സുബ്രഹ്മണ്യത്തിന്റെ വാഹനമായി മയിലിനെ പിടിക്കാൻ പോകില്ല. സുബ്രഹ്മണ്യത്തിന്റെ വാഹനമായ മയില് ഇടയ്ക്കിടയ്ക്ക് പരമശിവന്റെ കഴുത്തിലോട്ട് നോക്കും. അവിടെ വാസുകി ഇങ്ങനെ കിടപ്പുണ്ട്. മയിലിന് വളരെ ഇഷ്ടമായി പാമ്പിന്റെ ഇറച്ചി വാസുകി. പക്ഷേ സുബ്രഹ്മണ്യത്തിന്റെ വാഹനമായ മയിൽ എപ്പോഴെങ്കിലും വാസുകി പിടിക്കാൻ പോവോ? ഇല്ല. വാസുകി ശങ്കരന്റെ കഴുത്തി കിടക്കുകയായതുകൊണ്ട് വാസുകിയെ വിളിച്ചു, ശങ്കരാഭരണം എന്ന് വിളിച്ചു. പരമശിവന്റെ കഴുത്തി കിടന്നുകൊണ്ട് ആ വാസുകി പത്തി മേപ്പോട്ടും കീപ്പോട്ടും ഇങ്ങനെ ആക്കും. ആ മുറുക്കൻ പാമ്പിന്റെ പത്തി മേപ്പോട്ടും കീപ്പോട്ടും പോകുന്ന ആരോഹണോ അവരോഹണോ കർണാടക സംഗീതത്തിൽ രാഗമായി മാറി. ആ പത്തി പോകുന്ന ആരോഹണോ അവരോഹണോ അതിനെ ശങ്കരാഭരണം എന്ന് വിളിച്ചു. ആ ശങ്കരാഭരണ രാഗത്തിൽ പ്രസിദ്ധമായ സിനിമ എന്നുണ്ടായിരുന്നു, ശങ്കരാഭരണം. ആ സംഗീതം പരമശിവന്റെ പ്രത്യേകതയായി. അതുകൊണ്ടാണ് ശങ്കര നാദശരീരാപര എന്ന് പറയുന്നത്. മറ്റു ദേവന്മാരുടെ ശരീരം കൊണ്ട് വർണ്ണിക്കും, പരമശിവൻ നാദശരീരാപരനാണ്. അതായത് സംഗീതത്തിന്റെ ദേവഭാവത്തിൽ
വരുന്നു ശങ്കരൻ. അപ്പോൾ ഏറ്റവും മൂത്ത ചേട്ടൻ ദക്ഷൻ, അയാളുടെ ആയിരുന്നു ഇന്ദ്രപ്രസ്ഥം, ഡൽഹി. ഇളയാള് വാസുകി, ഏറ്റവും ഇളയനിയൻ ആരാണ്? അനന്തൻ. ആ അനന്തന്റെ പുറത്താണ് നമ്മുടെ പത്മനാഭസ്വാമി തിരുവനന്തപുരത്ത് കിടക്കുന്നത്. ചേട്ടന്റെ പേര് ഇന്ത്യയുടെ തലസ്ഥാനം, അനിയന്റെ പേര് കേരളത്തിന്റെ തലസ്ഥാനം. എത്ര രസകരമാണ് കണക്ഷൻ എന്ന് മനസ്സിലാക്കും. വാസുകി. അപ്പൊ ഈ പാമ്പിനെ മയിലിനൊരു ഇഷ്ടമാണ്. പക്ഷെ സുബ്രഹ്മണ്യന്റെ വാഹനമായ മയിൽ ഒരിക്കൽ എത്തി ആ പാമ്പിനെ പിടിക്കാൻ പോകുകയില്ല. അതിനപ്പുറത്ത് ഇളയ അനിയൻ ഗണപതി ഉണ്ട്. ഗണപതി ഭഗവാന് ഒരു എലിയുടെ പുറത്തായിരിക്കുന്നു. എലിയുടെ പുറത്ത് അമ്മമാര് കുഞ്ഞുങ്ങളെയും കൂട്ടി ഗണപതി ക്ഷേത്രത്തിൽ വരും. കൊട്ടാരക്കര ഗണപതി ക്ഷേത്രത്തിൽ ഒരു കുട്ടി അമ്മയോട് ചോദിച്ചു, എന്റെ അമ്മോ, ഈ ആന കയറി ആ എലിയുടെ പുറത്തുനിന്ന് എലി അങ്ങ് ചതഞ്ഞരഞ്ഞു പോകത്തില്ലേ? കൊച്ചുകുട്ടിയുടെ സംശയമാണ്, മിഡിൽ സ്കൂളിൽ പഠിക്കുന്ന കുട്ടിയുടെ. ആന കയറി എലിയുടെ പുറത്തുനിന്ന് എലിയുടെ ആഫീസ് കൂട്ടത്തില്ലേ? പക്ഷെ ഗണപതി ഇരുന്നാല് എലിക്കൊന്നും പറ്റിയില്ല. കാരണം എന്നറിയാമോ? ഗണപതി വിഘ്നേശ്വരനാണ്. ഭൂമിയുടെ ഗുരുത്വാകർഷണം അല്ലെങ്കിൽ ഗ്രാവിറ്റി എന്ന് പറയുന്ന വിഘ്നം ഗണപതിക്ക് ബാധകമല്ല. അതുകൊണ്ട് ഗണപതിക്ക് ഭാരമില്ല. അതുകൊണ്ട് ഗണപതി ഇരുന്ന എലിക്കൊന്നും പറ്റിയില്ല. പക്ഷെ ഗണപതി ഭഗവാൻ ഇന്ത്യയിലെ എല്ലാ ക്ഷേത്രത്തിലും എലിയുടെ പുറത്താണ് ഇരിക്കുന്നത്? അല്ല. ഇന്ത്യയിലെ 100 ഗണപതി ക്ഷേത്രം എടുത്താൽ 60 ക്ഷേത്രത്തിലും ഗണപതി ഭഗവാൻ ഇരിക്കുന്നത് സിംഹത്തിന്റെ പുറത്താണ്. ഗണപതി ഇങ്ങനെ അമ്മ എടുത്ത്, അമ്മയുടെ വണ്ടി ഒന്നും ആണല്ലോ, നീ എടുത്തോണ്ട് പോടാന്ന്. കാരണം ലോകത്തിലെ എല്ലാ സ്ത്രീകൾക്കും ഭൂമിയിൽ ഏറ്റവും ഇഷ്ടം അവസാനമായി ഗർഭപാത്രം തുറന്ന് പുറത്തുപോയ കുട്ടി, ആണായാലും പെണ്ണായാലും, ആ കുട്ടിയേക്കാൾ വലുതായി ഒരമ്മയ്ക്ക് ഈ ഭൂമിയിൽ വേറെ ഒന്നുമില്ല. ഇനി അവസാനം ഗർഭപാത്രം തുറന്നു പോയ കുട്ടി ഒരു ആൺകുട്ടിയുടെ ആയാക്കാൻ കേട്ടല്ലോ, പോക്ക് കേസാണ് മലയാളത്തിൽ പറയുന്നില്ല. അവൻ പറഞ്ഞാൽ അപ്പുറത്ത് അപ്പീലില്ല അമ്മയ്ക്ക്. അതുകൊണ്ട് തന്നെ ഇളയ മാമ അമ്മയുടെ വണ്ടി ഒന്ന് വേണമെന്ന് പറയുമ്പോൾ കൊണ്ടുപോകണമെന്ന് പറയും. അപ്പന്മാർക്ക് ഈ ഭൂമിയിൽ ഏറ്റവും ഇഷ്ടം മൂത്ത മോളോടാണ്. മൂത്ത മോള് പറഞ്ഞാൽ ഒരപ്പനും അപ്പീലില്ല. അമ്മ എന്നത് അമ്മയമ്മ ഒരു കിടക്ക് പറയാന്ന് പറയും. ഭാര്യ എന്ന് എന്തേലും പറഞ്ഞാൽ നീ പോടി. പക്ഷെ ഭാര്യ പറഞ്ഞിട്ടാ ഭർത്താവ് കേട്ടില്ലേ, അമ്മ ഒരു പണി പറ്റിക്കും. മൂത്ത മോളെ നീ എന്നൊന്ന് പറയാൻ പറയും. മൂത്ത മോൾ അപ്പൊ ഇന്നൊരു സിനിമയ്ക്ക് പോകണമല്ലോ, അല്ല മോളെ മോക്ക് ഏത് സിനിമ വേണം? അപ്പോഴേ റെഡി. അപ്പം പോയി. ഇതൊരു സൈക്കോളജിയാണ്, ഞാൻ പറയുന്നല്ല കേട്ടോ. സിഗ്മണ്ട് ഫ്രോയിഡ് എന്ന വിശ്വപ്രസിദ്ധനായ മനഃശാസ്ത്രജ്ഞൻ പറയുന്നതാണ്. എല്ലാ അമ്മമാർക്കും ഏറ്റവും ഇഷ്ടം ഇളയ കുട്ടിയോട്, എല്ലാ അമ്മമാർക്കും ഏറ്റവും ഇഷ്ടം മൂത്ത മോളോട്. അതാണ് സൈക്കോളജി. ഈ സൈക്കോളജി ഗണപതി എടുത്ത് പ്രയോഗിച്ചു. അമ്മയുടെ വണ്ടി എടുത്തുകൊണ്ട് പോക്കാണ്. 100 ക്ഷേത്രത്തിൽ 30 ക്ഷേത്രത്തിൽ ഗണപതി ഇരിക്കുന്ന മയിലിന്റെ പുറത്താണ്. അമ്മയുടെ വണ്ടി കിട്ടിയില്ല. ഗണപതി ഭഗവാൻ ഇങ്ങോട്ട് വരും, ചേട്ടന്റെ വണ്ടി ഒന്നും വേണമല്ലോ, നീ കൊണ്ടുപോകണം. മയിലിന്റെ പുറത്തൊരു പോക്കം പോകും. സിംഹത്തെ മയിലിനെയും കിട്ടിയില്ല. ഗണപതി ഭഗവാൻ എന്തേ അറിയാമോ? വാസുകിയെ നീ ഒന്ന് ഇറങ്ങി വാ. അതെ, വാസുകി ഇറങ്ങിച്ചല്ലേ. വാസുകിയുടെ പുറത്ത് കയറി അങ്ങ് പോകും. 9 ക്ഷേത്രങ്ങളിൽ ഗണപതി ഭഗവാൻ ഇരിക്കുന്നത് പാമ്പിന്റെ പുറത്താണ്. 60 ക്ഷേത്രങ്ങളിൽ ഇരിക്കുന്നത് സിംഹത്തിന്റെ പുറത്താണ്. 30 ക്ഷേത്രങ്ങളിൽ ഇരിക്കുന്നത് മയിലിന്റെ പുറത്താണ്. 100-1 ക്ഷേത്രത്തിലെ ഗണപതി ഭഗവാൻ എലിയുടെ പുറത്തിരിക്കൊള്ളു. ഇത് പരമശിവന്റെ കുടുംബത്തിന്റെ ഒരു പ്രത്യേകതയാണ്. ഈ വാഹനം വെച്ച് മനസ്സിലാക്കുമ്പോഴത് മനസ്സിലാകും. പരമശിവന്റെ കരുത്തിൽ കിടക്കുന്ന ശങ്കരാഭരണം ഇടയ്ക്കിടയ്ക്ക് കീഴ്പോട്ട് നോക്കും. പാമ്പിന് ഏറ്റവും ഇഷ്ടം എലിയെ തിന്നുന്നു. പക്ഷെ വാസുകി ഒരിക്കലും ഇളയ മോന്റെ വാഹനത്തെ പിടിക്കാൻ പോകില്ല. ചേട്ടന്റെ വാഹനമായ സുബ്രഹ്മണ്യത്തിന്റെ വാഹനം മയിൽ ഇടയ്ക്കിടയ്ക്ക് കീഴ്പോട്ട് നോക്കും. മയിലിന് വലിയ ഇഷ്ടമായി ഈ എലിയെ പിടിച്ചു തിന്നുന്നത്. പക്ഷെ ആ മയിൽ കീഴ്പോട്ട് നോക്കിയാലും അനിയന്റെ വാഹനത്തെ തിന്നാൻ പോവുകയില്ല. പരമശിവന്റെ കുടുംബം നമ്മളൊരു പരിപാടി പഠിപ്പിക്കുകയാണ്. ഓരോ കുടുംബത്തിലും അപ്പനൊരു സ്വഭാവം, അമ്മയ്ക്കൊരു സ്വഭാവം, ചേട്ടനൊരു സ്വഭാവം, അനിയനൊരു സ്വഭാവം. ഈ വൈരുദ്ധ്യങ്ങളെ സമഞ്ജസ സമ്മേളനമായി എപ്പോൾ കൊണ്ടുപോകുമോ അപ്പോൾ മാത്രമേ സന്തോഷമുള്ള കുടുംബം ഉണ്ടാവുള്ളൂ. അവിടെയാണ് മഹാദേവന്റെ കുടുംബ സൃഷ്ടി കൃത്യമായിട്ട് മനസ്സിലാക്കേണ്ടത്. ആ കുടുംബത്തിന്റെ സ്ട്രക്ചർ, അവിടെ നമ്മളുടെ റിലേഷൻ നമ്മൾ പഠിക്കേണ്ട ഒരു പാഠമാണ്. ഹാപ്പി ഫാമിലി ഉണ്ടാക്കാൻ ഉള്ള വലിയ പാഠം നമ്മളെ പഠിപ്പിക്കുകയാണ് മഹാദേവന്റെ ആ കുടുംബ സ്ട്രക്ചർ. ഇനി ആ മഹാദേവന്റെ കുടുംബ സ്ട്രക്ചറിൽ വളരെ പ്രത്യേകമായി നമ്മൾ ശ്രദ്ധിക്കാനുള്ള അപ്പിയറൻസിൽ ശ്രദ്ധിക്കാനുള്ള കാര്യമാണ്. എന്താണ്? മഹാദേവന് തലയിൽ ഗംഗാനദിയെ വഹിക്കുകയാണ്. ഗംഗാനദി ഭൂമിയിലേക്ക് വരും. അപ്പോൾ ഭാരം താങ്ങും. പരമശിവൻ പറഞ്ഞു, ഞാൻ താങ്ങിക്കൊള്ളാമെന്ന്. അങ്ങനെ ഗംഗാനദിയെ തലയിലേക്ക് സ്വീകരിച്ചിട്ട് അത് ഭൂമിയിലേക്ക് ഒഴുകി വരികയാണ്.
ഇത് ചരിത്രത്തിലെ പ്രധാനപ്പെട്ട ഒരു ഒരു സംഭവമാണ്. പണ്ട് ഗംഗാനദി ഉത്തരാഖണ്ഡിൽ നിന്ന് ആരംഭിച്ച് ഒഴുകി ഗോമുഖത്ത് വരും. ഗോമുഖത്ത് വന്നിട്ട് അത് ഒഴുകിപ്പോയി സരസ്വതി നദിയിൽ ലയിച്ച ശേഷം അത് ഒരുമിച്ച് ലയിച്ച് ഗുജറാത്തിൽ പോയി ഗൾഫ് ഓഫ് കാംബയിൽ പോയിട്ടാണ് ഗംഗാനദി വീണുകൊണ്ടിരുന്നത്. അങ്ങനെ ഇരിക്കുമ്പോൾ 4000 വർഷങ്ങൾക്ക് മുമ്പ് ഒരു വലിയ ഭൂമി കുലുക്കുമ്പോൾ ഒരു സംഭവം ഉണ്ടായി. അവിടെ 2000 അടി പൊക്കത്തിൽ ഗോമുഖത്തിൽ ഒരു മല പൊങ്ങി വന്നു. പക്ഷെ മലയ്ക്ക് വിള്ളലുകളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ വർഷകാലം മഴക്കാലം ആവുമ്പോൾ ഈ വിള്ളലുകൾക്കിടയിലൂടെ സരസ്വതി നദി ഒഴുകി ഇപ്പുറത്ത് വരും. അപ്പം സപ്തസൈന്ധവം എന്ന് പറയുന്ന 7 നദീതീരത്താണ് ഇൻഡസ് വാലി സിവിലൈസേഷൻ ഉണ്ടായിരുന്നത്. സൈന്ധവ നദീ സംസ്കാരം. ജലം, ചിനാബ്, രവി, ബിയാസ്, സത്ലജ്, സിന്ധു, സരസ്വതി, 7 നദികൾ. അതിൽ ഏറ്റവും വലിയ നദി സരസ്വതിയാണ്. സൈന്ധവ നദീ സംസ്കാരത്തിന് 1500 പട്ടണങ്ങളിൽ 750 പട്ടണം ഇരിക്കുന്നത് സരസ്വതി നദീ തീരത്താണ്. പക്ഷെ ഈ ഗോമുഖത്തിൽ ഈ മല പൊങ്ങി വന്നപ്പോ വർഷകാലത്ത് മാത്രം വെള്ളം ഓവർഫ്ലോ ചെയ്യും. മഴക്കാലം അല്ലാത്തപ്പോഴോ വെള്ളം ഇപ്പുറത്ത് വരത്തില്ല. അപ്പൊ എന്ത് പറ്റും? സരസ്വതി നദി കുളങ്ങളായി കിടന്നിരുന്നു. ഈ കുളത്തിന് സംസ്കൃതത്തിലുള്ള പേരാണ് സരസ്. സരസ്സുകൾ ചേർന്നുള്ള നദി ആയതുകൊണ്ട് സരസ്വതി എന്നതിനെ പേര് വിളിച്ചു. ഋഗ്വേദത്തിൽ സരസ്വതിയെ പറ്റി പറയുന്നുണ്ട്, ഇടയ്ക്കിടയ്ക്ക് കണ്ടും കാണാതെയുമാവും സരസ്വതി. മഴക്കാലത്ത് കാണാൻ പറ്റുന്ന സരസ്വതിയെ പിന്നെ കാണാൻ പറ്റിയല്ല. ഈ സമയത്താണ് ശ്രീരാമേന്ദ്രന്റെ മുതുമുത്തച്ഛൻ ഭാഗീരഥൻ, അദ്ദേഹം എന്തെന്നറിയാമോ? അദ്ദേഹം ഈ ഗോമുഖത്തിലെ പൊങ്ങി വന്ന ഈ മലയുടെ വിള്ളൽ മുഴുവൻ പാറയും മണ്ണുവിട്ട് അങ്ങോട്ട് അടച്ചു കഴിഞ്ഞപ്പോൾ സരസ്വതി ഗംഗാനദി വന്നിട്ട് ഈ ഗോമുഖത്തിൽ അടിച്ചു കഴിഞ്ഞാൽ ഇടത്തോട്ട് തിരി. അവിടെയാണ് ആ നദിക്ക് ആ മലയെ വിള്ളലടച്ച ആ ശ്രീരാമേന്ദ്രന്റെ മുത്തച്ഛന്റെ പേരിൽ തന്നെ നദിക്ക് പേരിട്ട് ഭാഗീരഥി. ഭാഗീരഥനാണ് ഈ പ്രോസസ് ചെയ്തത്. ഭാഗീരഥി അവിടുന്ന് അളകനന്ദായി വന്ന് ചേരും. അളകനന്ദ അതുവഴി വന്നിട്ട് ഗംഗയും യമുനയും കൂടെ ജോയിൻ ചെയ്യുന്ന ത്രിവേണി സംഗമത്തിൽ വന്ന് ചേരും. വന്ന് ചേരുന്നതിന് 12 കൊല്ലം കൂടിയിരിക്കുമ്പം നമ്മൾ കുംഭമേള ആഘോഷിക്കും. അങ്ങനെ 12 തവണ കുംഭമേള ആഘോഷിച്ചിട്ട് 144ാമത്തെ വർഷം മഹാകുംഭമേള ഉണ്ടാവും. ആ മഹാകുംഭമേള ചെയ്താൽ എന്ത് പാപം ചെയ്തവനാണേലും, മുൻജന്മപാപമോ പൂർവികളുടെ പാപമോ കർമ്മപാപമോ എന്തുണ്ടെങ്കിലും അയാൾ മോക്ഷത്തിൽ പോകും. വേദവ്യാസൻ മഹാഭാരതത്തിൽ സത്യവിധ തന്നിരിക്കുക. അതുകൊണ്ട് ഇത്തവണത്തെ മഹാകുംഭമേളയ്ക്ക് കാണാൻ പോയത് 6 കോടി ജനങ്ങളാണ്. 52 രാജ്യങ്ങളിൽ നിന്ന് 6 കോടി ജനങ്ങൾ. പക്ഷെ ഞങ്ങളുടെ ഭാഗ്യത്തിന് ടെലിവിഷൻ കണ്ടുപിടിച്ചു. വേദവ്യാസന ടെലിവിഷൻ ഇല്ല. നമ്മൾ ടെലിവിഷൻ ഓൺ ചെയ്തിട്ട് ത്രിവേണി സംഗമത്തിലെ മഹാകുംഭമേള മുഴുവൻ കണ്ടു. വേദവ്യാസൻ പറയുന്നതനുസരിച്ച് നിങ്ങൾ ഞാനും എന്ത് മുൻജന്മഭാവവും പൂർവിയുടെ ഭാവം ഉണ്ടെങ്കിലും മോക്ഷം കിട്ടി നമുക്കെല്ലാം. കഴിഞ്ഞ ഫെബ്രുവരി 24 നമ്മളിരുന്ന് ടെലിവിഷൻ കണ്ടില്ലേ മഹാകുംഭമേള? അത് ആര് കണ്ടാലും മോക്ഷം കിട്ടും. ടെലിവിഷനിൽ കണ്ടാൽ മോക്ഷമൊന്നും വേദവ്യാസം പറഞ്ഞിട്ടുണ്ടോ? ഇല്ല. അപ്പൊ നമ്മളത് കണ്ടത് കാരണം നമ്മൾ രക്ഷപ്പെട്ടു, മോക്ഷം കിട്ടി. പിന്നെ മോക്ഷം കിട്ടണമെങ്കിൽ മറ്റൊരു പരിപാടിയുള്ളൂ. 6 ഗ്രഹങ്ങളും ഒരേ ലൈനിൽ വരുന്നത് കണ്ടാൽ എല്ലാ പാപവും പൂർവികരുടെ ഭാവവും പൂർവജന്മ ഭാവവും എല്ലാം കളഞ്ഞിട്ട് മോക്ഷം കിട്ടുമെന്ന് വേദവ്യാസം പറഞ്ഞു. പക്ഷെ നിങ്ങളുടെ എൻ്റെ ഭാഗ്യത്തിന് 344 വർഷത്തിന് ശേഷം 2025 ഏപ്രിൽ 6-ന് ഈ 6 ഗ്രഹങ്ങൾ ഒരേ നിലയിൽ വന്നു. ബുധൻ, ശുക്രൻ, ഭൂമി, ചൊവ്വ, വ്യാഴം, ശനി ഒരു ലൈനിൽ വന്നു. നമ്മൾ ടെലിവിഷനില് മാർച്ച് 26-ന് ടെലിവിഷനിൽ കണ്ടു 6 ഗ്രഹം ഒന്ന് ചേർന്നു. വേദവ്യാസം പറയുന്ന ആ ഡെഫിനേഷൻ അനുസരിച്ചും നമുക്ക് മോക്ഷം കിട്ടി. 2 നമ്മൾ കണ്ട് ഈ കൊല്ലം 2025-ല് അങ്ങനെ ടെലിവിഷനിൽ കൂടെ കണ്ടിട്ട് മോക്ഷം കിട്ടി. അപ്പൊ ഈ വലിയ കോൺഫ്ലുവൻസ് ത്രിവേണി സംഗമത്തിൽ വന്ന് ചേർന്ന ശേഷം ഗംഗാ നദി UP കൂടെ ഒഴുകി, ബീഹാറിൽ കൂടെ ഒഴുകി, ബംഗാളിൽ കയറി ബംഗ്ലാദേശിലൂടെ ബേ ബംഗാളിൽ പോയി. അപ്പൊ സിന്ധു നദീ സംസ്കാരം നശിച്ചുപോയി ഈ ഒരു ഫിനോമിനൻ കാരണം. പക്ഷേ അത് ഗംഗാ സമുദ്രത്തിലുള്ള സനാതന ധർമ്മത്തിന്റെ വലിയ രൂപവും ഭാവവുമായി മാറി. അപ്പോൾ ഈ ഗോമുഖത്തിൽ ഇത് ഗംഗാനദി വന്ന് ഇടിച്ച് ഭാഗീരഥിയായിട്ട് തിരിയുന്ന സ്ഥലമില്ലേ, അവിടെ ഇരിക്കുന്നത് എന്താണെന്നറിയാമോ? ഒരു മഹാദേവന്റെ ക്ഷേത്രമാണ്. ആ മഹാദേവന്റെ ക്ഷേത്രത്തില് ഭഗവാൻ ഇങ്ങനെ തിരിഞ്ഞിരിക്കുകയാണ്. ഭഗവാന്റെ പുറകിൽ വന്നിട്ടാണ് ഗംഗാനദി അടിക്കുന്നത്. അടിച്ചിട്ടാണ് തിരിഞ്ഞ് ഭാഗീരഥിയിലോട്ട് പോകുന്നത്. അവിടെയാണ് പരമശിവൻ തലയിൽ ഗംഗാനദിയെ വഹിച്ചു, ഗംഗയെ ഒഴുക്കി എന്ന് പറയുന്ന സുന്ദരമായ ജോഗ്രാഫിക്കൽ ഫിനോമിനാണ്.
അപ്പോൾ നമുക്ക് ഭൂമിയിൽ ഒരു പ്രശ്നം ഉണ്ടെങ്കിൽ എങ്ങനെയാണ് പരിഹരിക്കേണ്ടത്? നമ്മുടെ തല കൊണ്ട് പരിഹരിക്കണം. ദൈവം ഒരു തലച്ചോറ് തന്നിട്ടുണ്ട്. ആ തലച്ചോറ് കൊണ്ട് ഭൂമിയിൽ പ്രശ്നം പരിഹരിച്ചില്ലെങ്കിൽ ഒരു പ്രശ്നവും പരിഹരിക്കുകയില്ല. കയ്യൂക്ക് കൊണ്ടത് പരിഹരിക്കാൻ പറ്റിയല്ല. അപ്പൊ പരമശിവൻ നമ്മളെ പഠിപ്പിക്കുകയാണ്, വലിയ പ്രശ്നങ്ങളുണ്ടായാൽ നിങ്ങളുടെ തല ഉപയോഗിച്ച് അത് പരിഹരിക്കണം. ഭഗവാൻ സ്വന്തം തല ഉപയോഗിച്ച് ഗംഗാനദി ഹോൾഡ് ചെയ്തിട്ട് ഒഴുക്കുകയാണ്. നമ്മുടെ വീട്ടിൽ പ്രശ്നം ഉണ്ടാവും, നാട്ടിൽ പ്രശ്നം ഉണ്ടാവും. അവിടെ നമ്മളത് നമ്മുടെ തലച്ചോറ് തല കൊണ്ട് പരിഹരിക്കണം, കൃത്യമായി ചെയ്യണം. പരമശിവൻ എന്ത് ചെയ്തു? അദ്ദേഹത്തിന്റെ തലയിൽ ചന്ദ്രനെ വഹിച്ചു. ചന്ദ്രനൊരു കുഴപ്പമുണ്ട്, പൂർണ്ണചന്ദ്രൻ തൊട്ട് ഡാർക്ക് മൂൺ വരെ അതിന് ദശാസന്ധി മാറിക്കൊണ്ടേയിരിക്കും. ലോകത്തിൽ ആദ്യം ഉണ്ടായ കലണ്ടർ മുഴുവൻ ലൂണാർ കലണ്ടറാണ്. അങ്ങനെ 12 ലൂണാർ 28 ദിവസമുള്ള 12 മാസങ്ങൾ വെച്ചിട്ട് ആണ് പണ്ടത്തെ 336 ദിവസമുള്ള കലണ്ടർ. പിന്നീടാണ് സോളാർ കലണ്ടർ ഡിസൈൻ ചെയ്യുന്നത്. അപ്പോൾ അന്ന് ചന്ദ്രന്റെ വൃദ്ധി, വലിപ്പവും വൃദ്ധിയും അത് വെച്ച് കാലചക്രങ്ങളെ തിരിച്ചറിഞ്ഞിരുന്നു. അപ്പോൾ കാർമേഘത്തിനപ്പുറത്തായിരിക്കുന്ന ഒരു ചന്ദ്രനെ മേഘം മറയ്ക്കും, അല്ലെങ്കിൽ കാണാൻ പറ്റിയല്ല. പക്ഷേ ഭഗവാനെ നോക്കുന്ന എല്ലാവർക്കും ഈ മേഘം ശല്യമല്ല. ഭഗവാന്റെ തലയിൽ ചന്ദ്രക്കലയിൽ ഇരിക്കുകയാണ്. ലോകത്തിൽ മനുഷ്യന് വെളിച്ചം കൊടുക്കണമെങ്കിൽ നമ്മുടെ തലയുടെ മുകളിൽ വെളിച്ചം വേണം. നമ്മുടെ റൂമിന് മുകളിൽ ലൈറ്റ് ഇല്ലെങ്കിൽ മുറികളിലെല്ലാം കാണാൻ പറ്റും. വല്ല സൈഡിൽ കൊണ്ട് വെച്ചാൽ ഷാഡോ ആയിപ്പോത്തില്ലേ. പരമശിവൻ സ്വന്തം തലയിൽ ചന്ദ്രനെ വഹിച്ചിട്ട് ലോകം മുഴുവൻ വെളിച്ചം കൊടുക്കുകയാണ്. നമ്മൾ ഓരോരുത്തരും നമ്മുടെ തലയിലൂടെ വെളിച്ചം ലോകത്തിന് കൊടുത്തിരിക്കണം. അറിവ് സമാഹരിച്ച് ജനത്തിന് കൊടുത്തിരിക്കണം. അവിടെയാണ് ചന്ദ്രക്കലയുള്ള ഭഗവാൻ. ഭഗവാൻ എന്ത് ചെയ്തു? ഭസ്മം ശരീരത്തിൽ ഇങ്ങനെ വാരി വിതറി ഇരിക്കുകയാണ്. പക്ഷെ ഭഗവാന്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്താണ്? തൃക്കണ്ണ്. നെറ്റിയുടെ നടുക്കൊരു കണ്ണാണ്. എന്താണ് ഈ തൃക്കണ്ണ്? മനുഷ്യന് 5 സെൻസസ് ഉപയോഗിച്ചാണ് മനുഷ്യൻ സാധാരണ ജീവിക്കുന്നത്. പക്ഷെ മനുഷ്യന് 6th സെൻസ് എന്ന സാധനമുണ്ട്, 6ാമത്തെ സെൻസ്. അത് മഹാരഥന്മാർക്ക് ഉള്ളൊരു കഴിവാണ്, ദീർഘദൃഷ്ടിയുള്ളവർക്കുള്ളൊരു കഴിവാണ് 6th സെൻസ്. ഇങ്ങനെ സംഭവിക്കുമെന്ന് പറയും. ഇങ്ങനെ ഒരു സാധനം സംഭവിക്കാൻ സാധ്യത ഉണ്ടല്ലോ, 6th സെൻസ് ആണ്. ഈ 6th സെൻസ് ഇരിക്കുന്നത് സെറിബ്രത്തിന്റെ 2 ലോബുകൾ ചേരുന്ന കോൺഫ്ലുവൻസ് ആണ്. ഫ്രണ്ടൽ ലോബിന്റെ അടുത്ത കോൺഫ്ലുവൻസിലാണ് ഈ 2 നമ്മുടെ തലച്ചോറിന്റെ 2 ഭാഗങ്ങൾ ജോയിൻ ചെയ്യുന്ന സ്ഥലം. ആ ജോയിൻ ചെയ്യുന്ന ഫ്രണ്ടൽ ലോബിലാണ് 6th സെൻസ് ഇരിക്കുന്നത്. ആ ഫ്രണ്ടൽ ലോബിലെ 6th സെൻസിന്റെ അവിടാണ് ഭഗവാന്റെ തൃക്കണ്ണ്. അന്ധറായ കണ്ണുകൊണ്ട് കാണണം. 6th സെൻസോടുകൂടി ഭൂമി ജീവിക്കണം. നമ്മളെ പഠിപ്പിക്കുകയാണ് പരമശിവൻ. മഹാദേവന്റെ തൃക്കണ്ണുകൊണ്ട് പഠിപ്പിക്കുക. ആ മഹാദേവൻ അദ്ദേഹത്തിന്റെ ശരീരം കൊണ്ട്, ഞാൻ നീലകണ്ഠന്റെ പ്രത്യേകത പറഞ്ഞു, ആ ശരീരം കൊണ്ട് നമ്മൾ പാഠം പഠിപ്പിക്കുകയാണ്. എന്താണ്? പരമശിവൻ ശിവതാണ്ഡവം ആടുകയാണ്. ശിവതാണ്ഡവം. കാഞ്ചീപുരത്തെ ക്ഷേത്രത്തിൽ ചെന്നു കഴിഞ്ഞാൽ, ചിദംബര ക്ഷേത്രത്തിൽ ചെന്നു കഴിഞ്ഞാൽ ഈ പരമശിവന്റെ നൃത്തം കാണാൻ പറ്റും. പരമശിവന്റെ 2 കൈയും 2 കാലും ഏതെങ്കിലും ഒരവയവം 1 ഡിഗ്രി വെച്ച് മാറ്റിക്കൊണ്ടിരുന്നാൽ ശിവതാണ്ഡവത്തിന് 64,000 ഫോംസ് ഓഫ് ഡാൻസ്. 64,000 ഫോംസ് ഓഫ് ഡാൻസ്. ആ ശിവതാണ്ഡവം ആടുമ്പോൾ പരമശിവന്റെ കഴുത്തിൽ 2 സംഗീതോപകരണം തൂങ്ങിക്കിടക്കാൻ. അതിങ്ങനെ തൂക്കിയിട്ടുകൊണ്ടാണ് നമ്മൾ ഡാൻസ് കളിക്കുന്നത്. ആ തൂക്കിയിട്ട സംഗീതോപകരണത്തെ നമ്മൾ 2ആയി സ്പ്ലിറ്റ് ചെയ്തു. ഡെക്കയും തബലയുമായി നമ്മളിപ്പോൾ പാടാൻ ഉപയോഗിക്കും. ഈ ഡെക്കയും തബലയും ഒരുമിച്ചാണ് പരമശിവന്റെ കഴുത്തിൽ കിടക്കുന്നത്. ഡെക്കയും തബലയും. പരമശിവന്റെ ആ നൃത്തം ലോകത്തിൽ ഡാൻസ് എന്ന് പറയപ്പെടുന്ന ഫോമിന്റെ, നൃത്തത്തിന്റെ അപാര സാധ്യതകളെ തുറന്നു കാണിക്കുകയാണ്. ലോകത്തിന് പലർക്കും കാട്ടാള നൃത്തങ്ങൾ ഉണ്ടായിരുന്നു. പക്ഷെ പരമശിവന്റെ ആ നൃത്തം ഗംഭീരമായ ശിവതാണ്ഡവ നൃത്തത്തിലൂടെ നടരാജ രൂപത്തിൽ നമ്മളെ പഠിപ്പിക്കുകയാണ്. അപ്പൊ ശിവതാണ്ഡവത്തിലെ പരമശിവന്റെ ഫോം എങ്ങനെയാണ്, ലാസ്യ നൃത്തം വരുന്നതിന്റെ ഫോം എങ്ങനെയാണ് നമ്മളെ പഠിപ്പിക്കുകയാണ്. അപ്പൊ അത് വിശ്വപ്രസിദ്ധമായ ഹിന്ദു മതത്തിന്റെ ലോകം ഓർത്തിരിക്കുന്ന സിമ്പിളാണ് നടരാജൻ. ഈ ഡാൻസ് കളിക്കുന്ന നടരാജൻ അത് ഭൂമിയുടെ, പ്രപഞ്ചത്തിന്റെ ബാലൻസിനെ കൺട്രോൾ ചെയ്യും പരമശിവന്റെ നടരാജ നൃത്തം എന്ന് പറയുന്നു. അത് പിന്നീട് പ്ലേറ്റോ ഗ്രീസിൽ
പ്ലേറ്റോണിക് വേൾഡ് ഓഫ് ഐഡിയൽ സെൽഫ് പ്രത്യേകമായി പറയുന്നു. ഗ്രഹങ്ങളെയും നക്ഷത്രങ്ങളെയും സംഗീതവും നൃത്തവും കൊണ്ട് ബാലൻസ് ചെയ്തിരിക്കുകയാണ്. പ്ലേറ്റോണിക് വേൾഡ് ഓഫ് ഐഡിയൽ സെൽഫ് നൃത്തഭാവത്തിന്റെ ഭാവം ഒറിജിനലി വരുന്നത് പരമശിവൻ നൃത്തത്തിൽ നിന്നാണ്. ആ നൃത്തം വളരെ ഗംഭീരമായി പ്രപഞ്ചത്തിന്റെ താളങ്ങളെ കൺട്രോൾ ചെയ്യുന്നതായി. ഇന്ന് മാത്രം ലോകമെങ്ങുമുള്ള ഐഡലായി മാറി നടരാജൻ. ഡാൻസിന് നൃത്തത്തിന്റെ അടിസ്ഥാന ദൈവഭാവത്തിലെത്തി പരമശിവന്റെ വലിയ ഭാവം. പരമശിവൻ വളരെ ദീർഘവീക്ഷണത്തോടുകൂടി ഇത് നമ്മളെ പഠിപ്പിക്കുന്നു. അങ്ങനെ പരമശിവൻ നൃത്തമാടുകയാണ്. എന്ത് ചെയ്തു? നന്ദി ഒരു സംഗീതോപകരണം എടുത്തിട്ട് അത് വെച്ചിട്ട് പാടാൻ തുടങ്ങി. ആ സംഗീതോപകരണമാണ് മൃദംഗം. നടരാജ ഡാൻസ് ചെയ്തപ്പോൾ അതിന് താളം അടിക്കാൻ വേണ്ടി നന്ദി താളം അടിച്ച സ്ഥലമാണ് മൃദംഗം. ഡാൻസ് തീരാറായപ്പോൾ ആ മൃദംഗം സരസ്വതി ദേവി എടുത്തിട്ട് സരസ്വതിയുടെ വലത്തെ കാലിന് അടിയിലോട്ട് വെച്ചു കൊടുത്തു. അങ്ങനെ മൃദംഗം വലത്തെ കാലിൽ സരസ്വതി ദേവി സപ്പോർട്ട് ചെയ്തപ്പോൾ സരസ്വതി ദേവിക്ക് ഒരു പേര് കിട്ടി, മൃദംഗ ശൈലേശ്വരി എന്ന് പേര് കിട്ടി. അപ്പൊ പരമശിവന്റെ നൃത്തത്തിൽ നിന്ന് വരുന്ന ഫോംസ് ശ്രദ്ധിച്ചോ, വളരെ കൃത്യമായിട്ടുള്ള ഫോംസാണ്. ആ നടരാജന്റെ നൃത്തത്തിൽ നിന്ന് ഹിന്ദു ക്ഷേത്രങ്ങളിൽ ഡാൻസ് ഒരു ഫോമായി മാറി. ദൈവത്തെ സന്തോഷിപ്പിക്കണമെങ്കിൽ നൃത്തം ഒരു ഫോമാണ്. അപ്പൊ ദൈവത്തെ സന്തോഷിക്കാൻ വേണ്ടി പെൺകുട്ടികൾ ക്ഷേത്ര ഉത്സവം വരുമ്പോൾ നൃത്തം ചവിട്ടും. ആ നൃത്തം പ്രാക്ടീസ് ചെയ്യുമ്പോൾ പെൺകുട്ടികളുടെ ശരീരത്തിൽ കൈക്കും കാലിനും ഉടലിനും ഒക്കെ ഒരു ഷേപ്പ് വരും. ചുമ്മാ നെയ്യെല്ലാം മുറ്റി കുളവയും ചാത്തിന് പെൺപിള്ളേർ നടക്കുന്നതിന് പകരം നൃത്തവും ഇതൊക്കെ ചെയ്ത് കഴിയുമ്പോൾ അവരുടെ ശരീരത്തിലെ നെയ്യൊക്കെ പോയി നല്ല ഷേപ്പുള്ള നൃത്തം. അങ്ങനെ ക്ഷേത്രത്തിൽ നൃത്തം ചവിട്ടുമ്പോൾ നൃത്തം കാണാൻ വരുന്ന ആമ്പിള്ളാർ നോക്കും. പെൺകുട്ടിയുടെ ശരീരത്തിന്റെ അളവെല്ലാം അവന്മാരെടുക്കും. എന്നിട്ട് കല്യാണം ആലോചിച്ചോണ്ട് പോകും. പെങ്കൊച്ചു നല്ല സുന്ദരി പെങ്കച്ചാവും. ഡാൻസ് കണ്ടപ്പോഴേ മനസ്സിലായി. അങ്ങനെ ദേവനെ സൂചിച്ചുകൊണ്ട് ഡാൻസ് കളിച്ച പെൺപിള്ളേർക്കെല്ലാം ഉഗ്രം കല്യാണം കിട്ടി. അന്നത് രാജകുമാരന്മാരെല്ലാം ഈ പെണ്ണുങ്ങളെ നോക്കി വെച്ചിട്ട് പോയി കല്യാണം കഴിച്ചു. അപ്പൊ പരമേശ്വരൻ തുടങ്ങിയിട്ട് നൃത്തം പെൺകുട്ടിയുടെ ശരീരത്തിന് ഷേപ്പ് ഫോം ചെയ്യാനായി. അവർക്ക് നല്ല കല്യാണം കിട്ടുന്ന ഫോമായി മാറി. അതോടനുബന്ധിച്ച് രാഗങ്ങളും ഇതും ആരംഭിച്ചു. അപ്പൊ ഇത് പറ്റി കർണാടക സംഗീതവും ഹിന്ദുസ്ഥാനി സംഗീതവും ഉണ്ടായി. ആ ശബ്ദത്തിന്റെ വേരിയേഷനെ 64,000 രാഗങ്ങളായി മാറി. അതിലെ കർണാടക സംഗീതം 460ഓളം രാഗങ്ങൾക്ക് പേരിട്ടു. ഇന്തോളം ഇങ്ങനെ പേരുകൾ ഇട്ടു. ആ സംഗീതം വെച്ചിട്ട് സംഗീതം ഉണ്ടായി. കർണാടക സംഗീതവും ഹിന്ദുസ്ഥാനി സംഗീതവും ഉൾപ്പെടെ ലോകത്തെ അമ്പരപ്പിക്കുന്ന സംഗീതത്തിന്റെ ഉത്ഭവം പരമശിവന്റെ ഡാൻസിൽ നിന്ന് ഉണ്ടായി. ആ പരമശിവൻ അന്ന് പാലാഴി മഥനം നടത്തുന്നതിന് നേതൃത്വം കൊടുക്കുകയാണ്. അപ്പോ ദുർവാസ മഹർഷി ഇങ്ങനെ വരിക, ഇയാളെ ആളുകളെയൊക്കെ ശപിച്ച് നശിപ്പിക്കും. അപ്പൊ ദുർവാസ മഹർഷി വന്നപ്പം സ്ത്രീകളെല്ലാം കൂടി അവനൊരു ഹാരം ഇട്ടു. ദുർവാസാവ് പരമശിവന്റെ അവതാരങ്ങളിൽ മൂന്നാമത്തെ ആളാണ് ദുർവാസാവിന്റെ അവതാരം. ദുർവാസാവ് ഈ ഹാരമൊക്കെ ഇങ്ങനെ ഇരിക്കുമ്പോൾ കാണാം ഇന്ദ്രൻ ഐരാവതത്തിന്റെ പുറത്ത് ഇങ്ങനെ വരികയാണ്. അപ്പോ ദുർവാസാവ് ഈ ഹാരം എടുത്തിട്ട് ദേവേന്ദ്രന് കൊടുത്തു. ദേവേന്ദ്രൻ അത് ഐരാവതത്തിന്റെ പുറത്തോട്ട് വെച്ച് കഴിഞ്ഞപ്പം ആ പൂമാലക്കകത്തുനിന്ന് ചെള്ള് ഈച്ചൊക്കെ ഇറങ്ങി വന്ന് ഐരാവതത്തിന്റെ ചെവിയിലും മൂക്കിലും കയറി. ഐരാവതം വലിച്ചൊരു ഏറങ്ങോട്ട് വെച്ചു കൊടുത്തു. ദുർവാസാവ് ഒരൊറ്റ ശാപം വെച്ചു കൊടുത്തു. ദേവന്മാര് നീയെ കൊണ്ടല്ലോ ജലയും നരയും ബാധിക്കട്ടെ എന്ന് ശവിച്ചു കൊടുത്തു. ഇത് പെണ്ണുങ്ങളുണ്ടല്ലോ ബുദ്ധി പ്രയോഗിച്ചാണ്. ഈ ദുർവാസാവ് എല്ലാത്തിനും ശവിച്ചാണൊക്കെയല്ലേ അവൻ ഈ ഈച്ചൻ ചെള്ളോ ഉള്ള ഹാരം കിട്ടുള്ളൂ. അതിനകത്തൊന്ന് ഈച്ചൻ ചെള്ളും ദുർവാസാവിന്റെ മൂക്കിലും ചെവിയിലും കയറി അവന്റെ അണ്ണാക്കി കയറാൻ വേണ്ടി പെണ്ണുങ്ങൾക്ക് ഇത്രയും ബുദ്ധിയുള്ളൂ കേട്ടോ. ദുർവാസാവിന്റെ അണ്ണാക്കി കയറാനാണ് ഈച്ച ഉള്ള മാല ഇട്ട് കൊടുത്തത്. പക്ഷെ ഗ്രഹപ്പഴയ്ക്ക് ഈ ദേവേന്ദ്രൻ പന്തിയാടി ദേവേന്ദ്രന്റെ അവൾ ഇട്ട് കൊടുത്ത സംഭവം തിരിഞ്ഞുപോയി. അപ്പോഴിത് പറഞ്ഞത് ഫലം തൊട്ടി ഇതിനെ പരിഹരിക്കണം. പാലാഴി മഥനം ചെയ്തേ പറ്റുള്ളൂ. പാലാഴി മഥനം ചെയ്യുമ്പോൾ പരമശിവൻ പണിയൊക്കെ പറഞ്ഞു കൊടുത്തു. പറഞ്ഞോ, ഇത് ദേവന്മാർ മാത്രം വിചാരിച്ചാൽ പറ്റില്ല. നമ്മളും അസുരന്മാരും സമരമാണ്. പക്ഷേ ലോകരക്ഷയ്ക്ക് വേണ്ടി നമ്മൾ ഇത് പരിഹരിച്ച് പാലാഴി അർത്ഥം. അതുകൊണ്ട് അസുരന്മാരെ സമീപിക്കണം. അങ്ങനെ ദേവന്മാരും അസുരന്മാരെ കണ്ടിട്ട് പറഞ്ഞു, നമ്മളൊന്നും യുദ്ധമൊക്കെയാണ്, പക്ഷെ യുദ്ധം നമ്മൾ നിർത്തി വെച്ചിട്ട് നമ്മൾ ഈ പാലാഴി മഥനം നടത്തി അമൃത് വീണ്ടെടുക്കണം. അസുരന്മാർ സമ്മതിച്ചു. അങ്ങനെ
അസുര ചക്രവർത്തിയായ മഹാബലി, ഓണത്തിന് നമ്മൾ ആഘോഷിക്കുന്ന മഹാബലിയിലെ അദ്ദേഹം പാലാഴി മതം നേതൃത്വം ഏറ്റെടുത്തു. മഹാബലിയാണ് പാലാഴി മതം നേതൃത്വം. അപ്പോ ഇത് കലക്കണ്ടേ? അപ്പോ ഒരു പർവ്വതം കൊണ്ടുവന്നു. ഈ പർവ്വതം ഒരു സ്ഥലത്ത് ഉറച്ചെങ്കിലല്ലേ കറക്കാൻ പറ്റൂ. മഹാവിഷ്ണു പറഞ്ഞു, ഞാൻ ആമയുടെ രൂപത്തിൽ വന്നിരിക്കാം. കൂർമ്മമായി വന്ന് ഈ മല സപ്പോർട്ട് ചെയ്യാനായിട്ട് നിന്നു. അപ്പൊ എന്തിനാണ് ഈ കൂർമ്മമായിട്ട് വന്നത്? കൂർമ്മത്തിനൊരു ഗുണമുണ്ട്. എന്താണ്? കൂർമ്മത്തിന് ലോങ് എഫർട്ട് ചെയ്യാനുള്ള കഴിവാണ്. സ്ട്രോങ് ആൻഡ് സ്റ്റഡി വിൻസ് ദ റേസ് ആണ്. സ്ലോ ആൻഡ് സ്റ്റഡി വിൻസ് ദ റേസ്. നമ്മൾ ആമയും മുയലിനെ കഥ കേട്ടിട്ടില്ലേ? രണ്ടുകൂടെ ഓടി. മുയൽ കുറച്ചു ദൂരം ഓടിയിട്ട് നിന്ന് ക്ഷീണിച്ച് കുറച്ച് ശ്വാസമൊക്കെ കിട്ടിയിട്ട് വീണ്ടും ഓടി. അവസാനം കിടന്നുറങ്ങിപ്പോയി. അവസാനം ആമ സമരം ജയിച്ചു. ഇത് പൊട്ടക്കഥയാണെന്ന് അറിയാൻ വേണ്ടി BBC വേൾഡ് സർവീസ് 4 കൊല്ലത്തിന് മുമ്പ് മത്സരം വെച്ചു. ഒരാമയും മുയലിനെയും ഒരു 500 മീറ്റർ ട്രാക്കിൽ വെച്ചിട്ട് മത്സരം നടത്തി. മുയൽ ഒരൊറ്റ ഓട്ടം ഓടി. 100 മീറ്റർ ഓടിയിട്ട് മുയൽ അവിടെ നിന്നു. മുയലിന് കുഴപ്പമില്ല കേട്ടോ. മുയലിനെ ഈശ്വരൻ സൃഷ്ടിച്ചിരുന്ന ഹോളിവുഡ് ആനിമലിലാണ്. ഹോളിവുഡ് ആനിമലിന് കണ്ടിന്യൂസ് വർക്ക് ചെയ്യാൻ പറ്റില്ല. അത് നിന്ന് ശ്വാസമൊക്കെ പിടിച്ച് കുറേയൊക്കെ കിട്ടിക്കഴിഞ്ഞ് വീണ്ടും അത് ഓടി. പിന്നെ ഒരു 100 മീറ്റർ കഴിഞ്ഞ് വീണ്ടും നിന്ന് ഇങ്ങനെ ഹോൾട്ട് ചെയ്ത് മുയൽ പോയി. പക്ഷെ മുയൽ 450 മീറ്റർ ചെന്നപ്പോഴത്തേന് ആമ ടക്കെ നടന്നിട്ട് ആമ 500 മീറ്റർ റേസ് ജയിച്ചു. നിങ്ങൾ BBC വേൾഡ് സർവീസ് നെറ്റിൽ കയറിയിട്ട് ഈ ആമയും മുയലിന്റെ മത്സരം അടിച്ചു കൊടുത്താൽ ഈ റിയൽ മത്സരം BBC നെറ്റ് കിടക്കും. അപ്പൊ ഇത് അറിയാം. അപ്പൊ സ്ലോ ആൻഡ് സ്റ്റഡി ആയിട്ട് വർക്ക് ചെയ്യാനുള്ള കഴിവ് ആമയ്ക്കാണ്. അതുകൊണ്ടാണ് ഭഗവാൻ ആമയായിട്ട് വരുന്നത്. അപ്പൊ ആ മുയലിന് 3 വർഷം ആയുസുണ്ട്. പട്ടിക്ക് 20 വയസ്സ്, കുതിരയ്ക്ക് 30 വയസ്സ്, മനുഷ്യന് 80 വയസ്സ്. ആമയ്ക്ക് ലണ്ടൻ സൂയിൽ കിടക്കുന്ന ആമയ്ക്ക് 364 വർഷം കഴിഞ്ഞ്, ന്യൂയോർക്കിൽ കിടക്കുന്ന ആമയ്ക്ക് 460 വർഷം കഴിഞ്ഞ്. ലോകത്തിൽ ആറ്റം യുദ്ധം ഉണ്ടായ, ന്യൂക്ലിയർ വാർ ഉണ്ടായ മനുഷ്യമൃഗങ്ങളിലൊക്കെ ചത്തുപോകും. 2 മൃഗം രക്ഷപ്പെടും. ആമയും രക്ഷപ്പെടും, പാറ്റയും രക്ഷപ്പെടും. വേറെ ഒരു മൃഗവും രക്ഷപ്പെടുകയല്ല. അപ്പൊ ന്യൂക്ലിയർ വാറിനെ പോലും സർവൈവ് ചെയ്യാൻ കഴിവുള്ള ആമയായി ഭഗവാൻ വന്ന് മലയെ സപ്പോർട്ട് ചെയ്തു. അപ്പൊ ഇത് കറക്കണ്ടേ? അന്ന് മലയാളികൾ കയറൊന്നും ഉണ്ടാക്കിയിട്ടില്ല, സായിപ്പ് പ്ലാസ്റ്റിക്കും കണ്ടെത്തിയിട്ടില്ല. അപ്പോൾ മഹാദേവൻ പറഞ്ഞു, എന്റെ കഴുത്തിൽ നിന്ന് വാസുകിയെ കൊണ്ടുപോയി വാസുകി അതിനെ ചുറ്റി പാലാഴി മദനം നടത്തി. പാലാഴി മദനം നടത്തിയപ്പോ 70 സാധനമാണ് പൊങ്ങി വരുന്നത്. നവരത്നങ്ങൾ 9 പൊങ്ങി വന്നത് പാലാഴിയിൽ നിന്നാണ്. പാരിജാത രത്നം പൊങ്ങി വരുന്നത് പാലാഴിയിൽ നിന്നാണ്. അവസാനം 69 പൊങ്ങി വരുന്നത് സാക്ഷാൽ മഹാലക്ഷ്മി, പിന്നീട് വിഷ്ണു ഭഗവാന്റെ ഭാര്യയായി മാറിയ മഹാലക്ഷ്മി. മഹാലക്ഷ്മി പണത്തിന്റെ ദേവതയാണ്. നിങ്ങൾക്കൊരിക്കലും പണം ഉണ്ടാകണമെങ്കിൽ മോഷ്ടിക്കാൻ പറ്റുന്ന കാര്യമില്ല, കഠിനാധ്വാനം ചെയ്യണം. അതുകൊണ്ട് 69 പൊങ്ങി വരുന്ന മഹാലക്ഷ്മി. 70ാമത്തെ പൊങ്ങി വരുന്ന ആരാണ്? 70ാമത്തെ പൊങ്ങി വരുന്നതാണ് അമൃത. ഭൂമിയില് സ്വർണവും രത്നവും വേണമെങ്കിൽ പാലാഴി മദനം നമ്മൾ എത്തിക്കണം. ഏറ്റവും അവസാനം മഹാലക്ഷ്മി പൊങ്ങി വരും, ഐശ്വര്യം പൊങ്ങി വരും. പിന്നെ ഏറ്റവും അവസാനം മരണത്തെ അതിജീവിക്കാനുള്ള അമൃതം കിട്ടും. ഇപ്പൊ മരണത്തെ അതിജീവിക്കാൻ പറ്റുമോ? 15 കൊല്ലം പോലും പറ്റത്തില്ലായിരുന്നു. 15 കൊല്ലം മനുഷ്യൻ കണ്ടുപിടിച്ചു, നമ്മുടെ DNA മോളിക്കൂൾ എടുത്തിട്ട് ഫ്രീസ് ചെയ്ത് വെച്ചാൽ, നമ്മൾ മരിച്ചു കഴിഞ്ഞിട്ട് ആ DNA മോളിക്കൂൾ വേറൊരു സ്ത്രീയുടെ ഗർഭത്തിൽ ഇട്ടിട്ട് കൊടുത്താൽ ആ സ്ത്രീ പ്രസവിക്കും. എക്സാക്ട്ലി നമ്മൾ തന്നെ, സെയിം DNA. ഇപ്പൊ DNA എടുത്ത് ഫ്രീസ് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ DNA നിന്ന് നമ്മളെ തന്നെ അടുത്തൊരു ഗർഭത്തിൽ നിന്ന് ഉണ്ടാക്കാൻ പറ്റും. അപ്പൊ മരണമില്ലാത്ത മനുഷ്യന്റെ ജീവിതം ഇപ്പൊ സാധിച്ചു, കഴിഞ്ഞ 15 കൊല്ലം കൊണ്ട് സാധിച്ചു. ഇതാണ് അമൃത പണ്ട് ചെയ്യുന്ന അത്ഭുതം. അപ്പൊ അതുകൊണ്ടാണ് പരമശിവൻ അസുരന്മാരെ ഇവിടെ കൂട്ടുപിടിച്ചിട്ടുണ്ടാവുകയാണ്. ഇത് പരമശിവൻ നമ്മളൊരു പാഠം പഠിപ്പിക്കുകയാണ്. ഇപ്പൊ ഇലക്ഷൻ വന്നു, മാർക്സിസ്റ്റ് പാർട്ടി മത്സരിച്ചു, കോൺഗ്രസ് മത്സരിച്ചു, BJP മത്സരിച്ചു, അടിച്ച് പിരിഞ്ഞ ഇലക്ഷൻ. പക്ഷെ ഇലക്ഷൻ കഴിഞ്ഞാലോ പിന്നെ അടി പാടില്ല. നാടിന്റെ നന്മയ്ക്കായി LDF-ഉം UDF-ഉം BJP-യും കൂടെ ഒത്തു നിന്നെങ്കിലേ മമ്മിയൂർ പഞ്ചായത്ത് രക്ഷപ്പെടുള്ളൂ, ഗുരുവായൂർ ദേവസ്വം രക്ഷപ്പെടുള്ളൂ, ഗുരുവായൂർ മുനിസിപ്പാലിറ്റി രക്ഷപ്പെടുള്ളൂ. പരമശിവൻ നമ്മളോട് പറയുകയാണ്, ദേവമാനസരമിന് അടിയാണ്, യുദ്ധമാണ്. പക്ഷെ യുദ്ധം നിർത്തി വെക്കണം. നമ്മൾ എത്രയാണ് നാടിന്റെ നന്മയ്ക്കായി രാഷ്ട്രീയം മറന്ന് മതസ്പർദ്ധ മറന്ന് ഒരുമിച്ച് നിൽക്കണം. നാടിന്റെ നന്മയ്ക്കായി പാലാഴി മദനം പോലുള്ള നന്മ ഉണ്ടാകാൻ വേണ്ടി ദേവമാനസരം യുദ്ധം നിർത്തി സഹകരിക്കാൻ പരമശിവൻ നമ്മളെ പഠിപ്പിക്കുകയാണ്. സ്പർദ്ധ നാടിന്റെ നന്മയ്ക്ക് വരുമ്പോൾ പാടില്ല, ഒരുമിച്ച് നിന്ന് പ്രവർത്തിക്കണം.
അങ്ങനെ അമൃതെല്ലാം കിട്ടി നിങ്ങൾക്കറിയാവുന്ന കഥ. മോഹിനി വന്ന് അമൃത് തട്ടിയെടുത്തു. അങ്ങനെ പരമശിവന് മോഹിനിയിൽ ഒരു കുട്ടി ഉണ്ടായി. ഒരു പുരാണത്തിലില്ലാത്ത കഥയാണ്. മലയാളി ഇങ്ങനെ കഥ ഉണ്ടാക്കാൻ നമ്മൾ മിടുക്കനായതുകൊണ്ട് നിങ്ങളൊരു കുട്ടി ഉണ്ടാക്കിയത് അയ്യപ്പനാണെന്ന് പറഞ്ഞ് നമ്മൾ കഥ ഉണ്ടാക്കി. അതുകൊണ്ട് ഞാൻ കൊണ്ട് കയറുന്നില്ല. ക്രിസ്ത്യാനി വല്ലതും പറഞ്ഞു കഴിഞ്ഞാൽ കുഴപ്പമാണ്. അപ്പൊ എന്തുപറ്റി? അസുരന്മാരെ പറ്റിക്കാൻ വേണ്ടി മോഹിനി ഒരു നൃത്തം ഉണ്ടാക്കി. ആ നൃത്തം മലയാളികൾ ലോകത്തിന് കൊടുത്ത ഏറ്റവും വലിയ സംഭാവനയായി മാറി. 64 ഡാൻസ് ഫോംസ് ഉണ്ട്. കുച്ചിപ്പുടിയും ഭരതനാട്യവും മണിപ്പൂരി ഉൾപ്പെടെ ഒഡീച്ചിയൊക്കെ ഉൾപ്പെടെ 63 ഡാൻസ് ഫോംസ് മറ്റവരുണ്ടാക്കി. ലോകത്തിന് കേരളം കൊടുത്ത യുണീക്കായ ഒരു കോൺട്രിബ്യൂഷനാണ് മോഹിനിയാട്ടം. മോഹിനിയുടെ ഡാൻസ് മലയാളികൾ കൊടുത്തൊരു ഡാൻസ് ഫോമാണ്. ഇന്ന് UNO-യിൽ വരെ മോഹിനിയാട്ടം ആടി. അയ്യപ്പ ഭഗവാന്റെ ആരാധനയുമായി ബന്ധപ്പെട്ട് നമ്മൾ മോഹിനിയാട്ടം ആടും. ആ നൃത്ത ഫോമിന്റെ ഉത്ഭവം പരമശിവൻ വിഷ്ണുവിന്റെ മോഹിനി ഭാവത്തിൽ ആ ഡാൻസ് അല്ലെങ്കിൽ അസുരന്മാരെ പറ്റിക്കാൻ വേണ്ടി മോഹിനിയുടെ നൃത്തം ഉണ്ടല്ലോ, അത് മലയാളികൾ ലോകത്തിന് കൊടുത്ത നൃത്തരൂപമായിട്ട് മാറുകയാണ്. മഹാദേവൻ നമ്മളെ ഈ പാഠങ്ങൾ പഠിപ്പിക്കുകയാണ്. ലോക നന്മയ്ക്ക് വേണ്ടി എന്ത് ചെയ്യണം, എങ്ങനെ ഒരുമിച്ച് സഹകരിക്കണം, എങ്ങനെ ഒരുമിച്ച് പ്രവർത്തിക്കണം എന്ന് നമ്മളെ പഠിപ്പിക്കുകയാണ്. പക്ഷേ സംഹാരം ചെയ്യേണ്ട സമയമാകുമ്പോൾ എങ്ങനെയാണ് ആ സംഹാരം ചെയ്യേണ്ടത്? അദ്ദേഹം ധ്യാനിച്ചുകൊണ്ടിരിക്കുന്ന അവസരത്തിൽ പരമശിവനെ വീഴ്ക്കാൻ വേണ്ടി കാമദേവൻ വന്നിട്ട് പഞ്ചബാണങ്ങളിൽ രണ്ടാമത്തെ കൊണ്ട് എഴുതി വിട്ടുകൊടുത്തു. പരമശിവൻ കണ്ണു തുറന്നു. കാമദേവൻ ഭസ്മമായിപ്പോയി. മനുഷ്യനെ നശിപ്പിക്കുന്ന എന്താണ്? മനുഷ്യനെ നശിപ്പിക്കുന്നത് കാമം. അപ്പോ മനുഷ്യനെ രക്ഷിക്കാൻ വേണ്ടി ഇതിഹാസങ്ങൾ ലഭിച്ചു. വാൽമീകി രാമായണം ലഭിച്ചു, വേദവ്യാസൻ മഹാഭാരതം ലഭിച്ചു. അപ്പൊ എന്താണ് ഇതിഹാസം? വേദവ്യാസൻ നിർവഹിച്ചിരിക്കുകയാണ്. ധർമാർത്ഥ കാമമോക്ഷാണ് ഉപദേശ സമന്വിതം. പൂർവയുക്തം കഥായുക്തം ഇതിഹാസം പ്രതിഷ്ഠതയും. ഭൂമിയിൽ മനുഷ്യൻ പറഞ്ഞിരിക്കേണ്ടതും ധർമ്മം, വാട്ട് ഈസ് റൈറ്റ്, ശരി എന്ത് തെറ്റെന്ന് അറിഞ്ഞിരിക്കണം. അർത്ഥം, പണം എങ്ങനെ ഉണ്ടാക്കണം, പണം എങ്ങനെ കൈകാര്യം ചെയ്യണം, അർത്ഥം. പിന്നെ കാമം, മനുഷ്യനെ നശിപ്പിക്കുന്ന എന്താണ്? കാമം. ആ കാമം 3 ഭാവമാണ്. ഞങ്ങൾ പോലീസ് സ്റ്റേഷനിൽ പറയും 3 ആശകളാണ് ഈ ലോകത്തെ നശിപ്പിക്കുന്നത്: മണ്ണാശ, പെണ്ണാശ, പൊന്നാശ. മനുഷ്യൻ മണ്ണിനെ ആഗ്രഹിച്ചാൽ ബൗണ്ടറി ഡിസ്പ്യൂട്ട് ഉണ്ടാവും, ആട്ടി, തൊഴി, വെടിവെപ്പ്, യുദ്ധം. അവൻ പെണ്ണിനെ ആഗ്രഹിച്ചാൽ സംഗതി യുദ്ധം. സീതാദേവിയെ രാവണൻ കാമിച്ചു, രാമായണ യുദ്ധം. ഹെലൻ ട്രോയിലെ പാരീസ് ആഗ്രഹിച്ചു, ട്രോയ് യുദ്ധം. പെണ്ണിനെ ആഗ്രഹിച്ച കൊലപാതകം ഉണ്ടാകും. പിന്നെ പൊന്നാശ, പൊന്നിനെ ആഗ്രഹിച്ചാൽ മോഷണം, ഡെപ്പോയിട്ടി, കൊലപാതകം. മണ്ണാശ, പെണ്ണാശ, പൊന്നാശ എന്ന് പറയും. 3 ആശകൾ, 3 കാമങ്ങളാണ് ഈ കുഴപ്പം. അതാണ് കുഞ്ഞൻ പേർ പറയുന്നത്, കനകം മൂലം കാമിനി മൂലം കലകം പലവിധ മലകൾ സുലഭം. അപ്പൊ ഈ കാമത്തെ കൺട്രോൾ ചെയ്യാൻ, അതിനാണ് ഭഗവത്ഗീതയിൽ കാമത്തെ എങ്ങനെ കൺട്രോൾ ചെയ്യാൻ പറ്റും. അപ്പോ കർമ്മയോഗത്തിൽ ഭഗവാൻ അത് വ്യാഖ്യാനിച്ചു. കർമ്മണ്യേ വാധികാരസ്ഥേ മേ ഫലുഷു കഥാചന കർമ്മഫല കേതുപൂതു സന്തോഷത്തെ കർമ്മണി. കാമം ചെയ്യും, അധ്വാനിക്കുമ്പോൾ അതിന്റെ കാമത്തോടുകൂടി അധ്വാനിച്ച സംഗതി പോകാൻ. അപ്പൊ കാമത്തെ കൺട്രോൾ ചെയ്യാം. പിന്നെ മോക്ഷം, മനുഷ്യൻ എങ്ങനെയാണ് മോക്ഷം പ്രാപിക്കാൻ, ഈ 4 കാര്യങ്ങൾ പഠിപ്പിക്കാൻ വേണ്ടി ധർമാർത്ഥ കാമമോക്ഷാണ് ഉപദേശ സമന്വിതം. ഓരോന്നിനെ മറികടക്കാൻ ഉപദേശം ചേർത്തിട്ട് പൂർവ്വയുക്തം കഥായുക്തം. പഠിപ്പിക്കേണ്ട അർത്ഥം എന്താണെന്ന് ഭഗവാൻ ആദ്യം തീരുമാനിക്കും. എന്നിട്ട് പൂർവ്വയുക്തത്തിന് അനുസൃതമായി കഥ ചേർക്കും. പൂർവ്വയുക്തം, കഥായുക്തം, ഇതിഹാസം, പ്രതിഷ്ഠ. അപ്പൊ ഈ കാമത്തെ മനുഷ്യൻ സ്ഥിരോത്സാഹമായി ജോലി ചെയ്യുമ്പോൾ അവനൊരു കാമം കയറിയാൽ അവൻ നശിച്ചു പോകും. അപ്പൊ പരമശിവൻ മഹാദേവൻ ധ്യാനിക്കുകയാണ്, എല്ലാം അടച്ച് ധ്യാനിച്ചുകൊണ്ടിരിക്കുകയാണ്. ആ കോൺസെൻട്രേഷനിൽ മനുഷ്യൻ വർക്ക് ചെയ്താലേ മനുഷ്യന് വലിയ ജീവിതത്തിൽ അച്ചീവ്മെന്റ്സ് പറ്റുള്ളൂ. അവൻ ധ്യാനത്തോടുകൂടി ഇരുന്ന് സ്ഥിരോത്സാഹ ജോലി ചെയ്യണം. ആ സ്ഥിരോത്സാഹ ജോലി ചെയ്യുന്ന മഹാദേവന്റെ ആ ധ്യാനത്തെ ബ്രേക്ക് ചെയ്യാൻ വേണ്ടി കാമദേവൻ അമ്പയച്ചു കൊടുത്തു. പരമശിവൻ എന്ത് ചെയ്തു? കണ്ണങ്ങോട്ട് തുറന്നു. തീ വന്ന് കാമദേവനെ അങ്ങ് ഭസ്മമാക്കി. ഭഗവാൻ നമ്മളോട് പഠിപ്പിക്കുകയാണ്, നമ്മൾ സ്ഥിരോത്സാഹത്തോടെ ജീവിത വിജയത്തിന് വേണ്ടി പ്രയത്നിക്കുമ്പോൾ ഏത് ദുഷ്ടശക്തി എന്തുതരം കാമം കൊണ്ടുവന്നാലും അതിനെ ഭസ്മാക്കി മുമ്പേറിയാൽ നമ്മൾ രക്ഷപ്പെടുള്ളൂ. മഹാദേവൻ നമ്മളെ പഠിപ്പിക്കുന്ന വലിയ തത്വമാണ്. ഈ കഥയ്ക്കകത്തിരിക്കുകയാണല്ലോ അതിന്റെ തത്വം വളരെ ഭംഗിയായിട്ട് മനസ്സിലാക്കി മുമ്പോട്ട് പോകാനായിട്ട് നമുക്ക് കഴിഞ്ഞിരിക്കണം. അങ്ങനെ മഹാദേവന്റെ ആ ഫോം, ഡാൻസ്, മ്യൂസിക്, ഇതെല്ലാം ഉണ്ടാവുകയാണ്. അതിൽ മഹാദേവൻ വളരെ ഭംഗിയായി കഴുത്തിൽ അണിയുന്ന ഒന്നാണ് ശങ്കരാഭരണം.
പാമ്പ്. ഈ പാമ്പെന്ന് പറഞ്ഞാൽ, നാഗമെന്ന് പറഞ്ഞാൽ അത് മൂർഖൻ പാമ്പാണ്. അല്ല, പലരും നാഗക്ഷേത്രമെന്നോ നാഗക്കാവെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ മൂർഖൻ പാമ്പാന്ന് വിചാരിച്ചാലേ. അമ്മമാർ കുഞ്ഞുങ്ങളെ കൊണ്ട് ക്ഷേത്രത്തിൽ വരും, എന്നിട്ട് ദേവനെ തൊഴുത് ഉപദേവതയെ തൊഴുത് വരുമ്പം നാഗവിഗ്രഹം ഉണ്ടാവും. അമ്മ തൊഴും. എന്താ അമ്മ ഈ പാമ്പിനെ തൊഴുന്നത്? അയ്യോ, ദേവനാടാ, തൊഴടാന്ന് പറയും. പക്ഷെ കുട്ടി അത് കഴിഞ്ഞ് ഹൈസ്കൂളിൽ കയറി സുവോളജി പഠിക്കുമ്പം മുറുക്കൻ പാമ്പ്, നാജ നാജ. കുട്ടി ഈ എൻ്റെ അമ്മയ്ക്ക് വിവരം കെട്ട പെണ്ണുമ്പോൾ ഈ പാമ്പിനെ തൊഴുന്നു, പ്രാർത്ഥിക്കുന്നു, തെറ്റിദ്ധരിച്ചു. എന്താണ് ഈ നാഗസങ്കല്പം? നാഗസങ്കല്പം എന്ന് പറയുന്നത് ജീവന്റെ രഹസ്യമാണ്. നമ്മുടെ ജീവന്റെ രഹസ്യമാണ് ഈ നാഗസങ്കല്പം എന്ന് പറയുന്നത്. നമ്മൾ ഓരോരുത്തരും ജനിക്കാൻ കാരണഭൂതമായി അപ്പനും അമ്മയും ലൈംഗികം ചെയ്യുമ്പോൾ അച്ഛൻ്റെ ശരീരത്തിൽ സ്പേം പുറപ്പെട്ട് അമ്മയുടെ ഗർഭപാത്രത്തിൽ പോയി ലയിക്കുമ്പോഴാണ് നമ്മളുണ്ടാകുന്നത്. ആ സ്പേം മൂർഖൻ പാമ്പിന്റെ ഷേപ്പിലാണ്. പാമ്പ് എഴയുന്ന പോലാണ് ഈ സ്പേം എഴഞ്ഞ് എന്നിട്ട് അമ്മയുടെ ഗർഭപാത്രത്തിൽ കയറി അണ്ടവുമായി ലയിച്ച് നിങ്ങളിൽ ഞാൻ ഉണ്ടാവും. ഗർഭപാത്രത്തിൽ നമ്മൾ ജനിച്ചു കഴിഞ്ഞാൽ 90 ദിവസം നമ്മളവിടെ കിടക്കുന്നത് എങ്ങനെയാണ്? മൂർഖൻ പാമ്പിന്റെ കൂട്ടാണ്. 90 ദിവസം കഴിയുമ്പോഴാണ് കൈയും കാലും ഒക്കെ ഉണ്ടായി മനുഷ്യന് രൂപമായിട്ട് രൂപാന്തരം. 90 ദിവസം നമ്മൾ നാഗത്തിന്റെ ഷേപ്പിലാണ്. നിങ്ങളുടെ എൻ്റെയും ജീവൻ രഹസ്യം എന്താണ്? DNA മോളിക്യൂൾ, ഡീഓക്സി റൈബോ ന്യൂക്ലിക് ആസിഡ്, അഡിനൈൻ ഗുവാനൈൻ തൈമിൻ സൈറ്റോസിൻ ചേർത്തിട്ട് നമ്മുടെ DNA മോളിക്യൂൾ ഉണ്ടാവുകയാണ്. അതിലെ ക്രോമോസോം നമ്മളെ തീരുമാനിക്കുകയാണ്. അപ്പൻ്റെ സൈഡിൽ നിന്ന് കിട്ടുന്ന 21 ക്രോമോസോം അമ്മയുടെ 21 ക്രോമോസോം ചേരുമ്പോൾ 46 ക്രോമോസോമുള്ള മനുഷ്യൻ ഉണ്ടാവുകയാണ്. ഈ ക്രോമോസോമിന്റെ ഷേപ്പ് എന്താണ്? വാട്സൺ ആൻഡ് ക്രിക്ക് 1953 ക്രോമോസോമിന്റെ ഷേപ്പ് കണ്ടുപിടിച്ചു. 2 മൂർഖൻ പാമ്പ് എണ്ണ ചേരുന്ന ഷേപ്പാണ് ക്രോമോസോമിന്റെ ഷേപ്പ്. 2 നാഗങ്ങൾ എണ്ണ ചേരുന്നതാണ് നമ്മുടെയൊക്കെ ജീവൻ രഹസ്യമായി ക്രോമോസോമിന്റെ ഷേപ്പ്. പിന്നെ നമ്മുടെ നെർവസ് സിസ്റ്റം, നമ്മുടെ ബോധമണ്ഡലം നമ്മൾ തീരുമാനിക്കുന്നത്. നമ്മുടെ നെർവസ് സിസ്റ്റത്തിന്റെ ഷേപ്പ് എന്താണ്? തലച്ചോറ് എന്ന് പറയുന്ന ബ്രെയിനും സ്പൈനൽ കോഡും നട്ടലിനകത്ത് പോകുന്ന സ്പൈനൽ കോഡും അത് മൂർഖൻ പാമ്പിന്റെ ഷേപ്പാണ്. പത്തി വളർത്തിയിരിക്കുന്ന പത്തിയാണ് നമ്മുടെ തലച്ചോറിന്റെ ഷേപ്പ്. നട്ടലിനകത്ത് പോകുന്ന സുഷുമ്ന പാമ്പിന്റെ ശരീരവും. നമ്മുടെ ശരീരത്തിൽ 60,000 ലക്ഷം ന്യൂറോണാണ്. ഈ ന്യൂറോണാണ് നമ്മളെ നാമായി തീരുമാനിക്കുന്നത്. ഓരോ ന്യൂറോണിന്റെ ഷേപ്പ് എന്താണ്? ഓരോ ന്യൂറോണും ഒരു ന്യൂക്ലിയസ് കൊണ്ട് ഒരു ബോഡിയാണ്. പാമ്പിന്റെ ഷേപ്പിലാണ്. 10 വിടുന്നത് പാമ്പിന്റെ ഷേപ്പാണ് ഓരോ ന്യൂറോണും. വൈദ്യശാസ്ത്ര സിമ്പിൾ എന്താണ്? മൂർഖൻ പാമ്പ്. നിങ്ങൾ മെഡിക്കൽ കോളേജിൽ പോയിട്ടുണ്ടോ? മെഡിക്കൽ കോളേജിന്റെ ഫ്രണ്ടിൽ മൂർഖൻ പാമ്പ് ഇങ്ങനെ കയറി നിൽക്കുന്ന ഒരു ഫോം വരച്ച് വെച്ചിരിക്കുകയാണ്. എന്താ കാര്യം? നമ്മുടെ ജീവൻ രഹസ്യം പാമ്പാണ്. അതിന് രോഗം വരുമ്പോൾ ട്രീറ്റ് ചെയ്യുന്ന വൈദ്യശാസ്ത്ര സിമ്പിളും പാമ്പാണ്. അധികാരം വരുന്ന എവിടെ നിന്നാണ്? നാഗം. ഈജിപ്തിലെ ഫറോ രാജാവിന്റെ കിരീടം കണ്ടിട്ടുണ്ടോ? മൂർഖൻ പാമ്പിന്റെ പത്തിയാണ് ഈജിപ്തിലെ ഫറോ രാജാവിന്റെ കിരീടം എന്ന് പറയുന്നത്. ഞങ്ങളുടെ ബിഷപ്പ്മാർ വരും. സാധാരണ ബിഷപ്പാണെങ്കിൽ അംശോടിയുണ്ട്, അതിൻ്റെ അറ്റത്ത് ഒരു മൂർഖൻ പാമ്പ് ഇങ്ങനെ പത്തി കൊടുത്തിരിക്കുകയാണ്. ആദ്യ ബിഷപ്പോ കർദിനാളോ വരികയാണെങ്കിൽ വടിയുടെ അറ്റത്ത് 2 സൈഡിലോട്ട് 2 മൂർഖൻ പാമ്പ് ഇങ്ങനെ 2 സൈഡിലോട്ട് നിൽക്കുകയാണ്. ക്രിസ്ത്യാനിയായ ബിഷപ്പിന്റെ അധികാരം വരുന്നത് നാഗ ഷേപ്പിലാണ്. ഞങ്ങൾ യഹൂദന്മാർക്കും ക്രിസ്ത്യാനികൾക്കും മുസ്ലിങ്ങൾക്കും വിഗ്രഹം ഉണ്ടാക്കണക്കത്തില്ല. പക്ഷെ ഒരു വിഗ്രഹം ഉണ്ടാക്കാം, നാഗ വിഗ്രഹം. യഹൂദന്മാരെ കൊണ്ട് മോശ മരുഭൂമി പോവാണ്. ഒരുപാട് ഒരു പാമ്പ് കടി ചത്ത്. മോശയും ദൈവത്തോട് ചോദിച്ചു, എന്ത് ചെയ്യണം? മോശ പറഞ്ഞു, നീ ഒരു നാഗവിഗ്രഹം ഉണ്ടാക്കി അതിൻ്റെ മുമ്പിൽ നിന്ന് പച്ചളം. അങ്ങനെ മോശ നാഗവിഗ്രഹം ഉണ്ടാക്കി മരുഭൂമിയിൽ. ഇപ്പോഴും ഉണ്ട്, അത് കണ്ടെത്തിയിട്ടില്ല. ആ നാഗഗ്രഹത്തിന് മുമ്പിൽ നിന്ന് യഹൂദന്മാരെ പ്രാർത്ഥിച്ച്, മോശ എന്ന് പറയുന്ന മോശ എന്ന യഹൂദന്മാരും മോസസ് ക്രിസ്ത്യാനിയും മൂശ നബിയും മുസ്ലിങ്ങൾ വിളിക്കുന്ന ഒരേ ആളിനെയാണ്. വിഗ്രഹം ഉണ്ടാക്കാൻ പാടില്ലാത്ത ഞങ്ങളുടെ 3 മതക്കാർക്കും ദൈവം അനുവദിച്ച ഏക വിഗ്രഹം നാഗവിഗ്രഹം. അമേരിക്കയിൽ റെഡ് ഇന്ത്യക്കാരുണ്ട്, അസ്തക്കുകൾ, മായാസ്. അവരുടെ പ്രധാന ദേവൻ എന്താണ്? കൊട്സാൽ കോട്ടൽ. ആരാണ് ഈ കൊട്സാൽ കോട്ടൽ? കൊട്സാൽ കോട്ടൽ മൂർഖൻ പാമ്പാണ്. അവരുടെ പ്രധാന ദേവൻ നാഗദൈവമാണ് അവരുടെ പ്രധാന ദൈവം. തമ്മിൽ കണ്ടിട്ടില്ലാത്ത ജനം അവർ ഈ നാഗത്തെ പേര് വിളിച്ചു. നമ്മൾ മലയാളത്തിൽ പാമ്പെന്ന് വിളിച്ചു. ഉത്തരേന്ത്യയിലെ ഹിന്ദുക്കൾ, മുസ്ലിങ്ങൾ, ഉത്തരേന്ത്യയിലെ ജനങ്ങൾ ഹിന്ദി ഭാഷയിൽ സാമ്പെന്ന് വിളിച്ചു. ആഫ്രിക്കയിലെ നീഗ്രോകൾ വാമ്പെന്ന് വിളിച്ചു. അമേരിക്കയിലെ റെഡ് ഇന്ത്യൻസ് ചാമ്പെന്ന് വിളിച്ചു. തമ്മിൽ കണ്ടിട്ടില്ലാത്ത ജനം അവർ ഇതിന് പേരിട്ടപ്പോഴേ ഒരേ ശബ്ദത്തിൽ പേര്. മലയാളത്തിൽ നമ്മൾ പാമ്പെന്ന് വിളിച്ചു, ഹിന്ദിയിൽ സാമ്പെന്ന് വിളിച്ചു, നീഗ്രോകൾ ആഫ്രിക്കയിൽ വാമ്പെന്ന് വിളിച്ചു, അമേരിക്കയിലെ റെഡ് ഇന്ത്യൻസ് ചാമ്പെന്ന് വിളിച്ചു. എങ്ങനെ ഈ വാക്ക് ഒരുപോലെ വന്നു? അവിടെയാണ് രസം. അപ്പൊ ഈ നാഗം എന്ന് പറയുന്നത് പാമ്പല്ല. നാഗം എന്ന് പറയുന്നത് നിങ്ങളുടെ എൻ്റെയും ജീവന്റെ രഹസ്യമാണ്.
ഈ നാഗത്തിന്റെ ഷേപ്പിലാണ് നമ്മുടെ ജീവന്റെ രഹസ്യം. DNA മോളിക്കൂളോട്ട് ന്യൂറോൺ തൊട്ട് നമ്മുടെ നെർവസ് സിസ്റ്റം തൊട്ട് ഇരിക്കുന്ന രഹസ്യം. ആ രഹസ്യമായ ജീവന്റെ രഹസ്യം പരമശിവന്റെ കഴുത്തിൽ ശങ്കരാഭരണമായി കിടക്കുകയാണ്, വാസുകിയായി കിടക്കുകയാണ്. ആ ശങ്കരാഭരണത്തിന്റെ പത്തി മേപ്പോട്ട് കീഴ്പോട്ട് പോകുന്നത് ശങ്കരാഭരണ രാഗമായി മാറി. ആ ഓരോന്നിന്റെയും അംശം പരമശിവന്റെ നൃത്തവും, പരമശിവന്റെ ചന്ദ്രധാരി, പരമശിവന്റെ ഗംഗാധാരയും, നീലകണ്ഠനായതും, കഴുത്ത കിടക്കുന്ന പാമ്പും, ഭസ്മം ധരിച്ചുകൊണ്ടുള്ള ഇരിപ്പും, അദ്ദേഹത്തിന്റെ മൃഗത്തിന്റെ തോലിലുള്ള ഇരിപ്പും ഉൾപ്പെടെ വളരെ കൃത്യമായ ഭാവം നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. അതൊരു ചണ്ടാളന്റെ വേഷത്തിൽ, ഒരു ട്രൈബൽ വേഷത്തിലൊക്കെയാണ് ഇരിക്കുന്നത് പരമശിവൻ. ശങ്കരാചാര്യർ പരമശിവനെ കണ്ട പ്രസിദ്ധ ചണ്ടാളനായി വന്ന കഥ നിങ്ങൾക്കെല്ലാം അറിയാവുന്ന കഥയായിട്ട് ഞാൻ ആവർത്തിക്കുന്നില്ല. പക്ഷെ മനീഷ പഞ്ചകത്തിൽ ജാതി ചിന്തയ്ക്ക് അപ്പുറത്തായി മനുഷ്യനെ മാറ്റാൻ പരമശിവൻ ശങ്കരാചാര്യ മുമ്പിൽ വരുന്നത് ചണ്ടാള വേഷത്തിൽ, അതിന്റെ രൂപഭാവത്തിൽ പരമശിവൻ തന്നെ ഉണ്ടാക്കപ്പെട്ടിരിക്കുകയാണ്. മനുഷ്യന്റെ രൂപഭാവം മുഴുവന്റെ ചിന്താശക്തിയെ പരമശിവന്റെ ആരാധന ശക്തമായി ബാധിക്കുകയാണ്. ഞാൻ പഠിച്ച മാർവിയാനസ് കോളേജിന്റെ അടുത്ത ഉമേനല്ലൂർ ക്ഷേത്രമുണ്ട്. അവിടെ പരമശിവന്റെ 2 വിഗ്രഹമാണ്. അപ്പൊ ഞാൻ പഠിച്ച ശാസ്ത്രം അനുസരിച്ച് ഒരു ക്ഷേത്രത്തിൽ ഒരു പ്രധാന ദേവനോ ദേവിയോ ഉണ്ടാവും, പിന്നെ ഉപദേവന്മാരും ദേവിമാരെല്ലാം കൂടെ 5, 7, 9 ഉണ്ടാവും. അങ്ങനെയാണ് ഒരു ക്ഷേത്രം. പക്ഷെ ഒരു ക്ഷേത്രത്തിൽ ഒരു ദേവന്റെ 2 പ്രതിഷ്ഠ പാടില്ല ഹൈന്ദവ ശാസ്ത്രപ്രകാരം. ഉമേനൂർ ക്ഷേത്രത്തിൽ പരമശിവന്റെ 2 വിഗ്രഹങ്ങളാണ്. അപ്പൊ ഞാനൊന്ന് പഠിക്കാൻ വേണ്ടി അവിടെ പോയി. ഞാൻ അവിടെ ചെന്നപ്പോൾ ഉമേനൂർ ക്ഷേത്രത്തിന്റെ ഫ്രണ്ടിൽ കുളത്തിന്റെ കരയിൽ ഒരു പരമശിവൻ ഇരിപ്പുണ്ട്. ഭയങ്കര രൗദ്രഭാവമാണ്. ഇപ്പൊ കണ്ട കൊല്ലുന്ന പരുത്തിലിരിക്കാൻ ഭയങ്കര പേടിച്ചു വന്നത്. അത് കഴിഞ്ഞ് നമ്മൾ ക്ഷേത്രത്തിനകത്ത് കയറിയാൽ ചിരിച്ചുകൊണ്ട് ഒരു 4 പല്ലിന്റെ അറ്റം കാണിച്ചുകൊണ്ട് ഒരു പരമശിവൻ ഇരിക്കുകയാണ്. അപ്പൊ എനിക്ക് ക്രിസ്ത്യാനിയോട് അകത്ത് കയറാൻ വയ്യ. ഞാൻ രാമചന്ദ്രനായിരുന്നു, എന്റെ SI എന്റെ കൂടെ കൊണ്ടുപോയി. ഞാൻ രാമചന്ദ്രനോട് പറഞ്ഞിടേ, നീ ആ പൂജാരോട് ചോദിച്ചിട്ടേ അകത്ത് ഫോട്ടോ എടുക്കാൻ സമ്മതിക്കുമോ ചോദിക്കാമോ. അയാൾ ഇന്ന് വെച്ചുമ്പോൾ പൂജാരി സമ്മതിച്ചു. ഞങ്ങൾ രാമചന്ദ്രനാർ അകത്ത് കയറിയിട്ട് അകത്തിരിക്കുന്ന ഭഗവാന്റെ ഒരു ഫോട്ടോ ഫ്ലാഷ് എടുത്തോണ്ട് എന്നെ കൊണ്ട് കാണിച്ചു. അപ്പോഴാണ് ചിരിച്ചുകൊണ്ടത് 4 പല്ലിന്റെ പുറത്ത് കാണിക്കുന്ന ഒരു പരമശിവൻ. ഞാൻ അമ്പരന്ന് പോയി. ഞാൻ ഈ പൂജ കഴിഞ്ഞ് പൂജാരി ഇറങ്ങി വരാൻ പറഞ്ഞു 3/4 മണിക്കൂർ കാറിൽ ഇരുന്നു. 3/4 മണിക്കൂർ ഇരുന്ന് കഴിഞ്ഞപ്പോൾ തന്നെ പൂജാരി ഇറങ്ങി വന്നു. അപ്പൊ ഞാൻ രാമചന്ദ്രനോട് വന്നു. രാമചന്ദ്രൻ ചെന്നിട്ട് എനിക്കൊരു സംശയം ഒന്ന് ചോദിക്കാൻ പറ്റുമെന്ന് ചോദിക്കാൻ പറഞ്ഞു. അപ്പൊ രാമചന്ദ്രൻ എന്ന് പറഞ്ഞ ഈ പൂജാരി എൻ്റെ അടുത്തോട്ട് വരാം. ഞാൻ കാറിൽ നിന്നിറങ്ങി ഓടി അവിടെ ചെന്നു. ഞാൻ പറഞ്ഞു, ഞാനിവിടെ വന്ന ഒരു കാര്യത്തിനാണ്. ഒരു ക്ഷേത്രത്തിൽ ഒരു പ്രധാന പ്രതിഷ്ഠ ഉണ്ടാവണം, ഉപദേവനോ ദേവിയോ 5, 7, 9 ഉണ്ടാവണം. പക്ഷെ ഇവിടെ ഒരേ ദേവന്റെ 2 പ്രതിമ. അതെന്താ കാര്യം? ഒരു ദേവൻ പറഞ്ഞു, മനുഷ്യൻ ക്ഷേത്രത്തിലേക്ക് വരുമ്പം ദുഃഖവും സങ്കടവും വ്യാകുലതയും ഒക്കെ ഭഗവാനോടോ ഭഗവതിയോടോ പറഞ്ഞ് പരിഹാരം തേടാനാണ് വരുന്നത്. അവൻ അങ്ങനെ വരുമ്പോൾ അവൻ കാണുന്നത് ഈ രൗദ്രഭാവത്തിലുള്ള പരമശിവനെയാണ്. അപ്പൊ അവന്റെ ശരീരത്തിൽ, അവന്റെ മനസ്സിൽ നിന്ന് ആ രൗദ്രഭാവം ഫ്ലഷ്ഡ് ഔട്ട് ആവും. ഇതാണ് അരിസ്റ്റോട്ടിൽ അദ്ദേഹത്തിന്റെ ഫേമസ് പോയറ്റിക്സിൽ പറയുന്ന ഹമാർഷ്യ, ട്രാജിക് ഫ്ലോ, അല്ലെങ്കിൽ ട്രാജഡി കാണുമ്പോൾ ഉണ്ടാകുന്ന പ്രശ്നം. അപ്പൊ ട്രാജഡി കാണുമ്പോൾ ഇത് കാണുന്ന അനുവാചകന്റെ ഉള്ളിൽ കോപവും രൗദ്രവും ഒക്കെ ഉണ്ട്. അത് ഈ ക്യാരക്ടറുമായിട്ട് ഇടപഴകി കഴിയുമ്പോൾ അത് മനസ്സിൽ നിന്ന് ഫ്ലഷ് ഔട്ട് ചെയ്ത് പോകും. അങ്ങ് ഫ്ലഷ് ഈ ദുഃഖവും ഒക്കെ അങ്ങ് ഉരുകി അങ്ങ് പുറത്ത് പോകും. അതുകൊണ്ടാണ് ട്രാജഡി കാണുന്നത് കോമഡി കാണുന്നതിനേക്കാളും മനുഷ്യന് ഇഷ്ടമാണ്. അങ്ങനെ അവന് സങ്കടവും ദുഃഖവും പുറത്തു പോകുമ്പോൾ അവൻ കുറച്ച് ക്ലീനായി മാറുന്നു എന്നുള്ളതാണ്. ഇത് ശ്രദ്ധേയമെന്ന് മനസ്സിലാക്കാൻ പറ്റും. അത് കഴിഞ്ഞ് ഇവൻ അകത്ത് കയറുമ്പോൾ, അകത്ത് ചെല്ലുമ്പോൾ പരമശിവൻ ചിരിച്ച് 4 പല്ലിന്റെ അറ്റവും കാണിച്ചുകൊണ്ടിരിക്കുകയാണ്. നമ്മളെ നോക്കി ഒരാൾ ചിരിച്ചാൽ നമ്മൾ എന്ത് ചെയ്യും? നമ്മൾ നോക്കി ചിരിക്കും. ഈ നമ്മളെ ഈ കോമഡിയൻസ് കോമഡി കാണിക്കും, നമ്മൾ ചിരിക്കും. നമ്മൾ പുള്ളി ഭയങ്കര സങ്കടമൊക്കെ ആയിരിക്കും. പക്ഷെ കോമഡി കാണുമ്പോൾ ഈ കോമാളി കിടന്ന് വേഷം കാണിക്കുമ്പോൾ നമ്മളൊന്ന് ചിരിച്ചു പോകും. അതിനാണ് ഈ കോമാളി വേഷം കാണിച്ച് നമ്മളെ കാണിക്കുന്നത്. പരമശിവൻ ചിരിക്കുമ്പം ഈ ഭക്തനങ്ങ് ചിരിക്കും. അപ്പൊ അവനങ്ങ് ഫ്ലഷായി. പിന്നെ ഈ ഒറിജിനൽ വാദിക്കൂടെ അവൻ്റെ പെടത്തില്ല. അപ്പുറത്തൊരു ഗേറ്റ് ഉണ്ട്, അതുവഴി ഇറങ്ങി അവൻ പൊക്കോണമെന്നുള്ളതാണ്.
ഇത് മനുഷ്യന്റെ മനഃശാസ്ത്രമാണ് ഈ രണ്ട് പരമശിവ പ്രതിഷ്ഠ കാണിക്കുന്നത്. ഞങ്ങൾക്കൊരു DGP ഉണ്ടായിരുന്നു. ചില ദിവസം ഇയാളിങ്ങോട്ട് ഓഫീസിൽ വരും, ഭയങ്കര സന്തോഷം, അവനൊരു ഗുഡ് സർവീസ് എന്ത് കൊടുത്താലെന്നൊക്കെ പറയും. അപ്പോൾ ഈ പോലീസുകാർ പറയും, ഇന്ന് പെണ്ടാട്ടി ഇയാളെ സന്തോഷിപ്പിച്ചാൽ വിട്ടിരിക്കുന്നതാണ്. ചില സമയത്ത് DGP വന്നു, പിടിയടാ കട്ട ഇങ്ങനെ വൃത്തിയാക്കിയിട്ടിരിക്കുന്നൊക്കെ പറയും. അപ്പൊ പോലീസുകാർ പറയും, ഇന്ന് പെണ്ടാട്ടി ഇയാളെ പിണക്കി വിട്ടിരിക്കുകയാണെന്ന് പറയും. പെണ്ടാട്ടിയുടെ സ്വഭാവം അനുസരിച്ച് ഈ DGPയുടെ സ്വഭാവം മാറും എന്നുള്ളതാണ്. അപ്പൊ ഈ രൗദ്രഭാവത്തുള്ള പരമശിവനെ കണ്ടിട്ട് ഉള്ളിലെ രൗദ്രഭാവം കോപമൊക്കെ പോയി കഴിഞ്ഞാൽ, സങ്കടമൊക്കെ പോയി കഴിഞ്ഞാൽ അകത്ത് കയറി ചിരിക്കുന്ന പരമശിവനെ കണ്ടിട്ട് പുറത്ത് പോകുമ്പോൾ ഭക്തൻ ഉള്ളിൽ ക്ലിയറായി. പരമശിവൻ നമ്മളെ പഠിപ്പിക്കുകയാണ്, നെവർ ക്യാരി യുവർ ഓഫീസ് ടു യുവർ ഹോം, നെവർ ക്യാരി യുവർ ഹോം ടു യുവർ ഓഫീസ്. ഓഫീസിൽ പല പ്രശ്നം ഉണ്ടാവും, പക്ഷെ മെയിൻ ഗേറ്റ് വരുമ്പോൾ ആ ഓഫീസിലിരിക്കുന്ന നിങ്ങളെ കളഞ്ഞേക്കണം. അകത്ത് എല്ലാം ഭാര്യയെ കണ്ട് ചിരിച്ച് സന്തോഷമൊക്കെ ആയിട്ട് പോകാം. പിന്നെ തിരിച്ച് കാരകര ഓഫീസിൽ പോകുമ്പോൾ പഴയ സ്വഭാവം എടുത്തോ. പക്ഷെ വീട്ടിൽ ചെല്ലുമ്പോൾ ഈ ഓഫീസിലെ ദേഷ്യവും ഭാവം ഒന്നും വീട്ടിൽ കാണിച്ചേക്കരുത്. ഈ വലിയ ഭാവമാണ് മഹാദേവന്റെ ഈ ഉഭയന്നൂർ ക്ഷേത്രത്തിൽ നമ്മൾ കാണുന്ന രണ്ട് പരമശിവ വിഗ്രഹങ്ങൾ. ഓരോ ശിവക്ഷേത്രത്തിൽ പോകുമ്പോഴും അവിടുത്തെ അത്ഭുതം നമ്മൾ മനസ്സിലാക്കണം. ഞാൻ തഞ്ചാവൂരിലെ ബൃഹദേശ്വര ക്ഷേത്രം കാണാൻ പോയി. മഹാദേവ ക്ഷേത്രങ്ങളിൽ വളരെ പ്രസിദ്ധമായ ക്ഷേത്രമാണ്. ഞാനവിടെ ഒരു ദിവസം അവധി എടുത്ത് പോയതാണ്. പക്ഷെ അവിടെ ചെന്ന് അവിടുത്തെ സബ് ഇൻസ്പെക്ടർ എനിക്ക് ഒരു ബൈനോക്കുലേഴ്സ് എല്ലാം കൊണ്ടുവന്ന് ഞാൻ ഇങ്ങനെ ക്ഷേത്രത്തെ പഠിക്കാൻ തുടങ്ങി. അപ്പൊ എനിക്ക് മനസ്സിലായി 10,000 വിഗ്രഹം ഇങ്ങനെ ഉണ്ടാക്കി ഓരോ രാമായണ കഥയും മഹാഭാരതത്തെ കൊത്തി വെച്ചിരിക്കുകയാണ്, മഹാദേവന്റെ കഥകളാണ്. അപ്പൊ ഞാൻ DGP വിളിച്ചു, സാറേ എനിക്കൊരു 3 ദിവസം അവധി വേണം. എന്തോടോ? ഞാൻ സാറേ ഞാനിത് 2-3 മണിക്കൂർ എടുത്തിട്ട് ഈ ക്ഷേത്രം മുഴുവൻ കാണാൻ പറ്റില്ല, ഈ 2-3 ദിവസം ഉണ്ടെങ്കിൽ മുഴുവൻ കാണാൻ പറ്റുള്ളൂ. അവിടെ എന്തോടോ കാണാൻ? ഞാൻ തഞ്ചാവൂർ ജനിച്ചോന്നല്ലോടെ, ഞാനവിടെ ദിവസം പോകുന്നതാണ്. കൃഷ്ണമൂർത്തി സാർ അവിടെ ജനിച്ചു വന്ന ആളാണ്. പിന്നെ പുള്ളി അവധിയൊക്കെ തന്നു. ഞാൻ കുത്തിരുന്നത് പഠിച്ച് 1000 ശിവലിംഗങ്ങൾ, 1000 നാഗവിഗ്രഹങ്ങൾ, 262 അടി പൊക്കമുള്ള ക്ഷേത്രത്തിന്റെ മുകളിൽ 62 ടണ്ണുള്ള ഒറ്റ കൃഷ്ണശില വെച്ചിരിക്കുകയാണ്. ഒറ്റ കൃഷ്ണശില. അന്ന് ലിഫ്റ്റില്ല, ക്രെയിനില്ല. ഈ 62 ടണ്ണുള്ള സാധനം എങ്ങനെയെങ്കിലും മേളിൽ കയറ്റി. ആ 62 ടണ്ണ് അവിടെ മേളിൽ കയറി കാരണം ആ ക്ഷേത്രം നശിച്ചു പോകാതിരിക്കാൻ വേണ്ടി 62 ബീംസിലൂടെ എൻ്റെ ഭാരം ഭൂമിയിലേക്ക് പാസ് ചെയ്തിരിക്കാൻ. ഗംഭീര ക്ഷേത്രം. ഞാൻ എൻ്റെ കണ്ണുകൊണ്ട് കണ്ട ഏറ്റവും വലിയ അത്ഭുതമാണ് ആ ക്ഷേത്രം എന്ന് പറയുന്നത്. ഗംഭീര ഭാവത്തിരിക്കുന്ന ക്ഷേത്രമാണ്. ആ ക്ഷേത്രത്തിന്റെ ഈ ഓരോ മഹാദേവ ക്ഷേത്രത്തിൽ ചെല്ലുമ്പോഴും അതിന്റെ അത്ഭുതം നമ്മൾ മനസ്സിലാക്കിയിരിക്കണം. ഞാൻ കോട്ടയം SP ആയിരുന്നപ്പോൾ ഏറ്റുമാനൂർ ക്ഷേത്രവും വൈക്കം ക്ഷേത്രം ഉൾപ്പെടെയുള്ള മഹത്തായ ക്ഷേത്രങ്ങളുടെ ശില്പചാതുര്യവും അതിൻ്റെ അത്ഭുതമൊക്കെ കണ്ട് വളരെ അത്ഭുതപ്പെട്ട് പോയിട്ടുള്ള ഒരാളാണ്. ആ ക്ഷേത്രം നിർമ്മിതിയിലെ വലിയ അത്ഭുതം. മഹാദേവൻ ഇരിക്കുന്നത് കൈലാസത്തിലാണ്. ആ കൈലാസത്തിൽ മുകളിലൂടെ ഒരു വിമാനവും പോവുകയില്ല. ചൈനക്കാരെന്ത് ചെയ്തു? ചൈനക്കാര് ആ കൈലാസത്തിന്റെ മുകളിലൂടെ ഒരു ഹെലികോപ്റ്റർ പാസ് ചെയ്യാൻ നോക്കി. പക്ഷേ കൈലാസം നേരെ മേളറ്റത്തെത്തുമ്പം ഹെലികോപ്റ്റർ ഡിഫ്ലക്ട് ചെയ്ത് പോവുകയാണ്. കമ്മ്യൂണിസ്റ്റുകാരായ നിരീശ്വരവാദികളാണ് ഡിഫ്ലക്ട് ചെയ്ത് പോവുകയാണ്. കാരണം കൈലാസ മഹാദേവന്റെ മുകളിൽ എത്തുമ്പോൾ വിമാനമായാലും കൊള്ളാം, ഹെലികോപ്റ്റർ ആയാലും കൊള്ളാം, അതിന്റെ ദിശ തിരിഞ്ഞു പോകുന്ന ഒരു പവർ അവിടെ ഓപ്പറേറ്റ് ചെയ്യാം. ഇപ്പോഴ് അമേരിക്കൻ ശാസ്ത്രജ്ഞന്മാർ ഡ്രോണുകൾ ഉണ്ടാക്കി 7 ഡ്രോണുകൾ അയച്ചിട്ട് കൈലാസന് നേരെ മുകളിൽ വെച്ച് അത് ഷൂട്ട് ചെയ്യാൻ നോക്കി. അങ്ങനെ അവരത് കംപ്ലീറ്റ് ചാർട്ട് ചെയ്ത ശേഷം ആ മാഗ്നറ്റിക് പവർ ഫിറ്റ് ചെയ്തിരുന്ന ആ ഡ്രോണുകൾ കണ്ടെത്തി മഹാദേവന്റെ ഇരിപ്പിടം ചിന്തിക്കാൻ നേരെ മുകളിലെത്തുമ്പോൾ മാഗ്നറ്റിക് പവർ കംസ് ഔട്ട് ഓഫ് ദ ഹിൽ ആൻഡ് ഡിഫ്ലക്ട്സ് ഓൾ ഏരിയൽ ഓബ്ജക്ട്സ്. അപ്പൊ മഹാദേവന്റെ ഇരിപ്പിടത്തിനുള്ള ശക്തി ആധുനിക ശാസ്ത്രം ഇന്ന് തിരിച്ചറിയുകയാണ്. ഇത് മഹാദേവ ശക്തിയെപ്പറ്റി മനസ്സിലാക്കുമ്പോൾ വളരെ കൃത്യമായി നമ്മൾ മനസ്സിലാക്കേണ്ട ഘടകമാണ്. 15 പ്രസംഗം ഫിക്സ് ചെയ്തെന്ന് 15 കാലമായി ക്ഷമിക്കണം. 30,000 വർഷങ്ങൾക്ക് മുമ്പുള്ള തുർക്കിയിലെ ഗോബക്കിത്തെപ്പിയും കരാളിത്തെപ്പിയും തൊട്ട് 8,000 കൊല്ലം പഴക്കമുള്ള കാസ്പിയൻ കടലിന്റെ തീരത്തുള്ള കുർസ്ക്, യുക്രൈന്റെയും റഷ്യയുടെയും ബോർഡറിലുള്ള കുർസ്കിലുള്ള മഹാദേവ ക്ഷേത്രം തൊട്ട് 6,000 വർഷത്തിന് മുമ്പ് സൈന്ധവ നദീ സംസ്കാരത്തിലെ മഹാനായ പരശോധി ഭാവത്തിലെത്തി ലോകത്തിലെ ആദ്യത്തെ പുസ്തകമായ ഋഗ്വേദത്തിൽ
രുദ്രന്റെ ഭാവത്തിൽ എത്തിയ മഹാദേവൻ. ആ മഹാദേവന് 18 ജന്മങ്ങളുണ്ട്, 18 അവതാരങ്ങളുണ്ട്, 18 ഭാവങ്ങളുണ്ട്. ദക്ഷിണാമൂർത്തിയായി വരുന്ന ഭഗവാൻ ഒരു ഭാവം, നടരാജനായി വരുന്ന ഭഗവാൻ വേറൊരു ഭാവം. 18 ഭാവം. ആ 18 ഭാവവും 18 ജന്മങ്ങളിലും നമ്മൾ ഭഗവാനെ മനസ്സിലാക്കുന്ന അമ്പരന്ന് പോവുകയാണ്. അവിടുന്ന് ദക്ഷിണേന്ത്യ മുഴുവൻ വന്ന് ചൈനയിലെ പ്രസിദ്ധമായ കാണ്ടൻ ക്ഷേത്രത്തിലെ മഹാദേവ ക്ഷേത്രം തൊട്ട് ലോകത്തിലെ ഏറ്റവും വലിയ ക്ഷേത്രമായ 10 ചതുരശ്ര കിലോമീറ്റർ ക്ഷേത്രത്തിലെ മഹാദേവ സൃഷ്ടി തൊട്ട് ലോകത്തിലെ ഏറ്റവും നീളമുള്ള 1.5 കിലോമീറ്റർ നീളമുള്ള ഇന്തോനേഷ്യയിലെ ബൊറോബുദൂർ ക്ഷേത്രത്തിലെ മഹാദേവ ശില്പം തൊട്ട് അങ്ങ് ഓസ്ട്രേലിയയിലെ മൗറികൾ ആരാധിച്ചുകൊണ്ടിരിക്കുന്ന മണിയുടെ രൂപത്തിൽ വരച്ചു വെച്ചിരിക്കുന്ന മഹാദേവന്റെ ആരാധനാഭാവം തൊട്ട് 5 ഭൂഖണ്ഡങ്ങളിൽ 46 രാജ്യങ്ങളിൽ പരന്നു കിടന്ന മഹത്തായ സങ്കല്പത്തിൽ നമ്മൾ എത്തിച്ചേർന്നിരിക്കുകയാണ്. ഇന്ന് അബുദാബിയിൽ ശിവക്ഷേത്രമുണ്ട്, അമേരിക്കയിലെ ചിക്കാഗോയിൽ പ്രസിദ്ധമായ ഒരു ശിവക്ഷേത്രമുണ്ട്, യൂറോപ്പിൽ 6 ശിവക്ഷേത്രങ്ങളുണ്ട്, 6 ശിവക്ഷേത്രം. ഇങ്ങനെ വളരെ ശ്രദ്ധേയമായ ഭാവം. യൂറോപ്പിലെ മൊണാക്കോ രാജവംശം ഹിന്ദുമതം സ്വീകരിച്ച് മഹാദേവ ഭക്തന്മാരായി മാറി. ജെയ്സ് കെല്ലി ഉൾപ്പെടെയുള്ള സിനിമാ താരങ്ങൾ മഹാദേവ ആരാധനയുടെ ഭാഗങ്ങളായി മാറി. ഇത് ശ്രദ്ധേയമായി നമുക്ക് മനസ്സിലാക്കാനുള്ള ഭാവമാണ്. ഇപ്പോ വെനസ്വേലയിലെ പ്രസിഡന്റിനെ അമേരിക്ക പിടിച്ചോണ്ടുപോയി. അദ്ദേഹം ഒരു വെനസ്വേലക്കാരനായ മദൂറോ ഒരു ഹിന്ദുമത വിശ്വാസിയാണ്. അദ്ദേഹത്തിന്റെ ഏറ്റവും വലിയ ആരാധനാഭാവം പുട്ടപർത്തിയിലാണ്. അദ്ദേഹം ഇന്ത്യയിലെത്തി, പുട്ടപർത്തിയിലെത്തി ആരാധിച്ചൊക്കെ നിങ്ങൾ ടെലിവിഷൻ കണ്ടിട്ടുണ്ടാവും. അദ്ദേഹത്തെ അമേരിക്കയിൽ പിടിച്ചുകൊണ്ടുപോയപ്പോൾ അദ്ദേഹത്തിന്റെ ശരീരത്തിൽ പുട്ടപർത്തിയിലെ രൂപം കൊത്തിവെച്ചിരിക്കുകയാണ്. കയ്യിലിരിക്കുന്നത് ഹിന്ദുമത പ്രാർത്ഥനാ ബുക്കാണ്. ഇവിടെയാണ് ഹിന്ദുമതത്തിന്റെ മഹാദേവ സങ്കല്പത്തിന്റെ വ്യാപ്തി കൃത്യമായിട്ട് മനസ്സിലാക്കാൻ പറ്റുക. അതുകൊണ്ട് മഹത്തായ മഹാദേവ സങ്കല്പത്തിൽ ഇന്ന് മഹാരുദ്ര യജ്ഞം എത്രയോ വർഷങ്ങളായി നടത്താൻ മമ്മിയൂർ ക്ഷേത്രത്തിന് ഭാഗ്യം ലഭിച്ചിരിക്കുന്നു. ഈ മഹത്തായ ചരിത്രപരമായ മഹാരുദ്രയജ്ഞത്തിൽ നിങ്ങളോടൊപ്പം വരാനും മഹാദേവനെ പറ്റിയുള്ള ചില ചിന്തകൾ പറയുവാനും കിട്ടിയ വലിയ ഭാഗത്ത് നന്ദി പറഞ്ഞുകൊണ്ട് നിങ്ങൾക്ക് എല്ലാവർക്കും മഹാദേവന്റെ വലിയ അനുഗ്രഹം ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് എൻ്റെ എളിയ വാക്കുകൾ ഉപസംഹരിക്കുന്നു. നമസ്കാരം.